നമസ്കാരം. പ്രഭാത കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു നല്ല ദിനം ആശംസിക്കുകയാണ് അതെ, ഞങ്ങൾ ഇന്നുള്ളത് കവടിയാറിലാണ്. തിരുവനന്തപുരം കവടിയാറിലെ പാർക്കിലാണ് ഞങ്ങളുള്ളത്. കവടിയാർ പാർക്ക് എന്ന ഔദ്യോഗിക പേര് വിവേകാനന്ദ പാർക്ക് എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. കവടിയാർ പാലസിന് കൊട്ടാരത്തിന്റെ ഗേറ്റിന് തൊട്ടു മുന്നിലാണ് ഈ സ്ഥലം. നമ്മൾ പ്രഭാത കേരളത്തിൽ എല്ലാവർക്കും നല്ല ദിനം ആശംസിക്കുന്നു എന്ന് പറയുമ്പോൾ അത്ര നല്ല ദിനങ്ങളല്ല മുന്നോട്ട് വരാൻ പോകുന്നത് എന്നുള്ളതാണ് ബജറ്റ് നൽകുന്ന സൂചന. ഉത്സവ പിറ്റേന്ന് ആഘോഷിക്കേണ്ട ദിവസമാണ്. പക്ഷെ ഉത്സവത്തിന്റെയും സന്തോഷത്തിന്റെയും ശബ്ദങ്ങളല്ല സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നത്. ഒട്ടേറെ ട്രോളുകളും ഇത് സംബന്ധിച്ച് ഇന്നലെ ഉണ്ടായി. പക്ഷെ വെറും ട്രോളിലോ തമാശയിലോ ഒതുങ്ങുന്ന ആശങ്കയല്ല സാധാരണക്കാർക്കുള്ളത്. പൊതുജനത്തിനുള്ളത് വലിയ ആശങ്കയാണ്. ബജറ്റ് അവതരണത്തിന് ശേഷം ഉണ്ടായ പ്രതിഷേധങ്ങൾ അത് സൂചിപ്പിക്കുന്നതുമാണ്. ഏറ്റവും വലിയ ആഘാതം ഒരുപക്ഷെ ഇന്ധന വില വർധനയിലുണ്ടായ ആ 2 രൂപ സെസ് ആണ്. പെട്രോളിനും ഡീസലിനും ഏർപ്പെടുത്തിയ സെസ്സും പിന്നെ അങ്ങോട്ട് ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ന്യായാന്യായങ്ങൾ ഉണ്ടാവാം. ഭൂമിയുടെ ന്യായവില അടക്കം ഉള്ള കാര്യങ്ങളിൽ വരുത്തിയ വർധന സംസ്ഥാനമൊട്ടാകെ പ്രതിഷേധമാണ്. ഇന്ന് കോൺഗ്രസിന്റെയും UDF-ന്റെ നേതൃത്വത്തിൽ കരിദിനം ആചരിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് നേരെ ഇന്നലെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായി. ഇന്നലെ രാത്രി തന്നെ പ്രതിഷേധമുണ്ടായി. ഈ പ്രതിഷേധങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് എങ്ങനെ ജീവിക്കും ജനം എന്നുള്ളൊരു ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പെട്രോളിന്റെ ഡീസലിന്റെയും സെസ് കൂട്ടിയെന്ന് പറയുമ്പോൾ അത് ഒരു വാചകത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയില്ല. അത് പല മേഖലകളെയും ബാധിക്കും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണ്. ഒരുപക്ഷെ ഏറ്റവും കടുത്ത ആഘാതം ഉടനെ ഉണ്ടാകാൻ പോകുന്ന ആഘാതം എന്ന് പറയുന്നത് വിലക്കയറ്റമായിരിക്കും. കാര്യം ഈ വിലക്കയറ്റത്തിന്റെ ഈ സെസ് കൊണ്ട് ഡീസലിന് ഉണ്ടാകുന്ന വിലവർധന അത് പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ചാർജിൽ പ്രതിഫലിച്ച് അത് കഴിഞ്ഞ് കടകളിലേക്ക് എത്തുന്ന സാധനങ്ങളുടെ വിലയിൽ പ്രതിഫലിച്ചൊക്കെ ജനങ്ങളുടെ അടുത്ത് എത്താൻ കാത്തിരിക്കുന്നത് ഇന്ന് രാവിലെ തന്നെ വില കൂടിയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും. അപ്പോൾ അത്തരം പ്രതിഷേധങ്ങളുണ്ട്. ഇന്ന് ബജറ്റിന്റെ പിറ്റേ ദിവസം എന്ന രീതിയിൽ നമുക്ക് പ്രതീക്ഷിക്കുന്ന കുറെ പ്രതിഷേധങ്ങളുണ്ട്. അത് തിരുവനന്തപുരത്തായാലും കേരളത്തിലുടനീളം നമ്മൾ അത് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഉണ്ടാകും, സ്വാഭാവികമാണ്. അപ്പൊ നമുക്ക് അതിലേക്കൊക്കെ വിശദമായിട്ട് എത്താം. വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ റിപ്പോർട്ടർമാരും ലൈവായി തയ്യാറായിട്ടുണ്ട്. പക്ഷേ ആദ്യം നമുക്ക് പ്രധാന വാർത്തകൾ കണ്ടു. ടോപ്പ് ഹെഡ്ലൈൻസ്. അപ്പോൾ പ്രഭാത കേരളം തുടരാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു വാരാന്ത്യമാണ്. ശനിയാഴ്ച രാവിലെയാണ്. പക്ഷേ പ്രതിഷേധങ്ങളോടെയാണ് തുടക്കം. ഇന്ന് UDF-ന്റെ നേതൃത്വത്തിൽ ജനങ്ങളുടെ നടുവൊടിക്കുന്ന ബജറ്റിനെതിരെയുള്ള പ്രതിഷേധം, അതിന്റെ ഭാഗമായി കരിദിനം ആചരിക്കുകയാണ്. BJP-യും പ്രതിഷേധം ഏറ്റെടുത്തിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പെട്രോളിന്റെ കാര്യം പറഞ്ഞതുപോലെ ഭൂവിലയിലുണ്ടായൊരു വലിയ മാറ്റം, അത് നികുതി, എല്ലാ കാര്യത്തിലും നികുതി കൂട്ടി എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം. ഭൂമി വാങ്ങണമെങ്കിലും വിൽക്കണമെങ്കിലും നേരത്തെ ലല്ലു സ്പീക്കിൽ ലല്ലു പറഞ്ഞതുപോലെ വീട് അടച്ചിട്ട് പോകണമെങ്കിൽ അതിനും കൊടുക്കണം പൈസ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് കേരളത്തിൽ. വെറുതെ വീട്ടിൽ കുത്തിയിരിക്കാൻ പറ്റത്തില്ല. വീട് അടച്ചിടാമെന്ന് പറഞ്ഞാൽ അടച്ചിട്ട വീടിന് പ്രത്യേക നികുതി അങ്ങനെ പോകുന്നു. വെച്ചാൽ അതിന് ഇതെല്ലാം ഒന്ന് മറക്കാൻ 2 അടിക്കാന്ന് വെച്ചാൽ അതിനും കൂട്ടി കുപ്പിക്കുന്ന 40 രൂപ എന്നുള്ളതാണ്. പക്ഷെ ഇത്ര നിസ്സാരമോ തമാശയോ അല്ല കാര്യങ്ങൾ. ആദ്യം തന്നെ വന്നിരിക്കുന്ന ഒരു പ്രതിഷേധം എന്ന് പറയുന്നത് നിർമ്മാണ മേഖലയിൽ നിന്നാണ്. നിർമ്മാണ മേഖലയുടെ നട്ടലൊടിക്കുന്നതാണ് ബജറ്റ് എന്നുള്ളത് ആ ഭാഗത്ത് നിന്ന് ഉയരുന്നു. ബിൽഡർമാരുടെ സംഘടന അങ്ങനെ പിന്നെ കൃത്യമായി അഭിപ്രായപ്പെട്ടു. നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ഈ ബജറ്റിന് മുമ്പ്, കേന്ദ്ര ബജറ്റിന് മുമ്പായാലും സംസ്ഥാന ബജറ്റിന് മുമ്പായാലും അവരുടെ പ്രതീക്ഷകൾ നമ്മൾ എല്ലാ വർഷവും എടുക്കുന്നതാണ്. ഓരോ മേഖലയിലും അവരുടെ പ്രതീക്ഷകൾ എന്താണ്. പക്ഷെ അവരുടെ പ്രതീക്ഷകളെ അപ്പാടെ തകിടം മറിച്ചുകൊണ്ടുള്ള ഒരു ബജറ്റ്. പക്ഷെ ഇന്നലെ രാവിലെ കൂടി അല്ലെ ബജറ്റിന്റെ മുന്നൊരുക്കം, ബജറ്റ് അവതരിപ്പിക്കാനായി മന്ത്രി വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന നിമിഷം വരെ, അല്ലെങ്കിൽ അദ്ദേഹം അവിടെ എത്തുന്ന നിമിഷം വരെ സംസ്ഥാനം ഒട്ടുക്കുന്ന വിവിധ മേഖലകളിലെ വിവിധ പ്രദേശങ്ങളിലെ ആൾക്കാരുടെ പ്രതീക്ഷകൾ, ആശകൾ, ആഗ്രഹങ്ങൾ, സാധ്യതകളൊക്കെ പങ്കുവച്ചിരുന്നു. പക്ഷേ
ഒരു നിവൃത്തിയും ഇല്ല എന്നുള്ള മട്ടിലാണ്. ഇപ്പോൾ ഏറ്റവും വലിയ വാർത്തയായിരിക്കുന്നത് ഒരുപക്ഷെ പ്രഭാത കേരളം കഴിഞ്ഞ ഒരു മാസത്തോളമായി ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നത് വന്യജീവി ശല്യമാണ്, അല്ലെങ്കിൽ കാടിറങ്ങുന്ന വന്യതയാണ്. അതിനെ നേരിടാനുള്ള ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. അതിന് 50 കോടി ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. പക്ഷെ അത് എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും എന്നൊക്കെയുള്ള കാര്യം ഇത് തന്നെയാണ് അവരുടെ ആശങ്ക. അതാണ് ഇപ്പോ ഇതൊന്നും ബജറ്റിന്റെ പ്രഖ്യാപനങ്ങളൊന്നും അറിയാതെ ഇന്നലെയും കടുവ ഇറങ്ങിയിട്ടുണ്ട് വയനാട്ടിൽ. അതെ, അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ, ആശങ്കകൾ ബാക്കിയായി നിൽക്കുന്നു. ഇനി നമുക്ക് അറിയേണ്ടതുണ്ട്, ഈ വനമന്ത്രി പറയേണ്ടതുണ്ട്, ഇത് എങ്ങനെയാണിത് ഈ ബജറ്റിൽ വകയിരുത്തിയ തുക ഈ വന്യജീവികൾ കാടിറങ്ങുമ്പോഴുള്ള ആശങ്ക ഒഴിവാക്കാൻ, അല്ലെങ്കിൽ കാടിറങ്ങാതിരിക്കാൻ അതെങ്ങനെ ഉപയോഗപ്പെടുത്തുമെന്നുള്ള കാര്യമൊക്കെ ഇനി അറിയേണ്ടതുണ്ട്. അവിടെ നിന്ന് അവർ ഈ തുക അപര്യാപ്തമെന്ന് പറയുന്നതിനൊപ്പം തന്നെ അവർ പങ്കുവച്ചൊരു ആശങ്കയുണ്ട്. പലവിധ പ്രഖ്യാപനങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷേ ഇതൊന്നും യാഥാർത്ഥ്യമാവില്ല. വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച ഒരുപക്ഷെ ഈ ഹാങ്ങിങ് ഫെൻസ് എന്നൊക്കെ പറയുന്ന സംഗതികൾ ഇപ്പോൾ അടുത്ത് പ്രതിഷേധം ശക്തമായപ്പോൾ പെട്ടെന്ന് അത് കൊണ്ടുപോയി കെട്ടിത്തൂക്കാനൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. നമ്മുടെ റിപ്പോർട്ടർമാർ തയ്യാറാണ് തിരുവനന്തപുരത്തും കൊച്ചിയിലും. നമുക്ക് ആദ്യം തിരുവനന്തപുരത്തേക്ക് പോകാം. അവിടെ നിന്ന് ഐശ്വര്യയാണ് ചേരുന്നത്. ഐശ്വര്യ, വെരി ഗുഡ് മോർണിംഗ് എന്ന് നമ്മൾ പറയുമ്പോഴും വലിയ ആശങ്ക പൊതുജനത്തിനുണ്ട്. ഇന്നലെ ബജറ്റ് അവതരണത്തിന് ശേഷം വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. ഇന്നും തുടർ പ്രതിഷേധങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താണ് തിരുവനന്തപുരത്തിന്റെ ഒരു അവസ്ഥ? ഇന്നത്തെ പ്രതിഷേധങ്ങൾ എവിടെയൊക്കെ ആകും? അത് സംബന്ധിച്ച് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്രദീപ്, അശ്വതി, വെരി ഗുഡ് മോർണിംഗ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കൊക്കെ വെരി ഗുഡ് മോർണിംഗ് എന്ന് നമ്മൾ വിഷ് ചെയ്യുമ്പോഴും സാധാരണക്കാർക്കിടയിൽ വലിയ ആശങ്കയുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ ഈ ബജറ്റ് കഴിഞ്ഞ ശേഷം അത്രയധികം ആശങ്കയോടുകൂടി തന്നെയാണ് ജനങ്ങളുടെ പ്രതികരണങ്ങൾ പുറത്തു വന്നതും. പ്രത്യേകിച്ച് ഈ ഭൂമിയുടെ ന്യായവില കൂട്ടി, പെട്രോളിനും ഡീസലിനും സെസ് ഏർപ്പെടുത്തി, അത്തരം കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോലും വളരെ വ്യക്തമാണ്. അതിനപ്പുറത്തേക്ക് ഏത് രീതിയിൽ ഈ പ്രതിഷേധങ്ങൾ പോകുന്നു എന്നതാണ് നമുക്ക് അറിയേണ്ടത്. ഇന്നലെ തന്നെ ഈ ബജറ്റിന് തൊട്ടു പിന്നാലെ ഈ പ്രതിഷേധങ്ങൾ, അതായത് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലും യുവമോർച്ചയുടെ നേതൃത്വത്തിലും DCCകളുടെ നേതൃത്വത്തിലും ഒക്കെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധമുണ്ടായിരുന്നു. ഇന്ന് കോൺഗ്രസ് കരിദിനമായി ആചരിക്കുകയാണ്. ഈ ബജറ്റിന് തൊട്ടു പിന്നാലെ വില വർധന ഉണ്ടായി എന്നത് പറഞ്ഞുകൊണ്ട് ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കരിദിനം ആചരിക്കുകയാണ്. ഒപ്പം തന്നെ മറ്റ് പ്രതിഷേധങ്ങളും ഇന്നുണ്ടാകും. DCCകളുടെ നേതൃത്വത്തിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനാണ് ഇന്ന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളായിരിക്കും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. എന്തായാലും ഇന്നലെ നിയമസഭയിൽ തന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ഇതോടുകൂടി സമരം തുടങ്ങുകയാണ്, ഇതൊരു തുടക്കമാണ് എന്ന രീതിയിലൊരു പ്രഖ്യാപനം പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. അത് ഏത് രീതിയിലായിരിക്കുമെന്ന് UDF യോഗങ്ങൾക്ക് ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും ആദ്യപടിയെന്നോളം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമരങ്ങൾ ശക്തമാണ്. ഒപ്പം തന്നെ എല്ലാ കാലത്തും പെട്രോൾ ഡീസൽ വില വർധനവിൽ കേന്ദ്ര സർക്കാർ പ്രതിക്കൂട്ടിൽ നിന്നിരുന്നു. ആ സാഹചര്യത്തിൽ ഇപ്പോൾ ഈ സംസ്ഥാനത്തിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു സെസ് ഏർപ്പെടുത്തുമ്പോൾ BJP ഇതൊരു വലിയ ഗുണമായി കാണുന്നു. രാഷ്ട്രീയപരമായി ഉപയോഗിക്കാൻ തന്നെയാണ് BJPയുടെയും തീരുമാനം. കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ BJPയുടെ പ്രതിഷേധമുണ്ടായിരുന്നു. ആ പ്രതിഷേധം ഏത് രീതിയിൽ ഇന്ന് മുന്നോട്ട് പോകുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ ശക്തമാകുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഇതിലൊരു മാറ്റം വരുമോ എന്നുള്ളത് അത്തരത്തിലുള്ള പ്രതീക്ഷ ജനങ്ങൾക്കില്ല എന്ന് തന്നെയാണ് ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന് അറിയാൻ പറ്റുന്നത്. അതിനപ്പുറത്തേക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോലും ഒരുപക്ഷെ ഇടത് അനുകൂലമായ ചിന്തിക്കുന്ന ആളുകൾ പോലും അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളുമായി രംഗത്തെത്തുന്നത് സർക്കാരിന് ദോഷം ചെയ്യുമോ എന്നുള്ളതാണ് ഇനി വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടത്. ഏത് രീതിയിൽ പ്രതിഷേധങ്ങളെ സർക്കാർ ഹാൻഡിൽ ചെയ്യും എന്നുള്ളത് കണ്ടറിയണം. ശരി ഐശ്വര്യ, തുടർന്നുള്ള മണിക്കൂറുകൾ പ്രതിഷേധം സംബന്ധിച്ച റിപ്പോർട്ടുകൾ, അപ്ഡേറ്റുകളുമായി നല്ല തിരക്കുള്ള ഒരു ദിവസമാണ് ഇന്ന്. തിരുവനന്തപുരത്തല്ല, കേരളത്തിലൊട്ടാകെ ഇന്ന് തിരക്കുള്ള ദിവസമായിരിക്കും. കാരണം പ്രതിഷേധങ്ങൾ ഐശ്വര്യ പറഞ്ഞതുപോലെ ഇതൊരു തുടക്കം മാത്രമാണെന്ന് പറയുമ്പോൾ ഇനി വരും മണിക്കൂറുകളിൽ വലിയ പ്രതിഷേധങ്ങൾ ആസൂത്രണം ചെയ്യും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാലും നമുക്കിനി കോഴിക്കോട്ടേക്ക് പോകാം. കൊച്ചിയിൽ കോഴിക്കോട് വിനേഷ് തയ്യാറാണ്. കോഴിക്കോട് വിനേഷ് തയ്യാറാണ്. വിനേഷ്, വെരി ഗുഡ് മോർണിംഗ്. കോഴിക്കോടിന്റെ അവസ്ഥ നമ്മൾ ഓരോ സ്ഥലത്തെയും എടുത്തു പറയേണ്ട, വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ പത്രങ്ങളിലേക്ക് നമുക്ക് നോക്കുമ്പോൾ ഏറ്റവും അതായത് ഒരു ചിരി വരുന്ന, തമാശ തോന്നുന്ന ഒരു കാര്യം, ഈ ബജറ്റിന് മുമ്പ് ഓരോ ജില്ലയിലെയും MLA അല്ലെങ്കിൽ ഓരോ MLA-മാർ വന്ന് ധനമന്ത്രിയോട് ക്ഷയിക്കാൻ കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന്, ഞങ്ങൾക്കൊക്കെ തരില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ട് എന്നൊക്കെ പറഞ്ഞതുപോലെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. എല്ലാ ജില്ലക്കാരും അവരവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ടുള്ള ഒരു ബജറ്റായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. കോഴിക്കോട്ടെ പ്രതിഷേധങ്ങൾ ഏത് രീതിയിലായിരിക്കും, എവിടെയായിരിക്കും പ്രതിഷേധങ്ങൾക്ക് തുടക്കമാവുക? ഇന്നത്തെ ഏറ്റവും
പ്രധാനപ്പെട്ട പരിപാടികൾ എന്തൊക്കെയാണ് അവിടുത്തെ? പ്രദീപ് ആൻഡ് അശ്വതി, ഗുഡ് മോർണിംഗ്. എന്തായാലും പ്രതിഷേധങ്ങൾ നമുക്കറിയാം, സാധാരണക്കാരൻ്റെ നട്ടലൊടിക്കുന്ന ഒരു ബജറ്റാണ് ഇന്നലെ ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ തന്നെയാണ് പ്രതികരണങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നത്. അതിപ്പോൾ കാർഷിക മേഖലയായാലും അതുപോലെ തന്നെ മറ്റുള്ള വ്യാപാരി സമൂഹമായാലും എല്ലാം തന്നെ ആ രീതിയിൽ തന്നെയാണ് വിലയിരുത്തുന്നത്. വലിയ പ്രതിഷേധങ്ങൾ കോഴിക്കോടും ഉണ്ടായിരുന്നു ഇന്നലെ ബി ജെ പി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നലെ പ്രതിഷേധമുണ്ടായിരുന്നു. പന്തംകുളത്തി പ്രകടനമുണ്ടായിരുന്നു. ഒപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ ഇന്നലെ പ്രതിഷേധ പ്രകടനമുണ്ടായിരുന്നു. അടുത്തുള്ള കൺസ്യൂമർ ഫെഡിലേക്കുള്ള മാർച്ച് ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ ഇന്നലെ വൈകുന്നേരവും രാത്രികളിലും എല്ലാം തന്നെ കോഴിക്കോട് അരങ്ങേറിയിരുന്നു. ഇന്ന് കരിദിനം ആചരിക്കുകയാണ്. ഒപ്പം തന്നെ UDFിൻ്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ, അതായത് പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പല ഭാഗങ്ങളിലും പ്രതിഷേധങ്ങളുണ്ടാവും. പഞ്ചായത്ത് തലം മുതലും മണ്ഡല തലം മുതലുമുള്ള പ്രതിഷേധ പരിപാടികളെക്കുറിച്ചാണ് കോൺഗ്രസ് എന്തായാലും ആലോചിക്കുന്നത്. നമുക്കറിയാം, ഇന്നലത്തെ ബജറ്റ് സാധാരണക്കാരൻ നികുതി ഇനത്തിൽ സാധാരണക്കാരന് വലിയ പ്രഹരമാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. എല്ലാ തരത്തിലും നികുതി വർദ്ധിച്ചിരിക്കുന്നു. വൈദ്യുതി നികുതി ഇതിൻ്റെ, അതായത് ഈ വാഹനത്തിൻ്റെയും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ മേഖലയിലെയും നികുതികൾ പരിശോധിക്കുകയാണെങ്കിൽ സാധാരണക്കാരന് വലിയ ഇരുട്ടടി ആണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ സ്വാഭാവികമായും വലിയൊരു പ്രതിഷേധം തന്നെയാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. BJP തുടർ ദിവസങ്ങളിൽ പ്രതിഷേധവും ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സർക്കാരിനെതിരെയുള്ള നീക്കങ്ങളും നടത്തും. അതുപോലെ തന്നെ UDFും ഇത് ഏറ്റെടുത്ത് വലിയ തോതിൽ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകും. ഇന്നലെ രമേശ് ചെന്നിത്തല ഇവിടെ ഉണ്ടായിരുന്നു. ബജറ്റ് അവതരിപ്പിക്കുന്ന വേളയിൽ തന്നെ അദ്ദേഹം കൃത്യമായി തന്നെ ഇതൊരു ജനദ്രോഹ ബജറ്റാണ്, ഇതിനെതിരെ UDF ശക്തമായി മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചിരുന്നു. അതിന് പിന്നാലെ ജില്ലാ കമ്മിറ്റികളും മറ്റുമെല്ലാം തന്നെ പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ കരിദിനത്തിൻ്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയുടെ പല ഭാഗങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ നടത്താനാണ് തീരുമാനം. ശരി വിനേഷ്, താങ്ക് യു. അപ്പോൾ ഇന്ന് തുടർന്നുള്ള മണിക്കൂറുകളിൽ പ്രതിഷേധത്തിന്റെ വാർത്തകൾ, റിപ്പോർട്ടുകളുമായി തിരക്കാവും എന്നറിയാം. തുടർന്നുള്ള മണിക്കൂറുകൾ, തുടർന്നുള്ള ബുള്ളറ്റിനുകളിൽ വീണ്ടും വിനേഷിനെ പ്രതീക്ഷിക്കുന്നു. ഇനി കൊച്ചിയിലെ കാര്യം ഒന്ന് കണ്ടുവരാം. അവിടെ MS അനീഷ് കുമാർ ഉണ്ട്. അനീഷ്, കൊച്ചിയിൽ ഇന്നലെ രാത്രി തന്നെ പരസ്യ പ്രതിഷേധം, ഏറ്റവും ഉന്നത നിലയിലുള്ള പ്രതിഷേധം ഉണ്ടായി. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിന് നേരെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആലുവ പരിസരത്ത് കരിങ്കൊടി പ്രകടനമുണ്ടായി. കൊച്ചിയുടെ പ്രതീക്ഷകൾ എന്തായിരുന്നു? കൊച്ചിയുടെ പ്രതികരണം എന്താണ് ജനശബ്ദം? പ്രദീപ്, കേരളത്തിൽ ഈ ബജറ്റ് പ്രഖ്യാപിച്ച ശേഷം ഒരുപക്ഷെ ഏറ്റവും ആദ്യം ഒരു പ്രതിഷേധം നടന്നത് കൊച്ചിയിലാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം DCCയുടെ നേതൃത്വത്തിൽ ബജറ്റ് അവതരണം കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ സപ്ലൈകോയുടെ പമ്പിന് മുമ്പിലാണ് പ്രതിഷേധം നടത്തിയത്. അവർ വടം കെട്ടി പമ്പിലേക്ക് ആളുകൾ കയറുന്നത് തടഞ്ഞുകൊണ്ട് ബജറ്റ് കത്തിച്ചാണ് അവരുടെ പ്രതിഷേധം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ നടത്തിയത്. ഇതിനുശേഷമാണ് വൈകുന്നേരം ആലുവയിൽ മുഖ്യമന്ത്രിക്ക് കരിങ്കൊടി കാണിച്ചത്. ഇന്ന് മുഖ്യമന്ത്രിക്ക് ഉച്ചതിരിഞ്ഞ് പരിപാടികൾ ഉണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ കരിങ്കൊടി പ്രതിഷേധങ്ങൾ ഇന്നും തുടരുക തന്നെ ചെയ്യും. ഒരു വലിയ പ്രതിഷേധ വേലിയേറ്റം തന്നെ കൊച്ചിയിൽ നടക്കും എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. കാരണം വ്യവസായ നഗരമായ കൊച്ചിയെ അക്ഷരാർത്ഥത്തിൽ സ്തംഭിപ്പിക്കുന്ന രീതിയിലാണ് ഈ ബജറ്റിലെ നിർദ്ദേശങ്ങൾ എന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. കാരണം വ്യവസായ മേഖലയ്ക്ക് തിരിച്ചടിയാവുന്ന തരത്തിലുള്ള വില വർധനവുകളാണ്, നികുതി നിരക്ക് വർധനവുകളാണ് ഓരോ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. ഭൂമിയുടെ ന്യായവില വർദ്ധിപ്പിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ, വെറുതെ പൂട്ടിക്കിടക്കുന്ന കെട്ടിടങ്ങൾക്ക് നികുതി ഭാരം നൽകുന്ന അടക്കമുള്ള കാര്യങ്ങൾ കൊച്ചിയെ പോലൊരു മെട്രോ നഗരത്തെ വളരെ ദോഷകരമായി ബാധിക്കും എന്നാണ് പറയുന്നത്. ഈ നിർമ്മാണ മേഖലയെ അക്ഷരാർത്ഥത്തിൽ സ്തംഭിപ്പിക്കുന്ന അവസ്ഥയിലേക്കാവും ഇത്തരം കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക. അതുകൊണ്ട് നിർമ്മാണ മേഖലയിലെ മെല്ലെപ്പോക്ക് മറ്റ് രംഗങ്ങളെയും ബാധിക്കും. ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന തൊഴിലാളികൾ, അനുബന്ധ സാധന സാമഗ്രികളുടെ വിതരണം തുടങ്ങി എല്ലാ മേഖലയിലേക്കും ഒരു മാന്ദ്യം വരും എന്നാണ് ഈ നിർമ്മാതാക്കളുടെ സംഘടന അടക്കം ഇന്നലെ തന്നെ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വലിയ പ്രതിഷേധം കൊച്ചി നഗരത്തിൽ ഉയരുക തന്നെ ചെയ്യും. ബജറ്റിലും വലിയ തോതിൽ പ്രതീക്ഷ അർപ്പിച്ചാണ് കൊച്ചി നഗരം നിന്നിരുന്നത്. കാരണം കേരളത്തിലെ ഏറ്റവും അധികം വേഗത്തിൽ വളരുന്ന ഏറ്റവും വലിയ നഗരം കൊച്ചിയായിരുന്നു. പക്ഷേ കൊച്ചിക്കായുള്ള തനത് പദ്ധതികളൊന്നും ഈ ബജറ്റിൽ ഉണ്ടായില്ല എന്നതാണ് ഈ പ്രതിപക്ഷം ആരോപിക്കുന്നത്. പ്രധാനമായും ഈ ഹൈഡ്രജൻ ഹബ്ബ്, ക്യാൻസർ സെൻ്ററിനായി പ്രഖ്യാപിച്ചിരിക്കുന്ന പണം, ഒപ്പം ഈ കൊച്ചി ബംഗളൂരു വ്യാവസായിക ഇടനാഴിയിൽ അയ്യമ്പുഴയിലെ ഗിഫ്റ്റ് സിറ്റിക്കായി നൽകിയിരിക്കുന്ന പണം, പെട്രോ കെമിക്കൽ പ്രോജക്റ്റിൻ്റെ അനുബന്ധ കാര്യങ്ങൾക്കുള്ള പണം എന്നിവ മാത്രമാണ് അനുവദിച്ചത്. IT മേഖലയിലും വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ITക്ക് മാത്രം അനുവദിച്ച തുകയുടെ ഒരു വിഹിതമാണ് കൊച്ചിയിലേക്ക് എത്തുക. മറിച്ച് കൊച്ചിക്കായി പ്രത്യേക IT പ്രോജക്റ്റുകൾ
പ്രഖ്യാപിച്ചിട്ടില്ല. ഒപ്പം ഈ കൊച്ചി നഗരത്തിലെ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പോലെയുള്ള വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കായി കൂടുതൽ പണം ഒരുപക്ഷെ കൊച്ചി പ്രതീക്ഷിച്ചിരുന്നു. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും പ്രത്യേക പരാമർശങ്ങളോ ഈ നികുതി പ്രത്യേക പ്രഖ്യാപനങ്ങളോ ഉണ്ടായില്ല എന്നതാണ് നിരാശാജനകമായി ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊച്ചിയിൽ പ്രത്യേകിച്ചും വലിയൊരു പ്രതിഷേധമാവും ഇക്കാര്യത്തിൽ. കൊച്ചി നഗരത്തോടുള്ള പൊതുവായ അവഗണനയും മറിച്ച് ഈ നികുതി നിർദ്ദേശങ്ങളും നിർമ്മാണ മേഖലയെ ബാധിക്കുന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങളും അടക്കം വരുമ്പോൾ അത് ഈ വ്യവസായ നഗരത്തെ ഒരുപക്ഷെ ഒരു മാന്ദ്യത്തിലേക്ക് തള്ളിവിടും എന്ന ആശങ്കകൾ തന്നെയാണ് ഒരു വശത്ത് ഉള്ളത്. പ്രദീപ്. ശരി അനീഷ്, എന്തായാലും ഒരു അനീഷിന്റെ നല്ല ശബ്ദം, വാഹനങ്ങൾ ചീറിപ്പായുന്നുണ്ട്, പെട്രോളിലൊക്കെ കൂട്ടിയൊന്നും അറിഞ്ഞിട്ടില്ല. രാവിലെ ഉഷാറായി കഴിഞ്ഞു. തിരുവനന്തപുരം എന്നതിന്റെ തെളിവാണിത്. നല്ല ശബ്ദമുണ്ട്. ഞങ്ങൾ റോഡ് സൈഡിലുള്ള പാർക്കിലാണ് ഉള്ളത്. എന്തായാലും അനീഷ് ഒരു നല്ല വാർത്താ ദിനം ആശംസിക്കുകയാണ്. നല്ല ദിനം എന്ന് പറയുന്നതിനേക്കാൾ നല്ല വാർത്താ ദിനം എന്ന് പറയുന്നതായിരിക്കും ഈ സാഹചര്യത്തിൽ നല്ലത് എന്നുള്ളത് കൊണ്ട്. അനീഷിന്റെ തന്നെ ഒരു റിപ്പോർട്ട് നമുക്കൊന്ന് കാണാം. കാര്യം നിർമ്മാണ മേഖലയുടെ നട്ടെല്ലൊടിക്കുന്നതാണ് സംസ്ഥാന ബജറ്റ് എന്ന് ബിൽഡർമാരുടെ സംഘടനയായ ബിൽഡേഴ്സ് അസോസിയേഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ പ്രസ്താവിച്ചിരിക്കുകയാണ്. ഭൂമിയുടെ ന്യായവില വർധനവ്, ഒപ്പം ആളൊഴിഞ്ഞ വീടിന്റെ നികുതി, ഇതെല്ലാം നിലവിൽ വലിയ പ്രതിസന്ധിയിലാണ് നിർമ്മാണ മേഖല. ആ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ ഈ വന്ന ബജറ്റ് പ്രഖ്യാപനം അവർക്കൊരു ഇരുട്ടടി അല്ലെങ്കിൽ കൂടുതൽ തകർച്ചയിലേക്ക് നയിക്കും, കൂടുതൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും എന്നാണ് അവർ പറയുന്നത്. അനീഷിന്റെ ആ റിപ്പോർട്ട് കണ്ട് മടങ്ങി വരാം. ധനമന്ത്രി അവതരിപ്പിച്ച കേരള ബജറ്റിന് അനുകൂലമായും പ്രതികൂലമായും ഒക്കെ വലിയ ചർച്ചകൾ നടക്കുമ്പോൾ ഈ ബജറ്റ് നേരിട്ട് ബാധിക്കുന്ന ഒരു കൂട്ടം മേഖലകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായ മേഖലയാണ് സംസ്ഥാനത്തെ നിർമ്മാണ മേഖല. ഈ മേഖലയുമായി ബന്ധപ്പെട്ട ബിൽഡേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ നമ്മോടൊപ്പം ഉണ്ട്. നമുക്ക് എന്തായാലും അവരോട് തന്നെ അഭിപ്രായം ചോദിക്കാം. എങ്ങനെയാണ് അവരുടെ വ്യാപാരത്തെ, ബിസിനസ്സിനെയൊക്കെ ഈ ബജറ്റ് ബാധിക്കുകയെന്ന്. സർ, ഈ ബജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്ന വലിയ ചർച്ചകൾ പല രീതിയിലും നടക്കുന്നു. അതിലേറ്റവും അധികം ബാധിക്കുന്ന ഒരു മേഖലയായി വിലയിരുത്തപ്പെടുന്നത് ഈ നിർമ്മാണ മേഖലയാണ്. എങ്ങനെയാണ് നിങ്ങളുടെ അസോസിയേഷൻ്റെയും നിങ്ങളുടെയൊക്കെ അഭിപ്രായം ഇത്? കൺസ്ട്രക്ഷൻ മേഖലയെ വളരെ പ്രതികൂലമായിട്ട് ഈ ബഡ്ജറ്റ് ബാധിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. കൺസ്ട്രക്ഷൻ മേഖല ഇപ്പോൾ തന്നെ ഒരു തകർച്ചയുടെ വക്കിലാണ്. ഒന്നാമത് കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള അസംസ്കൃത മെറ്റീരിയൽസ് കിട്ടാനില്ല. അതായത് പാറമണൽ, പിന്നെ മറ്റ് ബിൽഡിംഗ് മെറ്റീരിയൽസ്, അതിൻ്റെ എല്ലാം ഷോർട്ടേജ് ഉണ്ട്. അതിൻ്റെ കൂടെ ഇപ്പോൾ ഡീസലിനും പെട്രോളിനും 2 രൂപ വെച്ച് അഡീഷണൽ സെസ് കൂട്ടി. അതുപോലെ തന്നെ മൈനിങ്ങിന് അഡീഷണലായിട്ട് ഫീസ് വർദ്ധിപ്പിച്ചു, റോയൽറ്റി വർദ്ധിപ്പിച്ചു, ട്രാൻസ്പോർട്ടേഷൻ്റെ ഇത് കൂടാൻ പോകുന്നു. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ലാൻഡിൻ്റെ ബേസിക് പ്രൈസ് 20% കൂട്ടിയിരിക്കുന്നത് ഒറ്റയടിക്ക്. അതുപോലെ ബിൽഡിംഗ് ടാക്സ് കൂട്ടാൻ പോകുന്നു. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ കൺസ്ട്രക്ഷൻ വളരെ ഇപ്പം തന്നെ ഒരു തകർച്ചയിലാണ്. അത് കൂടുതൽ തകർച്ചയിലേക്ക് നീങ്ങുന്ന രീതിയിലുള്ള ആയിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ കൺസ്ട്രക്ഷനാണ് നമ്മുടെ നാട്ടിലെ ഒരു എക്കണോമിയുടെ ഒരു അളവുകോൽ എന്ന് പറഞ്ഞതിന്. അപ്പോൾ അത് തന്നെ നമുക്ക് ഒരു പൊന്മുട്ടയിടുന്ന താറാവിനെ കൊല്ലുന്ന രീതിയിലേക്ക് ആണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. ഈ ഒരു സേഫ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന രീതിയിലും ബിൽഡിങ്ങുകൾ വാങ്ങിയിടാറുണ്ട് ആളുകൾ. ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്ന ബിൽഡിങ്ങുകൾക്ക് പോലും അധിക നികുതി കൊടുക്കണമെന്ന ഒരു നിർദ്ദേശം വരുന്നു. അതൊക്കെ ഒരു ആസ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിൽ അതിനെ വളരെ ദോഷകരമായി ബാധിക്കില്ലേ? ഇൻവെസ്റ്റേഴ്സ് ഓൾറെഡി കുറവാണ്. ഇനി അതൊന്നും കൂടെ മോശമാവും. പണിത് കിടക്കുന്ന ഫ്ലാറ്റുകൾ ഇപ്പോൾ തന്നെ വിറ്റ് പോകുന്നില്ല. അഫോർഡബിലിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട്. രജിസ്ട്രേഷന് നേരത്തെ ഓക്യുപ്പൻസി കിട്ടി 5% 6 മാസത്തേക്കൊരു ഇത് തന്നിരുന്നത് അതുകൂടെ എടുത്ത് കളഞ്ഞെന്ന് പറയുന്നു. അതൊക്കെ വലിയൊരു അട്രാക്ഷനായിരുന്നു ഇത് നടന്നു പോകാനായിട്ട്, മുന്നോട്ട് പോകാനായിട്ട്. ഇത് വളരെ മോശമായിട്ട് ഇപ്പോഴത്തെ ബഡ്ജറ്റ് ഇതിനെല്ലാം ബാധിക്കും. ഒരുപാട് വിധത്തിൽ പെട്രോൾ പ്രൈസ് കൂടി, ഡീസൽ പ്രൈസ് കൂടും, പിന്നെ അത് മെറ്റീരിയൽസിനെല്ലാം വില കൂടും. ഇതിനനുസരിച്ച് ലേബർ റേറ്റ്സ്, ജീവിത ചെലവുകൾ കൂടുന്നതനുസരിച്ച് ലേബർ റേറ്റ്സ് കൂടും. ഇതിനൊരു മൾട്ടിഫോൾഡ് എഫക്റ്റ് ഉണ്ടാവും. ഇത് ഭയങ്കര മോശമായ ഒരു രീതിയിലേക്ക് പോകും. ഈ കോവിഡ് പാൻഡമിക്കിന് ശേഷമൊന്നും ഒരു തരത്തിലും കാര്യങ്ങൾ പഴയ രീതിയിലേക്ക് എത്തിയിരുന്നില്ല അല്ലേ? എല്ലാ മേഖലയും പോലെ തന്നെ. അതിനിടയിലാണോ ഇത്തരം ഒരു വലിയ തിരിച്ചടി എന്നാണ് നിങ്ങൾ കരുതുന്നത്? ഇതിപ്പം നിർമ്മാണ മേഖലയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇതൊരു നിർമ്മാണ മേഖലയെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ബഡ്ജറ്റാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. പല നിർമ്മാതാക്കളും പ്രതികരിച്ചതായിട്ട് അറിഞ്ഞു. നിർമ്മാതാക്കൾ മുഴുവൻ ICUവിൽ കയറിയതായിട്ട് പറയാനായിട്ട്. അതിനേക്കാൾ മോശമായിട്ടുള്ള കണ്ടീഷനിലേക്കാണ് പോകുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇപ്പോൾ ഒരു വളരെ തമാശയായിട്ടുള്ളൊരു പ്രഖ്യാപനം ധനമന്ത്രിയുടേതായിട്ട് വന്നതായിട്ട് ഞാൻ കേട്ടു. അതായത് കേരളത്തിന് കടമെടുക്കാൻ ശേഷിയുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്.
കുറച്ചുകൂടെ കടമെടുക്കാൻ ശേഷിയുണ്ട്, അതുകൊണ്ട് സമ്പദ് വ്യവസ്ഥ നല്ലതാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആ കടമെടുപ്പിൻ്റെ ശേഷി മാത്രമാണ് സമ്പദ് വ്യവസ്ഥ നല്ലതെന്ന് ആണ് അദ്ദേഹം വിശ്വസിക്കുന്നതെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതുപോലെ വേറൊരു തമാശയായിട്ട് തോന്നിയത് 2000 കോടി രൂപ വിലവർദ്ധനവിനെ പിടിച്ചു നിർത്താനായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഈ വിലവർദ്ധനവിന് ഉതകുന്ന ഈ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലവർദ്ധന, ലാൻഡിൻ്റെ വിലവർദ്ധന, പിന്നെ സെസ്സുകൾ കൂട്ടുക, ഇങ്ങനെ വിലവർദ്ധനവിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പ്രൊവിഷൻസും കൊണ്ടുവന്നതിന് ശേഷം 2000 രൂപ വെച്ച് 2000 കോടി രൂപ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന വിലവർദ്ധനയെ തടഞ്ഞു നിർത്താൻ വളരെ വിരോധാഭാസമായിട്ട് തോന്നുന്നു. ഇത് യാതൊരു തരത്തിലും നമ്മുടെ ഇപ്പോൾ നിർമ്മാണ മേഖലയാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വേണ്ട GDP-യുടെ 15% പ്രൊവൈഡ് ചെയ്യുന്നു. ആ 15% പ്രൊവൈഡ് ചെയ്യുന്ന നിർമ്മാണ മേഖലയെ തകർക്കാൻ നോക്കുന്ന ഒരു ബഡ്ജറ്റാണിത്. അതിൽ നിന്ന് കിട്ടേണ്ട അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ട് വരുമാനം ഉണ്ടാക്കുന്നതിന് പകരം അതുപോലെ നേരെ എത്രയോ മാർഗങ്ങളുണ്ട്. നല്ല ഒരു ടാക്സും കൂട്ടാതെ വരുമാനം വരുത്താനുള്ള എത്രയോ മാർഗങ്ങളുണ്ട്. ഒന്നാമത് ഡാമുകൾ ഡീസൽറ്റ് ചെയ്യുക, അതുപോലെ പിന്നെ മൈനിങ്ങിന് വേണ്ടി ഒരു പ്രത്യേക ജില്ലാ തോറുമുള്ള സർക്കാരിൻ്റെ ഭാഗത്ത് കയ്യിൽ ഇഷ്ടംമാതിരി പ്രോപ്പർട്ടീസ് ഉണ്ട്, പാറ ഖനനത്തിനൊക്കെ പറ്റിയ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതെല്ലാം യൂട്ടിലൈസ് ചെയ്യുക, എക്കണോമിക് അല്ലെങ്കിൽ പിന്നെ പ്രകൃതി ഇത് തടസ്സമില്ലാത്ത രീതിയിൽ ശാസ്ത്രീയമായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വരുമാന മാർഗങ്ങൾ ഉള്ളപ്പോൾ അതിനെപ്പറ്റി ഒന്ന് ഇൻവെസ്റ്റിഗേറ്റോ അല്ല കൺസിഡർ ചെയ്യാതെ വെറുതെ ഇങ്ങനെ ടാക്സ് കൂട്ടുക എന്ന് പറഞ്ഞാൽ ഒരു മണ്ടൻ ബജറ്റാണെന്ന് എനിക്ക് പ്രതികരിക്കാൻ. ഇപ്പോൾ തന്നെ പുറത്തേക്കൊക്കെ പോകുന്ന കുട്ടികൾ, പുതിയ തലമുറയൊന്നും കേരളത്തിലേക്ക് മടങ്ങി വരാൻ പോലും ആഗ്രഹിക്കുന്നില്ല. അവർക്ക് വിദേശ രാജ്യങ്ങളിൽ വീടും ഫ്ലാറ്റ് വാങ്ങുക, അപ്പാർട്ട്മെന്റ് വാങ്ങുകയൊക്കെയെന്ന് അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെയാണ് ഇവിടെ ഈ ഫ്ലാറ്റുകൾ വാങ്ങുന്നതോ അല്ലെങ്കിൽ മറ്റ് ബിൽഡിങ്ങുകൾ വാങ്ങുന്നതോ ഒന്നും ഒരു ഒട്ടും അട്രാക്റ്റീവായി മാറാതിരിക്കുന്നത് അല്ലേ? അത് ഈ പ്രാവശ്യം ഈ ബഡ്ജറ്റ് നമ്മളെ ശരിക്കും എല്ലാവരെയും നശിപ്പിക്കുന്ന ഒരു ബഡ്ജറ്റായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഈ പറഞ്ഞ പോലെ കുട്ടികളെല്ലാം ഇവിടെ നിന്ന് പോവുകയാണ് അവർക്ക് നല്ലത്, അല്ലാതെ ഇവിടെ ഇനി ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് എൻ്റെ അഭിപ്രായം. ബാക്കിയവരെല്ലാം പറഞ്ഞതുപോലെ കാർഷിക മേഖലയുടെ തകർച്ച നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം ഒരു കൃഷി ചെയ്ത് ഇന്നത്തെ കാലത്ത് ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കർഷക തൊഴിലാളികളുടെ തൊഴിൽ ഒത്തിരി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കൺസ്ട്രക്ഷൻ മേഖലയിലെ തൊഴിലാളികളെയാണ് തൊഴിൽ എടുത്ത് അവർ പിടിച്ചു നിൽക്കുന്നത്. ഈ പുതിയ തീരുമാനങ്ങൾ വരുന്നതോടുകൂടി കൺസ്ട്രക്ഷൻസ് വളരെ കുറയും. ഗവൺമെൻറ്റിന് കിട്ടുന്ന ടാക്സുകൾ കുറയാനാണ് സാധ്യത കൂടുതൽ. അതുപോലെ തന്നെ വളരെയധികം തൊഴിൽ നഷ്ടം ഇതുമൂലം ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ ഇലക്ട്രിസിറ്റി ചാർജ് കൂട്ടുന്നു. അപ്പോൾ ഇതെല്ലാം കൂട്ടിക്കഴിയുമ്പോൾ ജനറലി ജനം വളരെ ബുദ്ധിമുട്ടുകയാണ് ശരിക്കും പറഞ്ഞാൽ ജീവിക്കാൻ തന്നെ. എന്തായാലും ബിൽഡർമാർ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. ഏറ്റവും അധികം ദോഷകരമായി ഈ ബജറ്റ് ബാധിക്കുന്ന ഒരു വിഭാഗവും ഇവരാണ്. ഇത് എത്ര വലിയ പ്രത്യാഘാതമാണ് കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്ത് വരുത്താൻ പോകുകയെന്നതിന് വരും ദിനങ്ങളിലാവും അറിയാൻ പറ്റുക. അപ്പോ ബിൽഡർമാർ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് എന്നാണ് അനീഷ് പറഞ്ഞു വയ്ക്കുന്നത്. ഒരു ഭാഗത്ത് ആ ഭീഷണി നിൽക്കുമ്പോൾ കഴിഞ്ഞ കുറെ നാളായി നാം പ്രഭാത കേരളത്തിലും മറ്റു വാർത്തകളിലും തുടരെ വിശദമായി കൊടുത്തുകൊണ്ടിരുന്നത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് മലയോര മേഖലയിൽ കാടിനോട് ചേർന്ന് കിടക്കുന്ന നാട്ടിൻപുറങ്ങളിലൊക്കെ വന്യജീവി ആക്രമണം ഉണ്ടായതിന്റെ വാർത്തകളാണ്. എന്തായാലും പ്രസാദ് ഉടുമ്പിശ്ശേരി പാലക്കാട് നിന്ന് ചേരുന്നു. പ്രസാദ്, കുറെ നാളായി പ്രസാദിന്റെ അനുമോദിന്റെ ഒക്കെ പ്രധാന ജോലി എന്ന് പറയുന്നത് കടുവ വേട്ടയും കാടിറങ്ങുന്ന വന്യജീവികളുടെ പുറകെ പോവുക, അവര് എത്രത്തോളം ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുക, അതൊക്കെയായിരുന്നു. അപ്പോൾ ഈ ബജറ്റ് വന്നപ്പോൾ വലിയ പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പ്രസാദും അവിടെ നാട്ടുകാരും ചേർന്ന് പങ്കുവച്ച പ്രതീക്ഷയും ഇതായിരുന്നു. വന്യജീവി ആക്രമണത്തിൽ നിന്ന് അല്ലെങ്കിൽ നാടിനെ രക്ഷിക്കാനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ഒക്കെ ഒരു തുകയും പദ്ധതിയും ഒക്കെ ബജറ്റിൽ ഉണ്ടാകും എന്ന്. ഒരു 50 കോടി വിലയിരുത്തിയിട്ടുണ്ട്. പ്രസാദ്, ഈ 50 കോടി എന്തിന് എങ്ങനെ ചെലവഴിക്കണം എന്നതിനെ കുറിച്ച് യാതൊരു വ്യക്തതയുമില്ല. ആനയെയും കടുവയെയും പുലിയെയും പന്നിയെയും അടക്കം പേടിച്ച് ജീവിക്കേണ്ട അവസ്ഥ തുടരുകയാണോ പ്രസാദ? ഗുഡ് മോർണിംഗ് പ്രദീപ്, അശ്വതി പറഞ്ഞതുപോലെ തന്നെ, അതായത് തീരെ പ്രതീക്ഷിച്ച ഒരു തുകയല്ല വകയിരുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഒന്നാമത് ഇത്രയും തുക കൊണ്ട് 50 കോടി 85 ലക്ഷം രൂപ കൊണ്ട് സംസ്ഥാനം ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നായ ഈ വന്യജീവി പ്രശ്നങ്ങൾ, മലയോര മേഖല നേരിടുന്ന ഈ ഒരു പ്രതിസന്ധി പരിഹരിക്കാൻ ഈ ഒരു തുക അപര്യാപ്തമാണ്. ഇതിന് പുറമെ കൃഷി വകുപ്പിന് 2 കോടി രൂപ വനാതിർത്തികളിൽ മൃഗങ്ങൾ ഇറങ്ങുന്നതിന് തടയുന്നതിന് വേണ്ടി 2 കോടി രൂപ കൂടി അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഏതെല്ലാം മേഖലകളിലാണ് ഈ തുക ചെലവഴിക്കുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തതയും വന്നിട്ടില്ല.
ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യപ്പെടുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഒന്ന് കൂടുതൽ ദ്രുതകർമ്മസേന RRTകളെ രൂപീകരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ സ്ഥിരമായിട്ടുള്ള ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ഒലവക്കോട് മാത്രമാണുള്ളത്. മറ്റ് സ്ഥലങ്ങളിലെല്ലാം താൽക്കാലിക യൂണിറ്റുകൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. അട്ടപ്പാടിയിലാണെങ്കിലും മറ്റ് സ്ഥലങ്ങളിലെല്ലാം മണ്ണാർക്കാട് ഉൾപ്പെടെ താൽക്കാലിക ദ്രുതകർമ്മസേനകൾ മാത്രമാണ്. ഒരു സ്ഥിര സംവിധാനം വരുമ്പോൾ അതിന് 20-ൽ താഴെ 20ഓളം ജീവനക്കാർ, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ഉൾപ്പെടെയുള്ള ഒരു തസ്തികകൾ വരേണ്ടതുണ്ട്. അവർക്ക് വാഹനം, ഓഫീസ് സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട്. അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് അവർ മുഴുവൻ സമയവും വന്യജീവികളെ ഓടിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾ, അത്തരം കാര്യങ്ങൾ പരിഹരിക്കുന്നതിനുമായി ഇവർക്ക് പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളതാണ്. താൽക്കാലിക RRTകൾ വന്നു കഴിഞ്ഞാൽ ദ്രുതകർമ്മ സേന എന്ന് പറഞ്ഞാൽ അവർക്ക് പല പരിമിതികളുമുണ്ട്. നിലവിൽ ഡിപ്പാർട്ട്മെന്റിന്റെ വാഹനം അല്ലെങ്കിൽ വാടകയ്ക്ക് എടുത്ത് ആ വാഹനം ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിന് ചെയ്യാൻ കഴിയുക. ഇപ്പോൾ ഈ ഒരു തുക ഇതിനുവേണ്ടി മാത്രമല്ല, സൗരോർജ്ജ വേലി ഉൾപ്പെടെ നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് ഈ 50,85 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏതെല്ലാം മേഖലകളിൽ ഇപ്പോൾ സംസ്ഥാനത്തെ എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ മലയോര മേഖലകളിലെല്ലാം, മലയോര ജില്ലകളിലെല്ലാം, അത് അവിടെ നിന്ന് തിരുവനന്തപുരത്തിന്റെ തൊട്ട് കാസർഗോഡ് വരികയാണെങ്കിൽ ഭൂരിഭാഗം ജില്ലകളിലും ഈ ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. ആലപ്പുഴ പോലെയുള്ള വളരെ കുറഞ്ഞ ജില്ലകൾ മാത്രമാണ് ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കാതെ വരുന്നത്. പക്ഷെ അവിടെയൊന്നും ഇപ്പോൾ ഈ 50 കോടി രൂപ പാലക്കാട് ജില്ലയ്ക്ക് പോലും തികയാത്തൊരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ ധോണിയിൽ മാത്രം വാളയാർ മുതൽ ധോണി വരെയുള്ള ഒരു ഒറ്റ കിടക്കുന്ന പ്രദേശമാണ്. അവിടെയെല്ലാം തന്നെ ഈ ആനക്കൂട്ടങ്ങൾ സ്ഥിരമായി ഇറങ്ങുന്നു. അതോടൊപ്പം തന്നെ മറ്റ് വന്യമൃഗങ്ങൾ, പുലി ഉൾപ്പെടെയുള്ള കാട്ടുപന്നി, ഇത്തരം ശല്യങ്ങളെല്ലാം നിലവിലുണ്ട്. അട്ടപ്പാടിയിലാണെങ്കിലും നെല്ലിയാമ്പതിയിലാണെങ്കിലും അങ്ങനെയുള്ള പ്രദേശങ്ങളിലെല്ലാം ഈ ഒരു പ്രതിസന്ധി വലിയ തോതിൽ നേരിടുന്നു. നമുക്ക് സമീപ ജില്ലകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ വയനാട് ഏറ്റവും കൂടുതൽ വന്യജീവി സംഘർഷങ്ങൾ നേരിടുന്ന ഒരു ജില്ലയാണ് വയനാട്. അതോടൊപ്പം ഇടുക്കി, ഈ 3 ജില്ലകളിൽ തന്നെ അത്രയേറെ സംഘർഷങ്ങൾ അവിടുത്തെ കർഷകർ നേരിടുന്നുണ്ട്. അവരെ കൃഷിയെല്ലാം വിളവെടുക്കുന്ന സമയത്താണ് ഇതെല്ലാം നശിച്ചു പോകുന്നത്. അപ്പം ഇപ്പോൾ ഈ വകയിരുത്തിയിരിക്കുന്ന തുക ഒട്ടും പര്യാപ്തമല്ല എന്നുള്ളത് തന്നെയാണ് ഈ മേഖലയിലുള്ള ആളുകൾ പറയുന്നത്. കൂടുതൽ തുക കൂടി വകയിരുത്തി കൂടുതൽ പദ്ധതികൾ കൂടി ആളുകൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ ഇനി എങ്ങനെയാണ് ഇതിനെ, ഈ ഒരു വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ സർക്കാർ അതിനെ എങ്ങനെയാണ് പരിഗണിക്കുക? കൃഷി വകുപ്പിന് 2 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. പക്ഷെ 2 കോടി രൂപ കൊണ്ട് കൃഷി വകുപ്പിന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. അപ്പോൾ കൂടുതൽ തുക വകയിരുത്തുകയും അതോടൊപ്പം തന്നെ RRTകളും സൗരോർജ്ജ വേലി മാത്രമല്ല, സൗരോർജ്ജ വേലി പലയിടത്തും പരാജയങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ധോണിയിലെല്ലാം ആവശ്യപ്പെടുന്ന റെയിൽ ഫെൻസിംഗ് ആണ്. വയനാട് അത് വിജയിച്ചൊരു സംഭവമാണ്. പക്ഷേ ഇവിടെ അത് വലിയ ചെലവ് വരുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് ഘട്ടം ഘട്ടമായിട്ടെങ്കിലും ഏറ്റവും കൂടുതൽ വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന സ്ഥലങ്ങൾ, അവരുടെ പാത, അതിൻ്റെ ഇത്തരം ആനത്താരകളെല്ലാം തന്നെ കണ്ടെത്തി അതിനെ എങ്ങനെയാണ് തടയാൻ കഴിയുക എന്നുള്ളത് വിശദമായി പഠിച്ചതിന് ശേഷം ഘട്ടം ഘട്ടമായെങ്കിലും അത്തരം പദ്ധതികൾ നടപ്പിലാക്കണമെന്നൊരാവശ്യം നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതിനുള്ള തുക ഇത് പോരാ. ഇതിൽ കൂടുതൽ തുക വകയിരുത്തുമെന്നൊരു പ്രതീക്ഷയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ നിരാശയാണ് ഇതുമായി ബന്ധപ്പെട്ട, ഈ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാം തന്നെ പറയുന്നത്. ശരി പ്രസാദ്, ഈ ബജറ്റ് വന്ന് ഒന്ന് ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് അടുത്ത കടുവ സാന്നിധ്യത്തെ കുറിച്ചുള്ള വാർത്തകൾ വരുന്നുണ്ട്. വയനാട് അമ്പലവയൽ നെന്മേനി പഞ്ചായത്തുകളുടെ അതിർത്തിയിലെ കടുവയെ കണ്ടതായിട്ടുള്ള വാർത്തയുണ്ട്. ചത്ത നിലയിൽ ഒരു കടുവയെ കണ്ടെത്തിയിട്ടുണ്ട്. അതിനെ ചൊല്ലിയുള്ള പുകിലുകൾ വേറെയുണ്ട്, അതിലേക്കൊക്കെ വരാം. പക്ഷെ ഇപ്പോ ഈ ബജറ്റിലെ വന്യമൃഗ ശല്യം പ്രതിരോധിക്കാനുള്ള നിർദ്ദേശങ്ങളിൽ കടുത്ത പ്രതിഷേധത്തിലും അമർഷത്തിലുമാണ്. അത് അവർ പറയുന്നതിന് പ്രധാന കാരണമുണ്ട്. ഇപ്പൊ പ്രസാദ് അതിലാണ് സൂചിപ്പിച്ച് നിർത്തിയത്. അതായത് ചെറിയ കാര്യങ്ങൾ ചെയ്ത് കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കുകയാണ് സർക്കാർ എന്ന് പറയുന്നു. അവർക്ക് ആവശ്യം ഒരു ശാശ്വത പരിഹാരമാണ്. ഇത് ഈ കാട് വിട്ട് നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയുക, അവിടെ തടയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തടയാതെ അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു സംഘത്തെ നിയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പര്യാപ്തമായ തുകയൊന്നും അനുവദിച്ചിട്ടില്ല. അപ്പോൾ ഇനി എന്ത് ചെയ്യും എന്ന വലിയ ആശങ്ക അവർക്കുണ്ട്. നമ്മൾ വലിയ ആഘോഷമാക്കി കടുവയും ആനയും പിടിക്കുന്നതൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോഴും ഒരു നാട്ടിലേക്ക് കടുവ ഇറങ്ങുന്നു, അവരുടെ ജനജീവിതത്തെ അത് വളരെ വലിയ രീതിയിൽ ബാധിക്കുന്നു. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല, ജോലിക്ക് പോകാൻ കഴിയാതെ ആളുകൾ. അത് എങ്ങനെ ഒരു ശാശ്വത പരിഹാരം ആ പ്രശ്നത്തിൽ ഉണ്ടാകാം എന്നത് ഇപ്പോഴും വ്യക്തതയില്ല എന്നാണ് കർഷകർ പറയുന്നത്. വനം വകുപ്പ് തന്നെ പറയുന്നത് ഇതൊരു അവസാന കൈ പ്രയോഗമാണ്. ഈ ബൈക്ക് വെടി വെച്ച് ക്യാപ്ചർ ചെയ്യുക, എന്നിട്ട് പുനരധിവസിപ്പിക്കുകയോ കാട്ടിലേക്ക് കയറ്റി വിടുകയോ എങ്ങനെയാണ് ഒക്കെ ഉള്ളത്. അതുപോലെ എത്രയോ കുടുംബങ്ങൾ അനാഥമായി കഴിഞ്ഞു. അവർക്കുള്ള നഷ്ടപരിഹാരം കൃത്യമായി കൊടുക്കാൻ സാധിക്കും. സംഘടനകൾ പറയുന്നത് തന്നെ നഷ്ടപരിഹാരത്തിനൊരു പേരിനൊരു തുക RRT പ്രവർത്തകരുടെ, അതായത് ഈ റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ പ്രവർത്തകരുടെ ശമ്പളം, പ്രതിരോധ സംവിധാനം എന്ന് പൊതുവെ പറഞ്ഞിട്ടുണ്ട്. എവിടെയെങ്കിലും ഒരിടത്ത്, ഇപ്പം പ്രസാദ് പറഞ്ഞനുസരിച്ചാണെങ്കിൽ ഈ പൈസ കൊണ്ട് ഒരു ജില്ലയിലെ പോലും
പ്രതിരോധ പ്രവർത്തനമോ ഈ പറയുന്ന റെയിൽ ഫെൻസിംഗ് സാധാരണ ഫെൻസിംഗ് ഒന്നും ഒരിക്കലും ഇതിനൊരു ശാശ്വത പരിഹാരമല്ല. അതെ, നമ്മൾ ആ ചില ദൃശ്യങ്ങളിലൊക്കെ കാണുന്ന പോലെ ആനയൊക്കെ ഈ ഫെൻസിംഗ് ഇങ്ങനെ ചവിട്ടി ഇട്ടതിന് ശേഷം അതിന്റെ മേളിൽ കൂടി കടന്നു പോകുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലടക്കം കാണുന്നുണ്ട് ഈ വലിയ വിഷയം വന്നതിന് ശേഷം. എന്തായാലും ആ കർഷകരുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം, അവരുടെ ആശങ്ക എന്താണെന്നറിയാം. സംസ്ഥാനത്തെ മുഴുവൻ ഫോറസ്റ്റ് ഡിവിഷനുകളിലും വന്യമൃഗ പ്രതിരോധത്തിനായി റാപ്പിഡ് റെസ്പോൺസ് ടീം പ്രവർത്തിക്കുന്നുണ്ട്. 100-ലധികം പേരുണ്ട്. താൽക്കാലിക അടിസ്ഥാനത്തിലെടുത്ത ഇവർക്ക് 14,000 രൂപ പ്രതിമാസ വേതനമാണ്. വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിവർഷം 100 പേർ കൊല്ലപ്പെടുന്നതായാണ് ഔദ്യോഗിക കണക്ക്. 5 ലക്ഷം രൂപയാണ് സർക്കാർ നിശ്ചയിച്ച നഷ്ടപരിഹാരമെങ്കിലും 10 ലക്ഷം രൂപ വരെ നൽകി വരുന്നുണ്ട്. പാമ്പ് കടിച്ചാൽ 2 ലക്ഷവും, വന്യജീവികളുടെ ആക്രമണത്തിൽ പരിക്കേറ്റാൽ 2 ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരം നൽകുന്നുണ്ട്. 23 കടുവാ സങ്കേതങ്ങളും വന്യജീവി സങ്കേതങ്ങളും നിക്ഷിപ്ത സംരക്ഷിത വനങ്ങളുമൊക്കെയാണ് ഉള്ളത്. ഗ്രാമങ്ങളിലേക്ക് ആന ഇറങ്ങാതിരിക്കാൻ കിലോമീറ്ററുകളോളം സൗരോർജ്ജവേലിയും പ്രതിരോധ കിടങ്ങും ഓരോ വർഷവും സ്ഥാപിക്കാറുണ്ട്. കോടികളാണിതിന് ചെലവ്. മറ്റുള്ള ചെലവുകൾ വേറെയും. എന്നാൽ 50,85 ലക്ഷം രൂപയാണ് ഇത്തരം കാര്യങ്ങൾക്കായി ബജറ്റിൽ ആകെ അനുവദിച്ചിട്ടുള്ളത്. മലയോരങ്ങളിൽ വന്യജീവി ശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടി ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന 50.85 ലക്ഷം കോടി രൂപ ഒരു കാരണവശാലും ഇവിടുത്തെ മലയോര ജനതയ്ക്ക് ഈ സംഖ്യ കൊണ്ട് ഒരു വിധത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നില്ല. റാപ്പിഡ് റെസ്പോൺസ് ടീമിന് ശമ്പളം കൊടുക്കാനും അതുപോലെ തന്നെ വനം വകുപ്പിലെ വാച്ചർമാർക്ക് ശമ്പളം കൊടുക്കാനും മാത്രം തികയുന്ന ഒരു സംവിധാനമാണിത്. 1 രൂപ പോലും ഇപ്പോൾ നിലവിലുള്ള 1 രൂപ പോലും ഇത് കൊടുക്കാതെ, കർഷകർക്ക് കൊടുക്കാതെ വെച്ചിരിക്കുന്ന 1 രൂപ പോലും കൊടുക്കാനും പറ്റാത്ത രീതിയിലാണ് ഇത്. തീർച്ചയായിട്ടും കർഷക ദ്രോഹമായ നടപടിയാണ് ഈ എടുത്തിരിക്കുന്നത്. വന്യജീവി ശല്യം വർദ്ധിച്ചു വരുന്ന കാലത്ത് ഈ തുക ഉപയോഗിച്ചുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ എവിടെയും എത്തില്ലെന്ന് കർഷകർ പറയുന്നു. അപര്യാപ്തമായ തുക അനുവദിച്ച് സർക്കാർ കർഷകരുടെ കണ്ണിൽ പൊടിയിടുകയാണ് ചെയ്തതെന്നാണ് ആരോപണം. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. രതീഷ് വാസുദേവനുണ്ട് വയനാട്ടിൽ നിന്നുള്ള ഏറ്റവും പുതിയ വന്യജീവി വാർത്തയുമായി. രതീഷ്, ഒരു ഭാഗത്ത് വയനാട്ടിലെ അമ്പലവയൽ നെന്മേനി പഞ്ചായത്തുകളുടെ അതിർത്തിയിൽ കടുവയെ കണ്ടതായിട്ടുള്ള വാർത്ത വരുന്നു. അതിന് പിന്നാലെയാണ് നെന്മേനിയിൽ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ സ്ഥലമുടമയ്ക്കെതിരെ കേസെടുക്കാനുള്ളൊരു നീക്കവും അതിനെതിരെ വ്യാപകമായ പ്രതിഷേധവും ഉയർന്നു. വനംവകുപ്പിനെതിരെ CPM ജില്ലാ സെക്രട്ടറി അടക്കം രംഗത്ത് വന്നിരിക്കുകയാണ്. എന്താണ് ഇത് സംബന്ധിച്ച വാർത്തകൾ, ജനങ്ങളുടെ ഒരു പ്രതികരണം? ഗുഡ് മോർണിംഗ് പ്രദീപ്, അശ്വതി. ഈ ബജറ്റിന്റെ തലവേദനയും വിവാദങ്ങളും ഒക്കെ തുടരുന്നതിനിടയിൽ വയനാട്ടുകാർക്ക് ഇതൊന്നുമല്ല വളരെ പ്രധാനപ്പെട്ട കാര്യം. കാരണം അമ്പലവയൽ പ്രദേശത്ത്, പൊന്മുടിക്കോട്ട പ്രദേശത്തൊക്കെ തന്നെ മാസങ്ങളായി, 2 മാസക്കാലം അധികമായി കടുവയുടെ സാന്നിധ്യം കണ്ടിട്ട് ഒരു കടുവയെ പിടികൂടി മറ്റൊരു കടുവ ചത്ത നിലയിൽ കണ്ടെത്തി. ഇതിനിടയിൽ ഈ ചത്ത നിലയിൽ ഈ കടുവ കണ്ടെത്തിയ ആ സ്ഥലമുടമയുടെ പേരിൽ കേസെടുക്കാനുള്ള ഒരു നടപടി വലിയ വിവാദമായിരിക്കുകയാണ്. CPM ജില്ലാ സെക്രട്ടറി, അതേപോലെ തന്നെ CPI, കോൺഗ്രസ് എല്ലാ സംഘടനകളും ശക്തമായി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പ്രതിരോധിക്കുന്നുണ്ട്. സാങ്കേതികമായ അർത്ഥത്തിലാണ് ഈ വനംവകുപ്പിന്റെ ഒരു സ്വാഭാവിക നടപടിക്രമമാണിത്. ഈ കടുവ ചത്ത സ്ഥലമുടമയ്ക്കെതിരെ കേസെടുക്കുന്നു, അദ്ദേഹത്തെ 1-ാം പ്രതിയാക്കിയാണ്. സാധാരണ അങ്ങനെയാണ്. ഇനി അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ആരോഗ്യ പ്രശ്നമുള്ള ആളാണ്. അദ്ദേഹം പറയുന്നത് താൻ അറിഞ്ഞിട്ടില്ല, താൻ വർഷങ്ങളായി ഈ സ്ഥലങ്ങളിലേക്കൊന്നും പോകാറില്ല. അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ നമുക്കും ബോധ്യപ്പെട്ടതാണ്. പക്ഷെ സാങ്കേതികമായി ഇദ്ദേഹം പ്രതിയാവുന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യം, ഒരു പ്രശ്നമായി വരുന്നത്. ഇത് സംഘടനകളും ഒക്കെ പ്രതിഷേധവുമായി രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് CPMന്റെ ജില്ലാ സെക്രട്ടറി P. ഗഗാറിൻ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള അറസ്റ്റ് അനുവദിക്കില്ലെന്ന് പറഞ്ഞത്. കാരണം വയോധികനായ ഇദ്ദേഹത്തെ എന്തിനാണ് മനുഷ്യത്വമില്ലാതെ ഈ രീതിയിൽ സാങ്കേതികത്വം പറഞ്ഞ് വനംവകുപ്പ് കൊടുക്കുന്നത് എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. അത് ആ രീതിയിൽ നാട്ടുകാരുടെ ഭാഗത്ത് നോക്കുമ്പോൾ അത് ന്യായവുമാണ്. സാങ്കേതികമായി മാത്രമാണ് ഇദ്ദേഹം പ്രതിയാവുന്നത്. കാര്യങ്ങൾ അറിയാം. കടുവയെ കെണിവെക്കാൻ ഇദ്ദേഹത്തിന് ഒരു ഉദ്ദേശവുമില്ല. അദ്ദേഹം മാത്രവുമല്ല, കെണിവെച്ചത് അദ്ദേഹവുമല്ല എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ഇത് സംബന്ധിച്ച് അദ്ദേഹം അമ്പലവയൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഈ കെണിവെച്ചത് ആരാണെന്ന് സംബന്ധിച്ചുള്ള പരിശോധന നടത്തണം, അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനിടയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ പൊന്മുടി കോട്ടയുടെ ഏതാനും കിലോമീറ്റർ അകലെ അമ്പലവയൽ നെന്മേനി പഞ്ചായത്തിലെ അതിർത്തിയിൽ ഇന്നലെ വൈകിട്ട് ഒരു സ്കൂൾ വിദ്യാർത്ഥിനി വീടിനടുത്ത് വെച്ച് കടുവയെ കണ്ടത്. ആ കുട്ടി അതിന്റെ ഷോക്കിൽ ഇപ്പോൾ ആശുപത്രിയിലാണ്. വലിയ തരത്തിൽ ആശങ്ക വീണ്ടും ആ പ്രദേശത്തുണ്ടാകുന്നു. കാരണം ഈ പ്രദേശത്ത് 3 കടുവകളാണ് ഉണ്ടായിരുന്നത്. ഒരു തള്ളക്കടുവ, അതിനെ 2 മാസം മുമ്പ് പിടികൂടി വനംവകുപ്പ്
ഹോസ്പിറ്റൽ സെന്ററിലേക്ക് മാറ്റി. മറ്റൊന്ന്, ഈ കടുവകൾ 2 കുട്ടികളായിരുന്നു. അതിലൊരു കുട്ടിക്കടുവയാണ് ചത്ത നിലയിൽ കണ്ടത്, 1.25 വയസ്സുള്ളത്. മറ്റൊരു കടുവ, അതിനൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു കടുവയാണ് ഈ പ്രദേശത്ത് ഉള്ളത് എന്നതാണ് വനംവകുപ്പ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അത്തരം ഒരു സൂചനകളിലേക്കാണ് അവർ പോകുന്നത്. കഴിഞ്ഞ ദിവസം അതിന്റെ സാന്നിധ്യമൊക്കെ അവർ സ്ഥിരീകരിച്ചിരുന്നു. ഈ കുട്ടിയുടെ ദൃക്സാക്ഷിത്വം, അതായത് കുട്ടി ഇത് കണ്ടതോടെ ഈ കടുവ ഈ പ്രദേശത്തുണ്ടെന്ന് ഉറപ്പായി കഴിഞ്ഞു. പക്ഷേ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ഈ കുട്ടിക്കടുവയെ കൂട് വെച്ച് പിടികൂടുന്നതിലെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ വനംവകുപ്പിനെ അലട്ടുന്നുണ്ട്. എന്നാലും ആളുകളുടെ ആത്മവിശ്വാസം കൂട്ടുന്നതിന് വേണ്ടി പ്രദേശത്ത് പട്രോളിംഗ് ഉൾപ്പെടെ വനംവകുപ്പ് നടത്തുന്നുണ്ട്. എന്നാലും കടുവയെ ഏതെങ്കിലും തരത്തിൽ തുരത്തുക പ്രദേശത്ത് നിന്നായിരിക്കും വനംവകുപ്പ് പ്രധാനമായിട്ടും പ്രാമുഖ്യം നൽകുക. എന്തായാലും അത്തരം പ്രവർത്തനങ്ങൾ ഇന്നു മുതൽ ആരംഭിക്കാൻ സാധ്യതയുണ്ട്. ക്യാമറ ട്രാപ്പ് ഉൾപ്പെടെ സ്ഥാപിച്ചുകൊണ്ട് പ്രദേശത്ത് തിരച്ചിൽ നടത്തി ഈ കടുവയുടെ സാന്നിധ്യം ഉറപ്പിക്കുക, കടുവയെ അവിടുന്ന് തുരത്തുക എന്നതായിരിക്കും വനംവകുപ്പ് ചെയ്യുന്ന പ്രധാന കാര്യങ്ങൾ. കാരണം കൂട് വെച്ച് പിടികൂടാൻ, ഇത്തരം ചെറിയ കുട്ടിക്കടുവകളെ പിടികൂടാൻ രതീഷ് നേരത്തെ സൂചിപ്പിച്ചു ബജറ്റ് അല്ല വലിയ കാര്യം എന്ന് പറയുമ്പോഴും അവിടെ വന്യമൃഗ ശല്യം വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ പാലക്കാടും വയനാടുമായിരുന്നു ഏറ്റവും പ്രതിസന്ധിയുള്ളത് ഈ പ്രശ്നത്തിൽ. അപ്പോ വയനാട്ടിൽ നമ്മൾ കണ്ടതാണ് ആനയുടെയും കടുവയുടെയും ആക്രമണം നിരന്തരം ഉണ്ടായിരുന്നു. ഒരുപാട് വളർത്തു മൃഗങ്ങളെ ആക്രമിച്ചു. ഒപ്പം ജീവനും സ്വത്തിനും ഭീഷണിയുണ്ട് അവർക്കിപ്പോഴും. ഈ ബജറ്റ് പ്രഖ്യാപനത്തിന് ശേഷം രതീഷ് ഒരുപാട് ഇത്തരത്തിലുള്ള ആളുകളുമായി സംസാരിക്കുന്നതാണല്ലോ, അവരുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? ബജറ്റിൽ 50 കോടി വകയിരുത്തി എന്ന് പറയുമ്പോഴും അത് അവർക്ക് ഏതെങ്കിലും രീതിയിൽ ആശ്വാസം പകരുന്നുണ്ടോ രതീഷ്? ചോദിക്കുന്നത് വനാതിർത്തി വേർതിരിക്കാനോ ഫെൻസിങ്ങിനോ അല്ലെങ്കിൽ അതിന് ശാശ്വത പരിഹാരത്തിനോ ഒന്നും ഇത് സാധ്യമാകുന്നില്ല, ഈ പണം കൊണ്ട് നടക്കില്ല എന്നുള്ളതാണ് വാസ്തവം. അതാണ് രതീഷും വയനാട്ടിൽ നിന്നും പങ്കുവെക്കുന്നത്. താങ്ക് യു രതീഷ്. നമ്മൾ ഇനി പോകുന്നത് ഇടുക്കിയിലേക്കാണ്. ഇടുക്കി ശാന്തൻപാറ പന്നിയാറിൽ കാട്ടാന ആക്രമണത്തിൽ തകർന്ന റേഷൻ കടയ്ക്ക് ചുറ്റും വനംവകുപ്പ് സോളാർ വെയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. വളരെ അതെ, കേൾക്കുമ്പോൾ തമാശയാണ്. കാരണം അത് എനിക്ക് തോന്നുന്നു എപ്പോ കാട്ടാന ഇറങ്ങിയാലും, പ്രത്യേകിച്ച് അരിക്കൊമ്പൻ അവിടെ ഇറങ്ങിയാൽ തകർക്കുന്ന ഒരു റേഷൻ കടയാണിത്. ഈ റേഷൻ കട തകർക്കുക എന്നുള്ളത് അരിക്കൊമ്പന്റെ ഒരു ഹോബിയാണ്. തകർക്കുക, അവിടെ നിന്ന് അരിയെടുത്ത് കഴിക്കുക, പോവുക. ഇത് വീണ്ടും ഈ റേഷൻ കട അവര് തട്ടിക്കൂട്ടി വെക്കും, വീണ്ടും പോയി. ഈ കെട്ടിടം ഒന്ന് ബലപ്പെടുത്തണം എന്നുള്ള ആവശ്യത്തിന് ഒരുപാട് വർഷങ്ങളുടെ പഴക്കമുണ്ട്. പക്ഷെ ഇപ്പോ പറഞ്ഞിരിക്കുന്നത് സോളാർ വേലി സ്ഥാപിക്കുകയാണ്. ചുറ്റിനും ഒരു സോളാർ വേലി സ്ഥാപിച്ചു. ഒരു പ്രഖ്യാപനം കൂടെ പന്നിയാറിലും ആനയിറങ്കലിലും റേഷൻ കടകൾക്കായി പുതിയ കെട്ടിടം ഏതാണ്ട് ഉരുക്കുകൊണ്ടോ കരിങ്കല്ലോ കൊണ്ടോ മറ്റോ ഉണ്ടാക്കുമോ എന്നറിയില്ല. എന്തായാലും ഒന്ന് കാണാം സോളാർ ഫെൻസിങ്ങിന്റെ വാർത്ത. 2 ആഴ്ചക്കിടെ 5 തവണയാണ് പന്നിയാറിലെ റേഷൻ കട അരിക്കൊമ്പൻ ആക്രമിച്ചത്. അവസാനത്തെ ആക്രമണത്തിൽ കെട്ടിടം പൂർണ്ണമായും തകർന്നു. മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമായതോടെയാണ് സോളാർ വേലി ഒരുക്കാൻ വൈദ്യുതി വകുപ്പ് പദ്ധതി തയ്യാറാക്കിയത്. പന്നിയാർ എസ്റ്റേറ്റിലെ സ്കൂൾ, കളിസ്ഥലം, ആരാധനാലയം തുടങ്ങിയവയ്ക്ക് സംരക്ഷണം ഒരുക്കിയാണ് വേലി നിർമ്മിച്ചിരിക്കുന്നത്. ആ പ്രദേശത്ത് ഇനി ഒരു ഭയം കൂടാതെ റേഷൻ കട തുടർന്നു കൊണ്ടുപോകാനും അതോടൊപ്പം തന്നെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിനും യാതൊരു പ്രശ്നമില്ലാത്ത തരത്തിലേക്ക് ആ സംവിധാനം ഒരുക്കിയ ഫോറസ്റ്റിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. പറഞ്ഞ സമയത്ത് തന്നെ കൃത്യമായിട്ട് അവരത് നടപ്പാക്കിയിട്ടുണ്ട്. റേഷൻ കട താൽക്കാലികമായി പോസ്റ്റ് ഓഫീസ് കെട്ടിടത്തിലേക്ക് മാറ്റി. പന്നിയാറിനൊപ്പം ആനയിറങ്കലിലെയും റേഷൻ കടകൾക്കായി പുതിയ കെട്ടിടം നിർമ്മിക്കണമെന്ന് ജില്ലാ കലക്ടർ ഹാരിസൺ മലയാളം കമ്പനിയോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. കാട്ടാന ആക്രമണം പതിവായ സാഹചര്യത്തിൽ ചിന്നക്കനാൽ, ശാന്തൻപാറ പഞ്ചായത്തുകളിൽ ഉൾപ്പെടുന്ന സിംഗുകണ്ടം, ചെമ്പകത്തൊഴിക്കുടി, BL റാം, കോഴിപ്പനക്കുടി തുടങ്ങിയ മേഖലകൾക്കും സംരക്ഷണമൊരുക്കാൻ ഫെൻസിംഗ് സ്ഥാപിക്കും. ആകെ 21.7 കിലോമീറ്റർ ദൈർഘ്യത്തിൽ ഹാങ്ങിംഗ് സോളാർ ഫെൻസിംഗ് ഒരുക്കാനാണ് വനം വകുപ്പിന്റെ പദ്ധതി. ന്യൂസ് 18 നെടുങ്കണ്ടം. അപ്പോൾ ബജറ്റിന്റെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ബജറ്റ് സംബന്ധിച്ച പ്രതികരണങ്ങളുണ്ട്. നമ്മുടെ ഇൻപുട്ട് എഡിറ്റർ TG സജിതിന് ധനമന്ത്രി KN ബാലഗോപാൽ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വളരെ ശക്തമായി തന്നെ ബജറ്റ് നിർദ്ദേശങ്ങളെ പ്രതിരോധിക്കുന്നുണ്ട്, ന്യായീകരിക്കുന്നുണ്ട്. ഇതൊക്കെ കാണാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. നമസ്കാരം. രണ്ടാം പിണറായി സർക്കാരിൻ്റെ രണ്ടാമത്തെ ബജറ്റ് ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചു. ഈ ബജറ്റ് ദിവസത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. രാവിലെ മുതൽ മാധ്യമങ്ങൾ മൊത്തം ധനമന്ത്രിയുടെ വീട്ടിലാണ്. കൂളി, തേവാരം, പല്ല് തേപ്പ്, രാവിലത്തെ പ്രഭാത ഭക്ഷണം, ഇത് മുഴുവൻ ലൈവാണ്. ധനമന്ത്രിയെ കാണാൻ ആര് വന്നാലും ലൈവാണ്. രാവിലെ
ഗവൺമെന്റ് പ്രസിൽ നിന്ന് ഉദ്യോഗസ്ഥർ അച്ചടിച്ച ബജറ്റുമായി ധനമന്ത്രിയെ കാണാനെത്തി. ബജറ്റ് കൈയോടെ അദ്ദേഹത്തിന്റെ കയ്യിലേൽപ്പിച്ചു. ഇത് വാങ്ങിയിട്ട് ധനമന്ത്രി മാജിക്ക് ഒന്നുമില്ല. എല്ലാവരെയും കൂട്ടിച്ചേർത്ത് നിങ്ങളെല്ലാവരെയും കൂട്ടിച്ചേർത്ത് കേരളത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ്. അതുതന്നെയാണ് ജനകീയ മാജിക്കാണ്. ജനങ്ങളെല്ലാം ചേർത്തുകൊണ്ടുള്ള പ്രവർത്തനം. എല്ലാവരുടെയും സഹായത്തോടു കൂടി കേരളം ഒരിക്കലും പിന്നോട്ട് നിൽക്കില്ല, അതിശക്തമായിട്ട് മുന്നോട്ട് പോകും. എല്ലാവരെയും കൂട്ടിച്ചേർത്തുള്ള ഏറ്റവും നല്ല തരത്തിലുള്ള വികസന കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. സംസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ പോകുന്ന വളരെ കാര്യക്ഷമമായ പ്രഖ്യാപനങ്ങളുള്ള ഒന്നാം തരം ബജറ്റാണ് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത്. ഇത് ഞാൻ അവതരിപ്പിക്കും. സ്വപ്നം കാണാൻ ഇനി എന്തൊക്കെ വേണം. ധനമന്ത്രി വീട്ടിൽ നിന്നിറങ്ങി നിയമസഭയിലെത്തി. MLA-മാർ ചുറ്റും കൂടി ഞങ്ങൾക്കുള്ളത് എല്ലാവർക്കും ഉള്ളത് ഇവിടെ ഭദ്രമാണ്. 9 മണിക്ക് ബജറ്റ് അവതരണം തുടങ്ങി. പ്രതീക്ഷയോടെ എല്ലാവരും കാത്തിരിക്കുകയാണ്. വമ്പൻ പ്രഖ്യാപനങ്ങൾ വന്നിട്ടുണ്ട്. കുടുംബശ്രീക്ക് ഇത്ര കോടി, ആരോഗ്യ മേഖലയ്ക്ക്, വിദ്യാഭ്യാസ മേഖലയ്ക്ക്, എല്ലാ മേഖലയ്ക്കും ഒരു പരിഗണന വെച്ച് പൈസയൊക്കെ കൊടുത്തിട്ടുണ്ട്. വലിയ കുഴപ്പമില്ല എന്ന് എല്ലാവരും പ്രതീക്ഷിക്കുമ്പോൾ ചില പ്രഖ്യാപനങ്ങൾ വന്നു. ആർക്കൊക്കെ എന്തൊക്കെ കൊടുത്താലും വേഷ കിട്ടിയത് നാട്ടുകാർക്കാണ്. സംസ്ഥാനത്തെ മുന്നോട്ട് നടത്താനുള്ള ബജറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ മുന്നോട്ട് പോകണമോ പിന്നോട്ട് പോകണോ സൈഡിലോട്ട് പോകണോ എന്ന ആശങ്കയിലാണ്. ബജറ്റിൻ്റെ ആകെ തുക എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. എണ്ണ വില കുറയ്ക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ലിറ്ററിന് 2 രൂപ കൂട്ടുകയാണ് ചെയ്തത്. പെട്രോളിനും കൂട്ടി, ഡീസലിനും കൂട്ടി. എന്നാൽ പിന്നെ ഇലക്ട്രിക് വാഹനം വാങ്ങാം എന്ന് വച്ചാൽ അതിൻ്റെ നികുതി കൂട്ടിയിട്ടുണ്ട്. പോരാഞ്ഞ് കറണ്ട് ചാർജ് കൂട്ടിയിട്ടുണ്ട്. വീട്ടിൽ വെറുതെ ഇരിക്കാം എന്ന് വെച്ചാൽ വീട്ടുകാരെ കുത്തനെ കൂട്ടി. അതിന് ഡീറ്റെയിൽസ് വരാൻ കിടക്കുന്നതേ ഉള്ളൂ. വീട് അടച്ചിട്ട് എങ്ങോട്ടെങ്കിലും പോകാമെന്ന് വെച്ചാലോ അടച്ചിട്ട വീടിന് പ്രത്യേക നികുതി വരുന്നുണ്ട്. അത്രയും വീട് വിറ്റിട്ട് എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാമെന്ന് വെച്ചാൽ ഭൂമിയുടെ ന്യായവില 20% കൂട്ടിയത്. ഇച്ചിരി പാട് വീട് വിൽക്കാൻ. പിന്നെ രജിസ്ട്രേഷനും ഒക്കെ കൂട്ടിയിട്ടുണ്ട്. ഇതൊക്കെ മറക്കാൻ 2 അടിക്കാമെന്ന് വെച്ചാലോ 1000 രൂപയ്ക്ക് മുകളിലുള്ള മദ്യത്തിനും ബോട്ടിലിന് 40 രൂപ നിരക്കിലുമാണ് സെസ്. സാധാരണ കൗണ്ടറിൽ പോയാലും പ്രീമിയം കൗണ്ടറിൽ പോയാലും കയ്യിൽ നിന്ന് കാശ് പോകും എന്ന് സാരം. ആഴ്ചയിൽ ഒരിക്കൽ മദ്യപിക്കുന്നയാളിന് പ്രതിവർഷം 2000 രൂപയുടെ അധികം ചെലവ് വരും. കൂപ്പാടും പതക്കേടും വരത്തേ ഉള്ളൂ. പിന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുക എന്നുള്ള പേരിൽ മദ്യത്തിനും അതുപോലെ തന്നെ പെട്രോളിനും ഡീസലിനും കൂടി ചാർജ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചു. എങ്ങനെ ജീവിക്കും എന്നാണ് ചോദിക്കുന്നത്. ആശങ്കപ്പെടേണ്ടതില്ല. കാരണം എല്ലാവരും ഒരിക്കലും താങ്ങാൻ വയ്യാത്ത ഭാരം LDF ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടില്ല. നമസ്കാരം. രണ്ടാം പിണറായി സർക്കാരിൻ്റെ രണ്ടാമത്തെ ബജറ്റ് ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചു. ഈ ബജറ്റ് ദിവസത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. രാവിലെ മുതൽ മാധ്യമങ്ങൾ മൊത്തം ധനമന്ത്രിയുടെ വീട്ടിലാണ്. കുളി, തേവാരം, പല്ല് തേപ്പ്, രാവിലത്തെ പ്രഭാത ഭക്ഷണം, ഇത് മുഴുവൻ ലൈവാണ്. ധനമന്ത്രിയെ കാണാൻ ആര് വന്നാലും ലൈവാണ്. രാവിലെ ഗവൺമെന്റ് പ്രസിൽ നിന്ന് ഉദ്യോഗസ്ഥർ അച്ചടിച്ച ബജറ്റുമായി ധനമന്ത്രിയെ കാണാനെത്തി. ബജറ്റ് കൈയോടെ അദ്ദേഹത്തിന്റെ കയ്യിലേൽപ്പിച്ചു. ഇത് വാങ്ങിയിട്ട് ധനമന്ത്രി പ്രഭാത കേരളം തിരുവനന്തപുരം കവടിയാർ പാർക്കിൽ നിന്നും തുടരുകയാണ്. ഇവിടെ ഒരുപാട് പേര് വ്യായാമം ചെയ്യാനായി രാവിലത്തെ പ്രഭാത നടത്തത്തിനായൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവരുടെ വ്യായാമമൊക്കെ തുടരുകയാണ്. ഞങ്ങൾ അതിനിടയിലാണ് ഇവിടെ ഉള്ളത്. എന്തായാലും ബജറ്റ് സംബന്ധിച്ച പ്രതിഷേധ വാർത്തകൾ അവസാനിക്കുന്നില്ല. സർക്കാർ ജീവനക്കാരുടെ പ്രതിഷേധവും പുറത്തു വരികയാണ്. പ്രത്യേകിച്ച് CPIയുടെ നേതൃത്വത്തിലുള്ള അധ്യാപക ജീവനക്കാരുടെ സർവീസ് സംഘടനകളുടെ ഒരു സമരസമിതിയുണ്ട്. അവരുടെ പ്രതിഷേധം എന്ന് പറയുന്നത് ക്ഷാമബത്ത അനുവദിക്കാത്തതിലാണ് ഇവരുടെ പ്രതിഷേധം. ജീവനക്കാരെയും അധ്യാപകരെയും അവഗണിച്ചത് നിരാശാജനകമാണെന്ന് പറയുന്നത് അധ്യാപക സർവീസ് സംഘടന സമരസമിതിയാണ്. സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ലഭ്യമാകേണ്ട ക്ഷാമബത്ത കുടിശ്ശിക 15% ഉയരുകയാണ്.
എന്നാൽ ബജറ്റിൽ പരിഗണന ലഭിക്കാത്തതിൽ നിരാശയുണ്ടെന്ന് അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി. സർക്കാർ ജീവനക്കാരോട് എന്നും അനുഭാവപൂർവമായ നിലപാടാണ് മുൻ ഇടതുപക്ഷ സർക്കാരുകൾ സ്വീകരിച്ചിട്ടുള്ളത്. അതിൽ നിന്നും വ്യത്യസ്തമായ നയമാണ് ഇപ്പോഴത്തെ സർക്കാർ സ്വീകരിക്കുന്നതെന്ന് സമരസമിതി തുറന്നടിച്ചു. ജീവനക്കാർക്ക് വലിയൊരു വിഷമം ഈ പ്രാവശ്യ ബഡ്ജറ്റോട് നമ്മൾ വളരെ പ്രതീക്ഷിച്ചിരുന്നു. ഒരു ഗഡു ശാപത്തെങ്കിലും അനുവദിക്കുമെന്ന പ്രതീക്ഷയായിരുന്നു ജീവനക്കാർക്കെല്ലാം ഉണ്ടായിരുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ശമ്പളം നമ്മൾ മുമ്പ് പറയാറുണ്ട്, ശമ്പളം ബാങ്കിലിട്ട് സൂക്ഷിക്കാനല്ല. സർക്കാർ ജീവനക്കാരുടെ ആസ്തിയെ സംബന്ധിച്ചും അവരുടെ കടബാധ്യതകളെ സംബന്ധിച്ചും എല്ലാം പരിശോധിച്ചാൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ വായ്പ എടുക്കുന്നവരായി സർക്കാർ ജീവനക്കാർ മാറിക്കൊണ്ടിരിക്കുകയാണ്. സഹകരണ ബാങ്കുകളിൽ നിന്ന്, ജീവനക്കാർക്കുള്ള സഹകരണ ബാങ്കുകളിൽ നിന്ന് മുമ്പത്തേക്കാൾ അധികം വായ്പ എടുത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയിൽ സർക്കാർ ജീവനക്കാർ മാറിക്കൊണ്ടിരിക്കുന്നു. എല്ലാ ജനവിഭാഗത്തിനും ദാരിദ്ര്യമുണ്ട് എന്നറിയാമെങ്കിൽ തന്നെയും അതിനോടൊപ്പം ഈ നമ്മുടെ മാർക്കറ്റിനകത്ത് ഏറ്റവും അധികം പണം ചിലവഴിക്കുന്ന ഒരു വിഭാഗത്തിനെ കൂടി തഴയുന്നത് മാർക്കറ്റിലെ തന്നെ കമ്പോള വ്യവസ്ഥയെ തന്നെ ബാധിക്കുമെന്നാണ്. സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ഇരുട്ടടിയാകുന്ന ബജറ്റിനെതിരെ സർക്കാർ ജീവനക്കാർ കൂട്ടത്തോടെ സമരത്തിനിറങ്ങേണ്ട അവസ്ഥയെന്ന് NGO അസോസിയേഷൻ. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും എല്ലാ ആനുകൂല്യങ്ങളും സർക്കാർ പിടിച്ചു വച്ചിരിക്കുകയായിരുന്നു. ഈ ബഡ്ജറ്റിലെങ്കിലും അതിലൊരു മാറ്റമുണ്ടാകുമെന്നാണ് കരുതിയിരുന്നത്. ഇപ്പോൾ ഇവിടെ യാത്ര ചെയ്ത് പോകാനുള്ള പണം മാത്രം അല്ലെങ്കിൽ ശമ്പളം അതിനു വേണ്ടി മാത്രം വിനിയോഗിക്കേണ്ട ഒരു സാഹചര്യം, ഗുരുതരമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ബജറ്റിൽ സംസ്ഥാന സർക്കാരിനെതിരെ പൊതുജനങ്ങൾക്കിടയിൽ നിന്ന് തന്നെ പ്രതിഷേധമുയരുമ്പോഴാണ് സർക്കാർ ജീവനക്കാരുടെ ഭരണാനുകൂല സംഘടന തന്നെ പ്രതിഷേധവുമായി എത്തുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. അപ്പൊ ബജറ്റിനെ സംബന്ധിച്ചുള്ള പ്രതിഷേധം ബജറ്റ് പ്രസംഗം കഴിയാൻ വേണ്ടി കാത്തു നിന്നില്ല. ബജറ്റ് പ്രസംഗത്തിനിടയിൽ തന്നെ ചില പുതിയ നികുതി നിർദ്ദേശങ്ങൾ, പ്രത്യേകിച്ച് ഇന്ധന വിലയിലെ സെസ്സിന്റെ പ്രഖ്യാപനം വന്നപ്പോൾ വലിയ തോതിലുള്ള ഒച്ചപ്പാടും ബഹളവും പ്രതിഷേധ സ്വരവും മുദ്രാവാക്യവുമാണ് നിയമസഭയ്ക്കുള്ളിൽ. കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകർക്ക് മനസ്സിലായില്ലായിരുന്നു. കാരണം ഇടയ്ക്കിടയ്ക്ക് ധനമന്ത്രി ചിരിക്കുന്നുണ്ടായിരുന്നു. ഈ പ്രതിഷേധങ്ങൾ കേട്ട് അദ്ദേഹം വായിക്കും തോറും ചിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ചത് എന്തിനാണ് അദ്ദേഹം ചിരിക്കുന്നത്. പക്ഷെ അതിനുശേഷമാണ് മനസ്സിലായത് അവിടെ വലിയ പ്രതിഷേധം ഓരോന്ന് വായിക്കുമ്പോഴും ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ. ഇതൊക്കെ പ്രതീക്ഷിച്ചിരുന്നു എന്നൊക്കെ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ധനമന്ത്രി ഇന്നലെ ന്യൂസ് 18 കേരളത്തോട് സംസാരിച്ചു. TG അജിത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം ബജറ്റിനെ കാര്യമായി പ്രതിരോധിക്കുകയാണ്. അല്ലെ, ബജറ്റിലെ നികുതി നിർദ്ദേശങ്ങൾ സംബന്ധിച്ച് ഇടതുമുന്നണിയിൽ അഭിപ്രായ ഭിന്നത ഇല്ല എന്നാണ് ധനമന്ത്രി ഉറപ്പിച്ചു പറയുന്നത്. പാർട്ടിയുടെയും മുന്നണിയുടെയും നിലപാടാണ് ബജറ്റിൽ പ്രതിഫലിച്ചതെന്നും ബാലഗോപാൽ പറയുകയാണ്. മാത്രമല്ല കേന്ദ്ര നയങ്ങളാണ് നികുതി വർധനയ്ക്ക് ഇടയാക്കിയതെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഒരു പ്രതിസന്ധി മുന്നിൽ കാണേണ്ട ഒരു വിഷയം ഇതിനകത്തില്ല. ഇതെല്ലാം കോമൺ ഗുഡാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് ചെയ്യുമ്പോൾ ഇടതുപക്ഷ മുന്നണിക്ക് വേണ്ടി മാത്രവുമല്ല, കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഇപ്പോൾ ഈ കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന സമീപനം പോലെ ഇതിപ്പോൾ ഇതിനെയും നിയമസഭ ചർച്ച ചെയ്ത് പാസ്സായി കഴിഞ്ഞാൽ അടുത്ത വർഷമാണ് ബാധകമാവുന്നത്. ഇതിപ്പോൾ നാളെ തൊട്ട് പിരിക്കുന്നതല്ല. നിയമസഭയിൽ ധനകാര്യമന്ത്രി വെക്കുന്നൊരു പ്രപ്പോസൽ അവിടെ ചർച്ച ചെയ്ത് എല്ലാവരും ചർച്ച ചെയ്ത് അതിനകത്തെ കാര്യങ്ങൾ അംഗീകരിച്ച് ഫൈനാൻസ് ബില്ലായിട്ട് വന്ന് അത് അംഗീകരിക്കുകയാണ്. അപ്പോൾ അത്തരം പ്രോസസ്സുണ്ട്. ബജറ്റിനെതിരെ നടക്കുന്ന പ്രതിഷേധങ്ങളെ രാഷ്ട്രീയമായി തന്നെ നേരിടും എന്നാണ് ധനമന്ത്രിയിലെ രാഷ്ട്രീയക്കാരൻ പ്രതികരിക്കുന്നത്. ഈ പ്രതിഷേധം ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ തനിക്ക് അറിയാമായിരുന്നു. പക്ഷേ ബജറ്റ് പൂർത്തിയാക്കും മുമ്പ് അങ്ങനെ ഒരു പ്രതിഷേധം ബോധപൂർവമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എതിർപ്പുകളൊക്കെ ഉണ്ടെങ്കിലും സംസ്ഥാനത്തിന്റെ ഭാവിയെ മുന്നിൽ കണ്ടുള്ള ബജറ്റാണ് അവതരിപ്പിച്ചതെന്നും KN ബാലഗോപാൽ ന്യൂസ് 18 പറഞ്ഞു. ഈ രാഷ്ട്രീയമായ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് അങ്ങ് മുന്നിൽ കാണുന്നു എന്ന് പറയുമ്പോൾ തന്നെ രാഷ്ട്രീയമായ പ്രതിസന്ധി ഉണ്ടാകുമെന്നല്ല, സമരങ്ങൾ ഉണ്ടാകുമെന്ന രാഷ്ട്രീയമായിട്ടുള്ള ശക്തമായ എതിർപ്പ് വിമർശനവും വരും. അത് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ കുറച്ച് കുറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ഭാവിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം പറയേണ്ടത്, ഇന്നലെ ഒരുപാട് പേരുടെ സ്റ്റാറ്റസ് സോഷ്യൽ മീഡിയയിൽ വാട്സപ്പിലൊക്കെ ആണെങ്കിലും വന്നത് പിണറായി വിജയൻ 2015 ഏപ്രിൽ 30 ഒരു പോസ്റ്റാണ്. പെട്രോൾ ഡീസൽ വില വർധന നല്ല നാളിന്റെ ലക്ഷണമാണോ? ആ പോസ്റ്റ് ഇന്നലെ വീണ്ടും കുറെ പേര് കുത്തിപ്പൊക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ഭാവിക്കായിട്ട് അല്ലെങ്കിൽ കേരളത്തിന്റെ നല്ല ഭാവിക്കായിട്ടാണ് ഈ ബജറ്റ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് അതാണ്. നല്ല നാളുകളാണോ സൂചിപ്പിക്കുന്നത്? സോഷ്യൽ മീഡിയയിൽ ഒരു പ്രശ്നം ഇതാണ്, ഇതെല്ലാം അവിടെ തന്നെ കിടക്കും. അഭിപ്രായം മാറ്റിയാൽ അത് മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണ് എന്നൊന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഇതിനിടയിൽ നല്ല ചില വാർത്തകളും വരുന്നുണ്ട്. ശുഭസൂചകമായ, അപൂർവം ആണെങ്കിൽ പോലും ഒന്ന് വരുന്നത് കശുവണ്ടി മേഖലയിലാണ്. കേരള കാഷ്യൂ എന്ന ബ്രാൻഡ് ഉടൻ പ്രതീക്ഷിക്കാം എന്നുള്ള, ഉടൻ പ്രഖ്യാപിക്കാനാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് കാഷ്യൂ കോർപ്പറേഷൻ. കശുവണ്ടി മേഖലയുടെ പുനരുജ്ജീവനവും വികസനവും ലക്ഷ്യമിട്ട്
88 കോടി രൂപയാണ് കൊല്ലം സ്വദേശിയായ മന്ത്രി KN ബാലഗോപാൽ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും കോർപ്പറേഷൻ വലിയ ഉത്തരവാദിത്തങ്ങളിലേക്ക് ചുവടുവെക്കുകയാണെന്ന് തികഞ്ഞ ശുഭപ്രതീക്ഷയോടുകൂടി ചെയർമാൻ S. ജയമോഹനൻ പ്രതികരിച്ചു. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ കശുവണ്ടി മേഖല മുന്നോട്ട് കുതിക്കുകയാണ്. UDF കാലത്ത് പൂട്ടിക്കിടന്ന ഫാക്ടറികളും നിലച്ചുപോയ പദ്ധതികളും ഇന്ന് വിജയവഴിയിലാണെന്നും സംസ്ഥാന കാഷ്യൂ കോർപ്പറേഷൻ ചെയർമാൻ S. ജയമോഹൻ പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റ് ഈ വ്യവസായം തിരിച്ചുപിടിക്കാനും ഇവിടെ നിലനിർത്താനും കൂടുതൽ പുനരുദ്ധരിക്കുന്നതിന് ഉതകുന്ന നൂതനങ്ങളായിട്ടുള്ള നിരവധി പദ്ധതികൾ ഈ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിലൂടെ തന്നെ പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ കശുവണ്ടി മേഖലയിൽ പ്രതിസന്ധി പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല. ഇത് പരിഹരിക്കാൻ പുനരുജ്ജീവന പാക്കേജിന് 30 കോടി രൂപ വകയിരുത്തിയത് കശുവണ്ടി മേഖലയ്ക്ക് ഓക്സിജനാണ്. 30 കോടി രൂപ വക ഇരുത്തിയിട്ടുണ്ട്. അത് ഈ തുടർന്ന് വരുന്ന പദ്ധതികളെ കുറച്ചുകൂടെ കാര്യക്ഷമമാക്കി വ്യവസായികളെ സഹായിച്ച് തൊഴിലാളികളെ സംരക്ഷിച്ച് ആ വ്യവസായത്തെ പുനരുദ്ധരിപ്പിച്ച് നിർത്താൻ കഴിയുന്ന ഒന്ന് തന്നെയാണ് എന്നതാണ് പ്രതീക്ഷ. കശുമാങ്ങ ജ്യൂസ് ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. കൂടുതൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉടൻ പുറത്തിറങ്ങും. ഫെനി നിർമ്മാണ രംഗത്തേക്ക് കോർപ്പറേഷൻ ഉടൻ കടക്കുമെന്നും ജയമോഹൻ പറഞ്ഞു. അത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് കമ്പോളത്തിൽ ഇറക്കുന്നതിന് വേണ്ടി വകയിരുത്തിയിരിക്കുന്ന കൃഷി വകുപ്പിന്റെ ഫണ്ടിന്റെ ഒരു ഭാഗം ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കുന്ന ഘട്ടത്തിലും പരമ്പരാഗത വ്യവസായ മേഖലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 95% സ്ത്രീ തൊഴിലാളികൾ പണിയെടുക്കുന്നു. അതിൽ തന്നെ വളരെ പിന്നോക്കമായി BPL ലിസ്റ്റിൽപ്പെട്ടവരാണ് 90%. അവരുടെ സംരക്ഷണത്തിനൊരു ഫണ്ട് വകയിരുത്തിയത് തികച്ചും ആശ്വാസജനകമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കശുവണ്ടി ഫാക്ടറികളുടെ ആധുനികവൽക്കരണത്തിന് 2.25 കോടി, കാപ്പക്സിന്റെ കീഴിലുള്ള ഫാക്ടറികളുടെ ആധുനികവൽക്കരണത്തിന് 3.50 കോടി, സംസ്ഥാന കശുമാവ് കൃഷി വികസന ഏജൻസിക്ക് 7.20 കോടി, കാഷ്യൂ ബോർഡിന്റെ റിവോൾവിംഗ് ഫണ്ടായി 43.55 കോടി എന്നിങ്ങനെയാണ് ബജറ്റിൽ തുക മാറ്റിവെച്ചിരിക്കുന്നത്. ന്യൂസ് 18 കൊല്ലം. ഈ ശബരി റെയിൽ എന്നുള്ള പ്രഖ്യാപനം ആദ്യം വരുമ്പോൾ ഉണ്ടായിരുന്നവരിൽ എത്ര പേർ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്? അതെ, അത്രയും 1/4 നൂറ്റാണ്ടിന്റെ പഴക്കമുണ്ട് ആ പ്രഖ്യാപനത്തിന്. അപ്പൊ അത് യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയാണ് എന്നുള്ളൊരു സ്വപ്നം അല്ലേ, ആ സ്വപ്നം തന്നെ പറയാല്ലേ, ആകുന്നു എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്ക് തന്നത് കേന്ദ്ര ബജറ്റിലെ ആ 100 കോടി രൂപ നീക്കി വെച്ചതിലൂടെയാണ്. പദ്ധതിയുടെ നിർമ്മാണ ചെലവിന്റെ പകുതി സംസ്ഥാന സർക്കാർ വഹിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ശബരി റെയിലിലൂടെ ട്രെയിൻ കൂകി പായുന്നത് നമുക്ക് ഇനി സ്വപ്നം കാണാം. 1997 റെയിൽവേ ബഡ്ജറ്റിലാണ് ശബരി റെയിൽ പദ്ധതി ആദ്യമായി നിർദ്ദേശിക്കപ്പെടുന്നത്. എന്നാൽ പിന്നീട് ഇതുവരെ പദ്ധതിയെക്കുറിച്ച് പരാമർശമുണ്ടായില്ല. ഈ വർഷത്തെ ബഡ്ജറ്റിലാണ് പദ്ധതിക്കായി കേന്ദ്രം 100 കോടി രൂപ നീക്കിവച്ചത്. ശബരി റെയിൽ പദ്ധതിക്കായി കെറെയിലാണ് വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കിയത്. 3745 കോടി രൂപയുടെ പുതുക്കിയ എസ്റ്റിമേറ്റും കെറെയിൽ സമർപ്പിച്ചു. ശബരിമല സീസണിൽ തീർത്ഥാടകരെ കൊണ്ടുപോകുന്നതിന് പുറമെ ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളുടെ വാണിജ്യ വ്യവസായ സാധ്യതകൾ കൂടി ഉൾപ്പെടുത്തുന്നതാണ് കെറെയിൽ സമർപ്പിച്ച പദ്ധതി. 116 കിലോമീറ്റർ വരുന്ന ശബരിപാത ഈ മേഖലയിലെ സാമ്പത്തിക വികസനത്തിനും വേഗം കൂട്ടും. ശബരിമലയ്ക്ക് സമീപം അങ്കമാലി മുതൽ എരുമേലി വരെ 110 കിലോമീറ്റർ ദൈർഘ്യമുള്ള റെയിൽപാത പൂർത്തിയാകുന്നതോടെ പാല, തൊടുപുഴ, മൂവാറ്റുപുഴ, കോതമംഗലം, പെരുമ്പാവൂർ, അങ്കമാലി എന്നീ 5 മുനിസിപ്പാലിറ്റികൾക്കും കേരളത്തിലെ 11 ചെറു പട്ടണങ്ങൾക്കും പുതിയ റെയിൽവേ സ്റ്റേഷനുകൾ ലഭിക്കും. പദ്ധതി നടപ്പാക്കുന്നതിന് കെറെയിലിനെ പരിഗണിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. അപ്പോ ഇനി പത്രവാർത്തകളാണ്. സ്വാഭാവികമായിട്ടും പത്രങ്ങളിലെല്ലാം ബജറ്റും ബജറ്റിന്റെ പ്രതികരണങ്ങളും ആവും, വിശദമായ ബജറ്റ് പ്രഖ്യാപനങ്ങളും ഒക്കെ ഉണ്ടാവും. ഇതെല്ലാമായി 10-18 മനു ഭരത് സ്റ്റുഡിയോയിൽ തയ്യാറാണ്. അതിനു മുമ്പ് നമുക്കൊരു ചെറിയ ഇടവേള എടുത്ത ശേഷം മടങ്ങാം. നമസ്കാരം. രണ്ടാം പിണറായി സർക്കാരിൻ്റെ രണ്ടാമത്തെ ബജറ്റ് ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചു. ഈ ബജറ്റ് ദിവസത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം.
രാവിലെ മുതൽ മാധ്യമങ്ങൾ മൊത്തം ധനമന്ത്രിയുടെ വീട്ടിലാണ്. കുളി, തേവാരം, പല്ല് തേപ്പ്, രാവിലത്തെ പ്രഭാത ഭക്ഷണം ഇത് മുഴുവൻ ലൈവാണ്. ധനമന്ത്രിയെ കാണാൻ ആര് വന്നാലും ലൈവാണ്. രാവിലെ ഗവൺമെൻറ് പ്രസിൽ നിന്ന് ഉദ്യോഗസ്ഥർ അച്ചടിച്ച ബജറ്റുമായി ധനമന്ത്രിയെ കാണാനെത്തി. ബജറ്റ് കൈയോടെ അദ്ദേഹത്തിൻ്റെ കയ്യിലേൽപ്പിച്ചു. ഇത് വാങ്ങിയിട്ട് ധനമന്ത്രി മാജിക്ക് ഒന്നുമില്ല. എല്ലാവരെയും കൂട്ടിച്ചേർത്ത് നിങ്ങളെല്ലാവരെയും കൂട്ടിച്ചേർത്ത് കേരളത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ്. അതുതന്നെയാണ് ജനകീയ മാജിക്കാണ്. ജനങ്ങളെല്ലാം ചേർത്തുകൊണ്ടുള്ള പ്രവർത്തനം. എല്ലാവരുടെയും സഹായത്തോടുകൂടി കേരളം ഒരിക്കലും പിന്നോട്ട് നിൽക്കില്ല, അതിശക്തമായിട്ട് മുന്നോട്ട് പോകും. എല്ലാവരെയും കൂട്ടിച്ചേർത്തുള്ള ഏറ്റവും നല്ല തരത്തിലുള്ള വികസന കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. സംസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ പോകുന്ന വളരെ കാര്യക്ഷമമായ പ്രഖ്യാപനങ്ങളുള്ള ഒന്നാന്തരം ബജറ്റാണ് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത്. ഇത് ഞാൻ അവതരിപ്പിക്കും. സ്വപ്നം കാണാൻ ഇനി എന്തൊക്കെ വേണം. ധനമന്ത്രി വീട്ടിൽ നിന്നിറങ്ങി നിയമസഭയിലെത്തി. MLA-മാർ ചുറ്റും കൂടി. ഞങ്ങൾക്കുള്ളത് എല്ലാവർക്കും ഉള്ളത് ഇവിടെ ഭദ്രമാണ്. 9 മണിക്ക് ബജറ്റ് അവതരണം തുടങ്ങി. പ്രതീക്ഷയോടെ എല്ലാവരും കാത്തിരിക്കുകയാണ്. വമ്പൻ പ്രഖ്യാപനങ്ങൾ വന്നിട്ടുണ്ട്. കുടുംബശ്രീക്ക് ഇത്ര കോടി, ആരോഗ്യ മേഖലയ്ക്ക്, വിദ്യാഭ്യാസ മേഖലയ്ക്ക്, എല്ലാ മേഖലയ്ക്കും ഒരു പരിഗണന വെച്ച് പൈസയൊക്കെ കൊടുത്തിട്ടുണ്ട്. വലിയ കുഴപ്പമില്ല എന്ന് എല്ലാവരും പ്രതീക്ഷിക്കുമ്പോൾ ചില പ്രഖ്യാപനങ്ങൾ വന്നു. ആർക്കൊക്കെ എന്തൊക്കെ കൊടുത്താലും വേഷ കിട്ടിയത് നാട്ടുകാർക്കാണ്. സംസ്ഥാനത്തെ മുന്നോട്ട് നടത്താനുള്ള ബജറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ മുന്നോട്ട് പോകണമോ, പിന്നോട്ട് പോകണോ, സൈഡിലോട്ട് പോകണോ എന്ന ആശങ്കയിലാണ്. ബജറ്റിൻ്റെ ആകെ തുക എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. എണ്ണവില കുറയ്ക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ലിറ്ററിന് 2 രൂപ കൂട്ടുകയാണ് ചെയ്തത്. പെട്രോളിനും കൂട്ടി, ഡീസലിനും കൂട്ടി. എന്നാൽ പിന്നെ ഇലക്ട്രിക് വാഹനം വാങ്ങാം എന്ന് വച്ചാൽ അതിൻ്റെ നികുതി കൂട്ടിയിട്ടുണ്ട്. പോരാഞ്ഞ് കറണ്ട് ചാർജ് കൂട്ടിയിട്ടുണ്ട്. വീട്ടിൽ വെറുതെ ഇരിക്കാം എന്ന് വെച്ചാൽ വീട്ടുകാരെ കുത്തനെ കൂട്ടി. അതിന് ഡീറ്റെയിൽസ് വരാൻ കിടക്കുന്നതേ ഉള്ളൂ. വീട് അടച്ചിട്ട് എങ്ങോട്ടെങ്കിലും പോകാമെന്ന് വെച്ചാലോ അടച്ചിട്ട വീടിന് പ്രത്യേക നികുതി വരുന്നുണ്ട്. അത്രയും വീട് വിറ്റിട്ട് എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാമെന്ന് വെച്ചാൽ ഭൂമിയുടെ ന്യായവില 20% കൂട്ടിയത്. ഇച്ചിരി പാട് വീട് വിൽക്കാൻ. പിന്നെ രജിസ്ട്രേഷനും ഒക്കെ കൂട്ടിയിട്ടുണ്ട്. ഇതൊക്കെ മറക്കാൻ 2 അടിക്കാമെന്ന് വെച്ചാലോ 1000 രൂപയ്ക്ക് മുകളിലുള്ള മദ്യത്തിനും ബോട്ടിലിനും 40 രൂപ നിരക്കിലുമാണ് സെസ്. സാധാരണ കൗണ്ടറിൽ പോയാലും പ്രീമിയം കൗണ്ടറിൽ പോയാലും കയ്യിൽ നിന്ന് കാശ് പോകും എന്ന് സാരം. ആഴ്ചയിൽ ഒരിക്കൽ മദ്യപിക്കുന്നയാളിന് പ്രതിവർഷം 2000 രൂപയുടെ അധികം ചെലവ് വരും. കൂപ്പാടും പതക്കേടും വരത്തേ ഉള്ളൂ. പിന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ എന്നുള്ള പേരിൽ മദ്യത്തിനും അതുപോലെ തന്നെ പെട്രോളിനും ഡീസലിനും കൂടി ചാർജ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചു. എങ്ങനെ ജീവിക്കും എന്നാണ് ചോദിക്കുന്നത്. ആശങ്കപ്പെടേണ്ടതില്ല. കാരണം എല്ലാവരും ഒരിക്കലും താങ്ങാൻ വയ്യാത്ത ഭാരം LDF ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടില്ല. നമസ്കാരം. രണ്ടാം പിണറായി സർക്കാരിൻ്റെ രണ്ടാമത്തെ ബജറ്റ് ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചു. ഈ ബജറ്റ് ദിവസത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. രാവിലെ മുതൽ മാധ്യമങ്ങൾ മൊത്തം ധനമന്ത്രിയുടെ വീട്ടിലാണ്. കുളി, തേവാരം, പല്ല് തേപ്പ്, രാവിലത്തെ പ്രഭാത ഭക്ഷണം ഇത് മുഴുവൻ ലൈവാണ്. ധനമന്ത്രിയെ കാണാൻ ആര് വന്നാലും ലൈവാണ്. രാവിലെ ഗവൺമെൻറ് പ്രസിൽ നിന്ന് ഉദ്യോഗസ്ഥർ അച്ചടിച്ച ബജറ്റുമായി ധനമന്ത്രിയെ കാണാനെത്തി. ബജറ്റ് കൈയോടെ അദ്ദേഹത്തിൻ്റെ കയ്യിലേൽപ്പിച്ചു. ഇത് വാങ്ങിയിട്ട് ധനമന്ത്രി മാജിക്ക് ഒന്നുമില്ല. എല്ലാവരെയും കൂട്ടിച്ചേർത്ത് നിങ്ങളെല്ലാവരെയും കൂട്ടിച്ചേർത്ത് കേരളത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ്. അതുതന്നെയാണ് ജനകീയ മാജിക്കാണ്. ജനങ്ങളെല്ലാം ചേർത്തുകൊണ്ടുള്ള പ്രവർത്തനം. എല്ലാവരുടെയും സഹായത്തോടുകൂടി കേരളം ഒരിക്കലും പിന്നോട്ട് നിൽക്കില്ല, അതിശക്തമായിട്ട് മുന്നോട്ട് പോകും. എല്ലാവരെയും കൂട്ടിച്ചേർത്തുള്ള ഏറ്റവും നല്ല തരത്തിലുള്ള വികസന കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. സംസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ പോകുന്ന വളരെ കാര്യക്ഷമമായ പ്രഖ്യാപനങ്ങളുള്ള ഒന്നാന്തരം ബജറ്റാണ് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത്. ഇത് ഞാൻ അവതരിപ്പിക്കും. സ്വപ്നം കാണാൻ ഇനി എന്തൊക്കെ വേണം. ധനമന്ത്രി വീട്ടിൽ നിന്നിറങ്ങി നിയമസഭയിലെത്തി. MLA-മാർ ചുറ്റും കൂടി. ഞങ്ങൾക്കുള്ളത് എല്ലാവർക്കും ഉള്ളത് ഇവിടെ ഭദ്രമാണ്. 9 മണിക്ക് ബജറ്റ് അവതരണം. പ്രഭാത കേരളം തുടരുകയാണ്.
ഗുഡ് മോർണിംഗ് മനു ഭരത്. മനു ഉണ്ട്. പത്രം 18ലേക്കാണ് പോകുന്നത്. മനു ഭരത്താണ് ചേരുന്നത്. ഈ ബജറ്റിന് ശേഷമുള്ള ദിവസത്തെ പത്രം വായിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം അതെ, ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാകും. നമുക്ക് കൃത്യമായിട്ട് എന്തൊക്കെ അറിയേണ്ടതുണ്ട്, നമ്മൾ ഇന്നലെ അറിയാതെ പോയ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അതെല്ലാം പത്രത്തിലുണ്ടാവും ഡീറ്റെയിൽഡ്. ഒപ്പം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അതിലൊരു കാര്യം, അതിലെ ചിത്രങ്ങൾ, കാരിക്കേച്ചർ ഒക്കെ വളരെ രസകരമായിരിക്കും. ന്യൂസ് 18ന്റെ കാരിക്കേച്ചറുകൾ ഇന്നലെ ചർച്ചയായി, ചെറിയ പരാതിയും ഒക്കെ ആയിട്ടുണ്ട്. പോക്കറ്റ് കീറി എന്നുള്ള കാർട്ടൂണിനെയൊക്കെ വിമർശിച്ചും സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. എന്തായാലും മനു, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് പത്രങ്ങളിലെ വാർത്ത? തീർച്ചയായിട്ടും ബജറ്റ് തന്നെ ആയിരിക്കില്ലേ? അതെ, ഗുഡ് മോർണിംഗ് അശ്വതി, പ്രദീപ്. ബജറ്റ് തന്നെയാണ് പ്രധാനമായി എല്ലാ പത്രങ്ങളുടെയും ഒന്നാം പേജിൽ ഇടം പിടിച്ചിരിക്കുന്നത്. അശ്വതിയൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് പല പത്രങ്ങളും ഈ കാരിക്കേച്ചറുകൾ കൊണ്ടും അതുപോലെ കാർട്ടൂണുകൾ കൊണ്ടും ഒക്കെ സമ്പന്നമാണ്. ന്യൂസ് എഡിറ്റർമാർക്ക് തലക്കെട്ടുകളിലൊക്കെ അവരുടെ ഭാഷാ മികവൊക്കെ തെളിയിക്കാനൊക്കെയുള്ള അവസരം വളരെ നല്ലോണം ലഭിച്ചിട്ടുണ്ട്. ഏതായാലും അതിലേക്കൊക്കെ നമുക്ക് വിശദമായി കടക്കാം. പത്രം 18ലേക്ക് സ്വാഗതം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ പത്രങ്ങളെല്ലാം പ്രധാനമായും ബജറ്റ് തന്നെയാണ് അവരുടെ ഒന്നാം പേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മലയാള മനോരമയുടെ തലക്കെട്ട് വളരെ രസകരമാണ്. സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു തലക്കെട്ട്. അടിയോടടി അയ്യോ എന്ന ഒരു പ്രയോഗമാണ് മലയാള മനോരമ നടത്തിയിരിക്കുന്നത്. അതൊരു സാധാരണക്കാരൻ്റെ നിലവിളി ശബ്ദമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ബജറ്റ് അത്തരത്തിൽ എല്ലാ കാര്യങ്ങൾക്കും വില കൂട്ടിയിരിക്കുന്നു. പെട്രോളിന് വില കൂടും, മദ്യത്തിന് വില കൂടും, അതുപോലെ ഭൂനികുതി, ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, രജിസ്ട്രേഷൻ ഫീസ് എല്ലാം വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഈ ബജറ്റ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് അടിയോടടി അയ്യോ എന്ന ഈ പ്രയോഗം വളരെ ഉത്തമമാണെന്ന് തോന്നുന്നു. ജനങ്ങൾക്ക് മേൽ അമിത ഭാരം അടിച്ചേൽപ്പിക്കുന്ന സംസ്ഥാന ബജറ്റ് എന്ന തലവാചകത്തോടു കൂടിയാണ് മലയാള മനോരമയുടെ ഒന്നാം പേജ് വന്നിട്ടുള്ളത്. മലയാള മനോരമ മറ്റൊരു വാർത്ത വളരെ പ്രാധാന്യത്തോട് കൈകാര്യം ചെയ്തിട്ടുള്ളത് വെഞ്ഞാറമൂടിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനം കത്തിയതിനെ സംബന്ധിച്ചാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ സമാനമായ രീതിയിലൊരു സംഭവമുണ്ടായി. പൂർണ്ണ ഗർഭിണിയായ ഒരു യുവതിയാണ് വാഹനത്തിനകത്തുനിന്ന് കത്തി വെന്ത് മരിച്ചത്. അത് ഉണ്ടാക്കിയ നടുക്കം കേരളം ഇപ്പോഴും അത് ഓർക്കുകയാണ്. അപ്പോൾ ആ ഘട്ടത്തിലാണ് അതിൻ്റെ അടുത്ത ദിവസം തന്നെ ഇതുപോലെ ഒരു സമാനമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അത് പെട്ടെന്ന് തീപിടിക്കുന്നത് വലിയ അപകടങ്ങൾക്ക് വഴിവെക്കും. ഇവിടെ ഏതായാലും നാട്ടുകാർ ഒച്ച വെച്ച് ആ വാഹനം ഓടിച്ച ആളെ കൊണ്ട് അത് നിർത്തിച്ചു. പിന്നീട് അത് തീ അണയ്ക്കാനുള്ള ശ്രമം നടന്നെങ്കിലും നമുക്ക് ചിത്രം കാണാം. വാഹനത്തിൻ്റെ മുൻവശത്ത് തീ ആളിപ്പടരുന്നതിൻ്റെ ഒരു ദൃശ്യമാണുള്ളത്. ഏതായാലും ഇതിൽ വലിയ അപകടം ഉണ്ടായിട്ടില്ല എന്നതാണ് നമുക്ക് ആശ്വാസകരമായി വന്നിട്ടുള്ള ഒരു വാർത്ത. ഏതായാലും ഇത് വലിയ പ്രാധാന്യത്തോടു കൂടി ഇനി മോട്ടോർ വാഹന വകുപ്പും ഒക്കെ കാണേണ്ടതാണ് എന്നാണ് തോന്നുന്നത്. മലയാള മനോരമയുടെ സ്പോർട്സ് പേജ് ISL വാർത്തയെ വളരെ നന്നായി കൊടുത്തിരിക്കുന്നു. അവിടെ കേരള ബ്ലാസ്റ്റേഴ്സിന് തോൽവി എന്നത്, ഈസ്റ്റ് ബംഗാളിനോട് കേരള ബ്ലാസ്റ്റേഴ്സ് തോറ്റത് എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ചുള്ളൊരു വാർത്ത നൽകിയിരിക്കുന്നു. പ്രധാനമായും ഈ പ്രതിരോധ പിഴവുകളും അതുപോലെ ഈ പാഴാക്കിയ ഗോളുകളുമൊക്കെയാണ് ഈ തോൽവിക്ക് വഴിവെച്ചത് എന്നാണ് മലയാള മനോരമയുടെ സ്പോർട്സ് ലേഖകൻ മനോജ് മാത്യു തൻ്റെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. മാതൃഭൂമി ഒന്നാം പേജിൽ ബജറ്റ് തന്നെ വളരെ പ്രാധാന്യത്തോട് കൂടി കൊടുത്തിരിക്കുന്നു. ഭൂമിയുടെ ന്യായവില, കെട്ടിട നികുതി, ഫ്ലാറ്റുകളുടെ മുദ്രപത്ര വില ഇതെല്ലാം കൂടും എന്ന് മാതൃഭൂമി വ്യക്തമാക്കിയിരിക്കുന്നു. തദ്ദേശ സ്ഥാപനങ്ങളിലെ അപേക്ഷാ ഫീസ്, പരിശോധന ഫീസ്, കെട്ടിട പെർമിറ്റ് ഫീസ് ഇതെല്ലാം കൂടും. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 2 രൂപ സെസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം മദ്യത്തിന് സെസ്സുണ്ട്. 1000 രൂപയ്ക്ക് മുകളിലുള്ള മദ്യത്തിന് 40 രൂപയും അതിൽ കുറവുള്ളതിന് 20 രൂപയുമാണ് സെസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മോട്ടോർ വാഹന നികുതിയും 2% വരെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം വളരെ ഭംഗിയായി ഒന്നാം പേജിൽ വളരെ കൃത്യമായി മാതൃഭൂമി നൽകിയിരിക്കുന്നു. ഒരു കാർട്ടൂണും ഉണ്ട്. അത് ധനമന്ത്രി കേരളത്തെ തേച്ചു എന്ന തരത്തിൽ ഉള്ളൊരു കാർട്ടൂണാണ്. ഇപ്പോൾ ഒരു പ്രയോഗം, ആളുകളെ പറ്റിക്കുന്നതിന് തേക്കുക എന്ന തരത്തിലൊരു പ്രയോഗം നാട്ടിലൊക്കെ സർവ്വസാധാരണമാണ്. പ്രത്യേകിച്ച് ഈ തിരുവനന്തപുരം ഭാഗത്താണ് ഈ തേക്കുക എന്ന ഒരു പ്രയോഗം കേട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതേപോലെ തേച്ചു എന്ന തരത്തിൽ ആണ് ഈ കാർട്ടൂൺ വരച്ചിരിക്കുന്നത്. രസകരമായ ഒരു കാർട്ടൂണും അത് സംബന്ധിച്ചുള്ള വിവരങ്ങളും നൽകിയിരിക്കുന്നു. അധിക നികുതിയായി 2955 കോടി രൂപയാണ് സമാഹരിക്കേണ്ടത് എന്ന് മാതൃഭൂമി വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ നൽകിയിട്ടുള്ള പദ്ധതികൾ, വിവിധ തരം പദ്ധതികൾ
ഈ ബജറ്റ് മുന്നോട്ട് വച്ചിട്ടുണ്ട്. ആ പദ്ധതികളെ സംബന്ധിച്ചുള്ള വിവരങ്ങളും മാതൃഭൂമി ഒന്നാമത്തെ പേജിൽ നൽകിയിരിക്കുന്നു. ഈ മാതൃഭൂമിയിൽ വന്ന ഇന്നത്തെ ഒരു ശ്രദ്ധേയമായൊരു വാർത്ത, മെഡിക്കൽ കോളേജിൽ ഒപിക്കുള്ളിൽ കൂട്ടിരിപ്പുകാരനായ യുവാക്കൾക്ക് ട്രാഫിക് വാർഡന്മാരുടെ ക്രൂരമർദ്ദനം എന്ന വാർത്തയാണ്. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പ്രചരിച്ചിരുന്നു. അപ്പോൾ ഇയാളെ കൊണ്ടുപോയി മർദ്ദിക്കുന്നതിൻ്റെ ഫോട്ടോയും ദൃശ്യങ്ങളിൽ നിന്നിൻ്റെ ഒരു സ്റ്റിൽ എടുത്തിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. ഏതായാലും അങ്ങനെ മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യമൊക്കെ ഒരു ഫോട്ടോയും മാതൃഭൂമി നൽകിയിട്ടുണ്ട്. ഈ ആശുപത്രികൾ സാധാരണഗതിയിൽ അവിടെ ഒരു സ്നേഹത്തിൻ്റെയൊക്കെ ഒരു കേന്ദ്രമായി മാറേണ്ട ഒരു സ്ഥലമാണ്. അവിടെ ഇങ്ങനെ എപ്പോഴും അടി നടക്കുന്നു എന്നത്, സെക്യൂരിറ്റിക്കാരെ കൂട്ടിരിപ്പുകാർ മർദ്ദിക്കുക, കൂട്ടിരിപ്പുകാരെ ട്രാഫിക് വാർഡന്മാർ മർദ്ദിക്കുക, അപ്പോൾ ആളുകളെല്ലാം ചേർന്ന് ഡോക്ടറെ മർദ്ദിക്കുക, ഡോക്ടറും രോഗികളോട് മാന്യമായി പെരുമാറാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം നമ്മുടെ ആശുപത്രികളിൽ പ്രതിദിനം റിപ്പോർട്ട് ചെയ്യുന്നു എന്നത് എല്ലാവരും ഗൗരവത്തോടു കൂടി എടുക്കണം. കാരണം സാധാരണ പറയാറുണ്ട്, ഈ അമ്പലങ്ങളെപ്പോലെ ആളുകൾ പ്രാർത്ഥിക്കുന്ന ഒരു ഇടം കൂടിയാണ് ആശുപത്രികൾ. അപ്പം അല്ലെങ്കിൽ മറ്റ് ആരാധനാലയങ്ങളെപ്പോലെ ആളുകൾ, പള്ളികളെയൊക്കെ പോലെ ആളുകൾ പ്രാർത്ഥിക്കുന്ന ഒരിടം കൂടിയാണ്. കാരണം വേണ്ടപ്പെട്ടവരും ഉറ്റവരും നമുക്ക് ഇഷ്ടപ്പെട്ടവരുമൊക്കെ ആയിട്ടുള്ള നിരവധി ആളുകൾ ആശുപത്രികളിലെത്തുമ്പോൾ നമ്മൾ വലിയ തോതിൽ നമ്മൾക്ക് ഈ പ്രാർത്ഥന ഒരു ഫലം ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ ഉള്ളൊരു സ്ഥലത്ത് വളരെ സ്നേഹത്തോടു കൂടി പരസ്പരം പെരുമാറേണ്ട ഒരിടത്ത് ആളുകൾ ഇങ്ങനെ അടികൂടുന്നത് എത്ര കണ്ട് ശരിയാണെന്നുള്ളത് പൊതുസമൂഹവും ഈ അല്ലാത്ത അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ആളുകളും ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. വളരെ രസകരമായൊരു കാര്യം, ദേശാഭിമാനി വിലക്കയറ്റമൊന്നും ശ്രദ്ധിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഏതായാലും ദേശാഭിമാനിയെ സംബന്ധിച്ചിടത്തോളം അത് സ്വാഭാവികമായി ഒരു സർക്കാരിനെ അനുകൂലിച്ചുള്ളൊരു വാർത്തയാണ് നൽകുന്നത്. ഏതായാലും വിലക്കയറ്റം തടയാൻ 2000 കോടി രൂപ അനുവദിച്ചിരിക്കുന്നു എന്നതാണ് ദേശാഭിമാനി ബജറ്റിനെ സംബന്ധിച്ച് ലീഡാക്കുന്നത്. എല്ലാ അർത്ഥത്തിലും വില കൂടാൻ വഴിയൊരുക്കുന്ന ഒരു ബജറ്റ് വിലക്കയറ്റം തടയാൻ ഒരു 2000 കോടി കൂടി മാറ്റിവെച്ചിരിക്കുന്നു എന്നത് ആണ് പ്രധാനമായും ദേശാഭിമാനി മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ വിലക്കയറ്റത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് കാര്യമായൊരു പ്രാധാന്യം നൽകിയിട്ടില്ല. അപ്പോൾ കൂടുതൽ ഉൽപ്പാദനം, വളർച്ചാ ലക്ഷ്യം, ക്ഷേമത്തിന് കൈത്താങ്ങായിട്ടുള്ള ചെറിയൊരു നികുതി വർധനവുണ്ട് എന്ന തരത്തിലാണ് ദേശാഭിമാനി ഈ ബജറ്റ് മുന്നോട്ട് വച്ചിട്ടുള്ള ഈ നികുതി വർധനവിനെ കാണുന്നത്. മാത്രമല്ല, ഇത് മുന്നോട്ട് നയിക്കുന്ന ബജറ്റാണെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയുണ്ട്. ഒപ്പം തന്നെ ഈ ഇടത് നേതാക്കൾ സ്വാഭാവികമായും കേരളത്തിൻ്റെ ഈ സാമ്പത്തിക സ്ഥിതി ഈ തരത്തിലായതിന് കാരണം അത് കേന്ദ്ര നയങ്ങളുടെ ഭാഗമായാണെന്നാണ് ആരോപിക്കുന്നത്. അത്തരത്തിലൊരു ആരോപണവും അതിനെ സംബന്ധിച്ച് ധനമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളും ദേശാഭിമാനി ഒന്നാം പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. കേരള കൗമുദി ഈ കൊളീജിയം ശുപാർശയെ സംബന്ധിച്ചുള്ള വാർത്ത നൽകുന്നു. സുപ്രീം കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നതിൽ ഉടൻ തീരുമാനം എന്ന് AG കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ കൊളീജിയം ഈ ശുപാർശ നൽകിയതിനെ സംബന്ധിച്ചുള്ളൊരു വിവാദം കുറച്ചു കാലമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജഡ്ജിമാരുടെ പേരുകൾ 5 പേരുടെ പട്ടികയാണ് കൊടുത്തത്. പക്ഷേ അത് എന്തുകൊണ്ടാണ് കേന്ദ്രം അംഗീകരിക്കാത്തതിനെ സംബന്ധിച്ചൊക്കെ ഉള്ള വാദപ്രതിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും അത് അംഗീകരിക്കുന്നു എന്നതാണ് ഇപ്പോൾ AG അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഈ കൊളീജിയം ശുപാർശകളിൽ അസുഖകരമായ നടപടികൾ സ്വീകരിക്കാൻ ഞങ്ങളെ നിർബന്ധിക്കരുത് എന്നാണ് സുപ്രീം കോടതി അറ്റോർണി ജനറലിനോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴാണ് അറ്റോർണി ജനറൽ ഇത് ഉടനെ തന്നെ ഇത് നടപ്പിലാക്കാനുള്ള നീക്കങ്ങൾ നടന്നു കഴിഞ്ഞു, ഇത് പ്രസിഡൻറ്റിൻ്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞു എന്നൊക്കെ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ വിവാദം വളരെ വൈകാതെ അവസാനിക്കും എന്നാണ് നമ്മൾ കരുതേണ്ടത്. ജനയുഗത്തിനും ദേശാഭിമാനിയെപ്പോലെ ഒന്നാം പേജിൽ മന്ത്രിയെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു വാർത്തയാണ് നൽകിയിട്ടുള്ളത്. ബജറ്റിനെ സംബന്ധിച്ച് വികസന കുതിപ്പ്, സാമൂഹ്യ സുരക്ഷ എന്നതാണ് അവരുടെ തലക്കെട്ട്. മറ്റുള്ളവർ അയ്യോ അടികിട്ടി എന്നൊക്കെ പറയുമ്പോൾ വികസന കുതിപ്പ്, സാമൂഹ്യ സുരക്ഷ എന്നാണ് ജനയുഗം ഇതിന് തലക്കെട്ട് കൊടുക്കുന്നത്. പക്ഷേ ജനയുഗം കുറേ ഒരു മാധ്യമധർമ്മം പാലിച്ചിട്ടുണ്ട് എന്ന് പറയാം. കാരണം ഈ പദ്ധതികൾ ഒരു വശത്ത് വിവരിക്കുമ്പോൾ മറുവശത്ത് ഇവിടെ പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 2 രൂപ വർദ്ധിക്കുമെന്നതും അതുപോലെ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് വില വർദ്ധിക്കും എന്നതും വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള ഒന്നിലധികം പുതിയതായി നിർമ്മിച്ച ദീർഘകാലമായി ഒഴിഞ്ഞുകിടക്കുന്ന വീടുകൾക്ക് ഒക്കെ നികുതി വർദ്ധിക്കും. അങ്ങനെയുള്ള ഈ വർധനവുകളെ സംബന്ധിച്ച് വൈദ്യുതി തീരുവ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വർദ്ധിക്കും എന്നതിനെ സംബന്ധിച്ചുള്ളൊരു വിവരവും നൽകുന്നു. അതിൽ ഒരു അല്പം ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ട്. പദ്ധതികളെ സംബന്ധിച്ചുള്ള വിവരണവും ഈ വശത്തുണ്ട്. സ്വാഭാവികമായും ജനയുഗത്തിന് ഇതിൽ കൂടുതൽ പറയാനുമാകില്ല. മംഗളം പക്ഷേ ഇതിനെ
ഷോക്ക് ഇൻ കേരള എന്നാണ് ബഡ്ജറ്റിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ബഡ്ജറ്റിൽ മേക്ക് ഇൻ കേരള എന്നൊരു പദ്ധതി പറ്റി വളരെ വാചാലമാകുന്നുണ്ട് ധനമന്ത്രി. അപ്പോൾ മേക്ക് ഇൻ കേരള നമുക്ക് നേരത്തെ ഉള്ളതാണ്, എന്നാലും മേക്ക് ഇൻ കേരളയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മേക്ക് ഇൻ കേരളയല്ല സത്യത്തിൽ ബഡ്ജറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്, ഷോക്ക് ഇൻ കേരളയാണെന്നാണ് മംഗളത്തിൻ്റെ ഒരു നിരീക്ഷണം. അതുപോലെ തന്നെ മംഗളം ഈ വില കൂടുന്നതിനെ സംബന്ധിച്ചുള്ള പഴയ വിലയും ഒക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ പെട്രോളിന് വില കൂടുമ്പോൾ പഴയ വില എന്തായിരിക്കും, പുതിയ വില എന്തായിരിക്കും എന്നൊക്കെയാണ്. അപ്പോൾ പെട്രോളിന് 107 രൂപ 20 പൈസ ലേക്ക് വർദ്ധിക്കും 105 രൂപയുള്ളിടത്ത്. അതുപോലെ ഡീസലിന് 94 രൂപ 50 പൈസയുള്ളിടത്ത് 96 രൂപ 50 പൈസയെ വർദ്ധിക്കും. അതുപോലെ കാറുകൾക്ക് 5 ലക്ഷത്തിന് താഴെയുള്ള കാറുകൾക്ക് 1%, 5 ലക്ഷത്തിന് മുകളിൽ ഉള്ള കാറുകൾക്ക് 2%, 15 ലക്ഷം വരെ. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എല്ലാം നൽകിയിട്ടുണ്ട്. അതുപോലെ മോട്ടോർ സൈക്കിളുകളുടെ വില വർധനയെ സംബന്ധിച്ച്, കെട്ടിട നികുതി, കോടതി ഫീസുകൾ, ഭൂമി ന്യായ വില വർദ്ധിച്ചതിനെ സംബന്ധിച്ചൊക്കെയുള്ള വിവരങ്ങൾ മംഗളം വയ്ക്കുന്നു. ദ ഹിന്ദു പ്രധാനമായും ഇന്ന് എടുത്തിട്ടുള്ളൊരു വാർത്ത അത് 1-ാം പേജിൽ തന്നെ നൽകിയിരിക്കുന്നു. ഈ സുപ്രീം കോടതിയുടെ കൊളീജിയം ശുപാർശയെപ്പറ്റി തന്നെയാണ്. The Supreme Court on Friday recorded a submission by the Attorney General R. Venkatramani that warrants of appointment of 5 judges to the top court will likely be issued by Friday. അപ്പോൾ നാളെയോടുകൂടി ഇവരുടെ 5 ജഡ്ജിമാരുടെ നിയമനം ഉണ്ടാകും എന്നാണ് ദ ഹിന്ദു പറയുന്നത്. അപ്പോൾ ഈ കൊളീജിയം നേരത്തെ നമുക്കറിയാം 5 ജഡ്ജിമാരെ ആണ് ശുപാർശ ചെയ്തിരുന്നത്. പങ്കജ് മിത്തൽ, സഞ്ജയ് കറോൾ, അതുപോലെ PV സഞ്ജയ് കുമാർ, അസുനുദ്ദീൻ മനുള്ള, അതുപോലെ മനോജ് മിശ്ര എന്നീ 5 ജഡ്ജിമാരെയാണ് കൊളീജിയം ശുപാർശ ചെയ്തിരുന്നത്. അവരെ പരിഗണിക്കുന്ന കാര്യം ഏറെക്കുറെ നടപടികൾ ആയിട്ടുണ്ട്. അപ്പോൾ അത് പ്രസിഡൻറ്റിൻ്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞുവെന്ന വാർത്ത ഹിന്ദുവും വളരെ പ്രാധാന്യത്തോടു കൂടി നൽകുന്നു. അപ്പോൾ ഹിന്ദു പറയുന്നത് ഇറ്റ് ഈസ് ഹാപ്പണിംഗ്, ദ 5 വാറൻറ്റ്സ് ഓഫ് അപ്പോയിൻമെൻറ്റ്സ് ആർ ബീങ് ഇഷ്യൂഡ്, ഇറ്റ് ഗോസ് ടു ദ പ്രസിഡൻറ്റ് ബൈ ഈവനിങ് ദേ വിൽ ബി ഇഷ്യൂഡ് എന്നാണ് അദ്ദേഹം പറയുന്നത്. വെങ്കിട്ടരമണി കോടതിയെ അറിയിച്ചിട്ടുള്ള R. വെങ്കിട്ടരമണി അറ്റോർണി ജനറലിൻ്റെ വാക്കുകൾ കോട്ട് ചെയ്താണ് ഹിന്ദു ഈ വാർത്ത നൽകിയിട്ടുള്ളത്. ദ ടൈംസ് ഓഫ് ഇന്ത്യ 1-ാം പേജിൽ ബജറ്റ് വളരെ ഗൗരവത്തോടു കൂടി എടുത്തിരിക്കുന്നു. വിലക്കയറ്റത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകിയിരിക്കുന്നു. അപ്പോൾ ധനമന്ത്രി ഒരു PP ഊതുന്നതിൻ്റെ അല്ലെങ്കിൽ പാമ്പാട്ടികളൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു PP-യുടെ മുന്നിൽ ഒരു തകർന്നിരിക്കുന്ന റവന്യൂ സംവിധാനം പതുക്കെ എഴുന്നേൽക്കുന്നത് പോലെ ഉള്ള ഒരു കാർട്ടൂണാണ് വെച്ചിരിക്കുന്നത്. ഏതായാലും ബജറ്റിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ, റവന്യൂ റെസിപ്റ്റ്സ് എന്ന് പറയുന്ന 1,35,419 രൂപയാണ്. അപ്പോൾ ആ തരത്തിൽ കോടി രൂപയാണ്. അങ്ങനെ അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. അതുപോലെ ബജറ്റ് പെർസ്പെക്റ്റീവ്സ് നൽകിയിരിക്കുന്നു. അതുപോലെ ഈ റവന്യൂ കമ്മി സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഒക്കെ ദി ടൈംസ് ഓഫ് ഇന്ത്യ നൽകിയിട്ടുണ്ട്. ദി ടൈംസ് ഓഫ് ഇന്ത്യയുടെ മറ്റൊരു പ്രധാന വാർത്ത ഈ BBC ഡോക്യുമെൻ്ററി തടഞ്ഞതിനെ സംബന്ധിച്ചുള്ള കേസ് സുപ്രീം കോടതിയിൽ വന്നിരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണത് തടഞ്ഞത്, അത് സംബന്ധിച്ചുള്ള കടലാസുകൾ ഹാജരാക്കണം എന്ന് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഈ സഞ്ജീവ് ഖന്ന, MM സുന്ദരേഷ് അവരുടെ ബെഞ്ചാണ്, ഈ 2 ജഡ്ജിമാരടങ്ങിയ ബെഞ്ചാണ് ഈ ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നത്. അത് കോടതി ഒരു കേസ് പരിഗണിക്കുകയായിരുന്നു. പ്രധാനമായും നമ്മുടെ പത്രപ്രവർത്തൻ ജേർണലിസ്റ്റ് കൂടിയായ N. റാം, ഹിന്ദുവിൻ്റെ പത്രാധിപരൊക്കെ ആയിരുന്നു N. റാമും, അതുപോലെ തൃണമൂൽ കോൺഗ്രസ് MP മുഹുവ മൊയ്ത്രിയും അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷണും സമർപ്പിച്ച ഹർജികൾ പരിഗണിക്കവെയാണ് കോടതി ഈ BBC ഡോക്യുമെൻ്ററി ഇന്ത്യയിൽ നിരോധിക്കാനുള്ള കാരണമെന്ത് എന്ന് ആരാഞ്ഞിരിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള രേഖകൾ ഹാജരാക്കാനും സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു. വലിയ വിവാദമായ ഒരു വിഷയമായിരുന്നു ഈ BBC ഡോക്യുമെൻ്ററി തടഞ്ഞതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ. ഇതൊക്കെയാണ് ഇന്നത്തെ പത്രത്തിലെ പ്രധാനമായിട്ടുള്ള വാർത്തകൾ. പക്ഷേ ഈ പത്രവാർത്ത ഇവിടെ അവസാനിക്കുമ്പോഴും മറ്റു വാർത്തകൾ തുടരുകയാണ്. എനിക്കൊപ്പം വീണ്ടും പ്രദീപും അതുപോലെ അശ്വതിയും ചേരും. താങ്ക് യു പ്രദീപ് ആൻഡ് അശ്വതി. താങ്ക് യു മനു, താങ്ക് യു വെരി മച്ച്. ഈ PT7 എന്ന് പറയുന്ന ഇപ്പോഴത്തെ ധോണി വനംവകുപ്പിന്റെ വെടിയേറ്റ് പിടിയിലാകുമ്പോൾ വന്നിരുന്ന ഒരു വാർത്ത, അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പ് വരെ വന്നൊരു വാർത്ത എന്ന് പറയുന്നത് ഈ വളരെ ആവർത്തിച്ച് ഇതിന്റെ ഒരു റെയ്ഡ് ഉണ്ടായിരുന്നു. റെയ്ഡ് എന്ന് തന്നെ പറയണം. തിരിച്ച് ആനയുടെ
അപ്പോൾ വൈകിട്ട് വരും, രാത്രി വരും, പുലർച്ചെ വന്നൊന്ന് നോക്കിയിട്ട് പോകും. ഇതിനിടയിൽ ആശാന്റെ സ്വഭാവം ഒന്ന് മാറിയിട്ട് ഒറ്റയ്ക്ക് വരുന്ന മാറ്റിയിട്ട് ആദ്യം 2 പേരെ കൂട്ടി വരുന്നു, പിന്നെ ഒരു 3 പേരെ കൂട്ടി വരുന്നു, ആള് വന്നിട്ട് പോകുന്നു, വേറൊരു ഭാഗത്ത് വേറൊരു കൂട്ടി ഇറങ്ങുന്നു. അപ്പോ ഗുണ്ടാ തലവനകത്തായെങ്കിലും സംഘം സജീവമാണെന്നുള്ള സൂചനകൾ വരികയാണ് പാലക്കാട് ധോണിയിൽ നിന്ന്. ധോണിയിൽ നാട്ടിലിറങ്ങിയ കാട്ടാനക്കൂട്ടം ഒരു പശുവിനെ കുത്തിക്കൊന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. കരുമത്താൻപൊറ്റ സ്വദേശി ജിജോ തോമസിന്റെ പശുവിനെയാണ് ഈ ആനകൾ കൊന്നത്. അർദ്ധരാത്രി 12 മണിക്കായിരുന്നു സംഭവം. 3 കാട്ടാനകളാണ് എത്തിയതെന്ന് അറിയുന്നു. പ്രസാദ് ഉടുമ്പശ്ശേരി വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. പ്രസാദ്, നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്തു നിന്ന് വീണ്ടും തുടങ്ങേണ്ട അവസ്ഥ. ബജറ്റിൽ വലിയ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഇപ്പോഴും കാട്ടാന ശല്യം ധോണിയിൽ തുടരുകയാണ്. സ്വൈരമില്ല അല്ലേ പ്രസാദ്? പ്രദീപ്, അശ്വതി പറഞ്ഞതുപോലെ തന്നെയാണ്. കാരണം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്, അത് ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് തന്നെയാണ് ആ പ്രദേശത്തുള്ള ആളുകൾ വിളിക്കുകയും ഇങ്ങനെ ഒരു സംഭവം ഇന്നലെ രാത്രി അർദ്ധരാത്രിക്ക് അവിടെ 3 കാട്ടാനകൾ ധോണി മേഖലയിൽപ്പെട്ട സ്ഥലം തന്നെയാണ്. കരുമത്താൻപൊറ്റ സ്വദേശി ജിജോയുടെ അദ്ദേഹത്തിന്റെ വീടിന്റെ പുറത്ത്, തൊഴുത്തിന് പുറത്ത്, വേനൽക്കാലമായതുകൊണ്ട് തൊഴുത്തിന് പുറത്തായിരുന്നു പശുവിനെ കെട്ടിയിരുന്നത്. ആ പശുവിനെ കാട്ടാനക്കൂട്ടം ആക്രമിക്കുകയും പശു ചാവുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ പ്രദേശങ്ങളിൽ 3 കാട്ടാനകൾ ഇറങ്ങുന്നുണ്ട്. അവിടെ വനത്തിൽ നിന്നും രാത്രി ഈ പ്രദേശത്തേക്ക് ഇറങ്ങുകയും കൃഷി നശിപ്പിച്ച് തിരിച്ച് വീണ്ടും വനത്തിലേക്ക് കയറുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഒരു പശുവിനെ, വളർത്തു പശുവിനെ കൊന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. കറവയുണ്ടായിരുന്ന പശുവാണ്. വലിയ നഷ്ടം ആ കുടുംബത്തിന്, ക്ഷീര കർഷകര കുടുംബത്തിന് ഉണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇത്തരത്തിൽ കാട്ടാന ഇറങ്ങുന്നത് TT7 നമ്മൾ പറഞ്ഞതുപോലെ തന്നെ TT7 പിടിച്ചതിന് ശേഷവും അവിടെ ധോണിക്കാർക്ക് ഉറക്കമില്ല എന്നുള്ളതാണ്. ഇപ്പോഴും ഈ കാട്ടാന കൂട്ടത്തെ പേടിച്ച് ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഒരു പശുവിനെ കൂടി ഈ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. പ്രസാദ്, ഇതിലിപ്പോ നമുക്ക് ചോദിക്കാനുള്ളത്, ഇത്തരത്തിൽ ഇപ്പൊ പ്രസാദ് പറഞ്ഞ പോലെ കറവയുള്ള പശുവാണ്. ചിലപ്പോൾ ആ പശുവിനെ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉപയോഗിച്ച് ജീവിക്കുന്ന കർഷകരുണ്ടാകാം. ഇത്തരത്തിൽ പെട്ടെന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ രാത്രിയോടെ ആ പശു ഇല്ലാതാകുമ്പോൾ ആ വരുമാനം ഇല്ലാതാവുകയാണ്. അവർക്കുള്ള നഷ്ടപരിഹാരത്തിനൊക്കെ അപേക്ഷിച്ച് ഇനി കെട്ടി വരുമ്പോൾ അതിനത്ര കാലതാമസം എത്ര എടുക്കും? വലിയ കാലതാമസം ഉണ്ടെന്ന് തന്നെയാണ്. കാര്യം കഴിഞ്ഞ ദിവസം നമ്മൾ വയനാട്ടിൽ പോയപ്പോൾ നാട്ടുകൂട്ടം ഉണ്ടായിരുന്നു. കൂടിയ ജനങ്ങൾ പറയുന്നത്, ഒന്ന്, ഇവർ നിശ്ചയിക്കുന്ന നഷ്ടപരിഹാരം എന്ന് പറയുന്നത് ഉണ്ടായ നഷ്ടത്തിന് ഒരു തരത്തിലും അതിനോട് യോജിക്കുന്നതോ ആ നഷ്ടം മേക്കപ്പ് ചെയ്യാൻ പോകുന്നതോ അല്ല. 2, ഇത് എന്ന് എപ്പോൾ കിട്ടുമെന്നോ അതിനുള്ള നൂലാമാലകൾ എന്തെന്നോ ഉള്ളത് അറിയില്ല. അപ്പോൾ പ്രസാദ് കറങ്ങി തിരിഞ്ഞ് വീണ്ടും സർക്കാരിന് നേരെ നീളുകയാണ് അല്ലെ ചോദ്യങ്ങൾ? തീർച്ചയായും. കാരണം ഇത്തരം നഷ്ടപരിഹാരങ്ങളെല്ലാം തന്നെ വലിയ തോതിൽ വൈകുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ആളുകൾ മരിക്കുമ്പോൾ പോലും ആദ്യഘട്ടത്തിൽ 10 ലക്ഷം രൂപയാണ് ആ കുടുംബത്തിനുള്ള ഒരു ആശ്വാസ ധനം എന്ന് പറയുന്നത്. അതിൽ 5 ലക്ഷം രൂപ ആദ്യഘട്ടത്തിൽ തന്നെ കൊടുക്കും. പിന്നീടുള്ള 5 ലക്ഷം രൂപ നൽകുന്നതിൽ ഇതിന്റെ രേഖകൾ സമർപ്പിക്കുന്നതിനുമെല്ലാം സമർപ്പിച്ചാൽ പോലും ആ പണം അനുവദിക്കുന്നതിനെല്ലാം തന്നെ വലിയ കാലതാമസം നേരിടുന്നുണ്ട്. പല ഘട്ടത്തിലും ഇത്തരം പ്രശ്നങ്ങൾ ആളുകൾ, ജനപ്രതിനിധികളാണെങ്കിലും നാട്ടുകാരാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയതാണ്. പക്ഷെ അതൊന്നും വളരെ വേഗത്തിൽ നഷ്ടപരിഹാരമോ ഇത്തരത്തിൽ ആശ്വാസ ധനസഹായമോ കൊടുക്കാൻ വനംവകുപ്പിന് കഴിയുന്നില്ല. അതെല്ലാം നീളുന്നു എന്നുള്ളതാണ്. ഈ കേസിലും അത് തന്നെയായിരിക്കും സംഭവിക്കാൻ സാധ്യത. കാരണം ഈ പശു ഈ കാട്ടാന ആക്രമണത്തിലാണ് ഇങ്ങനെ കൊല്ലപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് നഷ്ടപരിഹാരം വേഗത്തിൽ കൊടുക്കണം, അതിനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന പ്രദേശവാസികൾ പറയുന്നുണ്ട്. അശ്വതി പറഞ്ഞതുപോലെ ഈ കുടുംബം ക്ഷീര കർഷക കുടുംബമാണ്. അവരെല്ലാം പശുവിനെ വളർത്തി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് അവരുടെ എല്ലാം ഉപജീവന മാർഗം. ഇത്തരത്തിൽ ഈ സമീപകാലത്ത് ഇങ്ങനെ നമ്മൾ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചുവെങ്കിലും ഈ പശുവിനെ ആക്രമിച്ചു കൊന്നു എന്നുള്ളത് അടുത്ത കാലത്ത് കേൾക്കുന്നതാണ്. എന്തായാലും വലിയ ആശങ്കയിലാണ് ആ പ്രദേശത്തുള്ള ആളുകൾ. ശരി, പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വാർത്ത തന്നത്. എന്തായാലും വളരെ ദുഃഖകരമായ വാർത്തയാണ്. ഇത്തരത്തിൽ ആശങ്ക അവർക്കിപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് ഇത് നൽകുന്ന സൂചന. നമ്മൾ ഇനി പോകുന്നത് കളമശ്ശേരിയിലേക്കാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ വ്യാജജനന സർട്ടിഫിക്കറ്റ് നിർമ്മാണത്തിൽ ദുരൂഹതയെന്നാണ്. മേക്ക് ഇൻ കേരള എന്ന് പറയുന്ന ബജറ്റ് പ്രഖ്യാപനം വന്നതേ ഉള്ളൂ. അതിനു മുമ്പ് മേക്ക് ഇൻ ഹോസ്പിറ്റൽ തുടങ്ങിയിരിക്കുകയാണ്. വ്യാജ ജനന മരണ സർട്ടിഫിക്കറ്റ് നിർമ്മാണ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് കളമശ്ശേരിയിലെ മെഡിക്കൽ കോളേജ്. ഈ ജനന മരണ രജിസ്റ്റർ വിഭാഗത്തിലെ താൽക്കാലിക ജീവനക്കാരിയുടെ ഇടപെടലാണ് ഈ കള്ളി വെളിച്ചത്ത് കൊണ്ടുവന്നത് എന്ന് പറയുന്നു. ഒരു ആശുപത്രി ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്തു. പക്ഷേ എന്തിനു വേണ്ടിയിട്ടായിരുന്നു നിർമ്മാണം, ആർക്ക് വേണ്ടിയിട്ടാണ്, ഇത് 1-2 ആൾക്കാർക്ക് വേണ്ടിയിട്ടാണോ, അതോ ഇത് അതെ ഈ നിർമ്മാണ പ്രക്രിയ തുടങ്ങിയത് എപ്പോഴാണ്, ലാർജ് സ്കെയിലാണോ, ഏത് മീഡിയം ഇൻഡസ്ട്രി ആണോ എന്നുള്ളത് കണ്ടെത്തണം.
എന്തായാലും MS അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, വളരെ ദുരൂഹമായ ഒരു സംഗതിയാണ്, അതുപോലെ ആശങ്കയുണർത്തുന്ന ഒന്നും. കാര്യം നമ്മുടെയൊക്കെ കാര്യത്തിലാണെങ്കിൽ ഈ ജനന മരണ സർട്ടിഫിക്കറ്റ് വളരെ സ്ട്രിക്റ്റായി, വളരെ കർശനമായി, കണിശമായി വിവിധ വകുപ്പുകൾ നിർബന്ധമാക്കിയിരിക്കുമ്പോൾ തോന്നും പോലെ ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാം എന്ന് വരുന്നത് ആശങ്കയുളവാക്കുന്ന വാർത്തയാണല്ലോ അനീഷ്. തീർച്ചയായും പ്രദീപ്, കാരണം നമുക്കറിയാം നമ്മൾ ഒരു സർട്ടിഫിക്കറ്റിനായി സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ജനന സർട്ടിഫിക്കറ്റിനായി ആശുപത്രിയെ സമീപിക്കുമ്പോൾ ഉണ്ടാകുന്ന നൂലാമാലകൾ, അതിൻ്റെ സങ്കീർണതകൾ. പക്ഷേ ഇതൊന്നുമില്ലാതെ ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണം എറണാകുളം ജില്ലയിലെ ഏറ്റവും പ്രധാന ആശുപത്രിയായ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടന്നിരിക്കുന്നു എന്നതാണ് ഏറെ ഞെട്ടിക്കുന്നത്. അതും ഈ നഗരസഭ ജീവനക്കാരി, ഈ കിയോസ്കിൽ വർക്ക് ചെയ്യുന്ന ഒരു ജീവനക്കാരിയുടെ ഒരു സംശയം, ഈ പേരുമായി ബന്ധപ്പെട്ട ഒരു സംശയം, അതിൻ്റെ യഥാർത്ഥ രേഖകൾ കാണണമെന്ന് അവർ പ്രതീക്ഷിച്ചപ്പോൾ അല്ലെങ്കിൽ അവർ കരുതിയപ്പോൾ അവർ തുടർന്ന് നടത്തിയ ഒരു അന്വേഷണമാണ് ലേബർ റൂമിൽ പോയി ഇത്തരത്തിൽ ധ്വനി എന്ന പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കുട്ടി ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നു. ലേബർ റൂമിൽ പോയപ്പോൾ അങ്ങനെ ഒരു മാതാപിതാക്കളുടെ പേരിലൊരു കുട്ടി അവിടെ ഉണ്ടായിട്ടില്ലെന്ന് കണ്ടെത്തുന്നു. മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഈ രഹന എന്ന ജീവനക്കാരി വളരെ വിശദമായ അന്വേഷണം നടത്തുമ്പോഴാണ് അങ്ങനെ ഒരു കുട്ടിയെ ആശുപത്രിയിൽ ജനിച്ചിട്ടില്ല എന്ന് മനസ്സിലാവുന്നത്. ഇത് ഈ കുട്ടിയുടെ രജിസ്ട്രേഷൻ നടപടികൾക്കായി നിർബന്ധിച്ചത് സൂപ്രണ്ടിൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു അസിസ്റ്റൻ്റായ അനിൽകുമാർ എന്ന വ്യക്തിയാണ് എന്ന് ഈ ജീവനക്കാരി പറയുകയും ചെയ്യുന്നു. പിന്നീട് വളരെ വിശദമായ അന്വേഷണമാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവിടെ നടക്കുകയും ഈ അനിൽകുമാർ എന്ന ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. കേവലം ഈ സസ്പെൻഷൻ നടപടിയിൽ കാര്യങ്ങൾ നീങ്ങുമ്പോഴും എങ്ങനെ ഈ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട അനുബന്ധ രേഖകൾ ഉണ്ടാക്കി എന്നതാണ്. കാരണം ഈ കുട്ടിയുമായി, ഈ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട ഇൻപേഷ്യൻ്റ് രജിസ്റ്റർ ക്രമീകരിക്കണം, അതുമായി ബന്ധപ്പെട്ട മറ്റു ചില അനുബന്ധ ചികിത്സാ രേഖകൾ ക്രമീകരിക്കണം. ഇവയൊക്കെ ക്രമീകരിച്ച ശേഷമാണ് ഇത്തരമൊരു ഈ ജനന സർട്ടിഫിക്കറ്റ് നിർമ്മിക്കാനായി ഈ അനിൽകുമാർ എന്ന വ്യക്തി എത്തിയതെന്നാണ് ഇപ്പോൾ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ അനിൽകുമാർ മാത്രമാണോ ഈ കൃത്യത്തിൽ ഉൾപ്പെട്ടത്, അല്ലെങ്കിൽ ആശുപത്രിയിലെ മറ്റു വിഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ ആശുപത്രിയിലെ ഒന്നിലധികം ജീവനക്കാർക്ക് ഈ കൃത്യത്തിൽ ബന്ധമുണ്ടോ എന്നതൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇന്നലെ രാത്രി തന്നെ ഈ ജീവനക്കാരി പോലീസ് സ്റ്റേഷനിൽ ഹാജരായി ഈ സംഭവം സംബന്ധിച്ച് കൃത്യമായ മൊഴി നൽകിയിട്ടുണ്ട്. പോലീസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. തൃപ്പൂണിത്തുറ സ്വദേശിയായ മാതാപിതാക്കളുടെ പേരാണ്, വടക്കേക്കോട്ടയിലുള്ള മാതാപിതാക്കളുടെ പേരാണ് ഈ സർട്ടിഫിക്കറ്റിനായി നൽകിയിരിക്കുന്നത്. എന്തിനാണ് ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചത്? ഇത്തരമൊരു വിലാസത്തിൽ ആളുണ്ടോ, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. എന്തായാലും 3 സാധ്യതകളാണ് പോലീസ് പറയുന്നത്. ഒന്ന്, ഈ തെറ്റായ മാർഗത്തിലൂടെ എങ്ങാനും ഒരു കുട്ടി ജനിച്ച് ഏതെങ്കിലും സ്വകാര്യ ആശുപത്രികളിലോ അല്ലെങ്കിൽ മറ്റ് മാർഗങ്ങളിലൂടെ ജനിച്ച് അതിനെ ഒരു നിയമാനുസൃതമാക്കി മാറ്റുന്നതിനുള്ളൊരു നീക്കമാണോ നടന്നത്? മറ്റൊന്ന്, ഏതെങ്കിലും ആശുപത്രികളിൽ നിന്നോ മറ്റിടങ്ങളിൽ നിന്നോ കുട്ടികളെ തട്ടിക്കൊണ്ട് വന്ന ശേഷം ആ കുട്ടികൾക്കൊരു നിയമാനുസൃതമായ രേഖ ശരിപ്പെടുത്തി നടക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണോ നടന്നത് എന്നും, ഒപ്പം ഈ അനധികൃതമായ ദത്തെടുക്കൽ ഒരു പക്ഷേ നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനൊരു ദത്തെടുക്കൽ നടന്നപ്പോൾ സർക്കാർ രേഖകൾ പ്രകാരം ഈ കുട്ടിയെ രജിസ്റ്ററിലേക്ക് പ്രവേശിപ്പിക്കേണ്ടതുണ്ട്, അതിനുവേണ്ടിയുള്ള നീക്കമാണോ നടന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നത്. എന്തായാലും പക്ഷേ ഏത് അർത്ഥത്തിലായാലും ഈ 3 സാധ്യതകളാണെങ്കിലും ഞെട്ടിക്കുന്ന കാര്യമാണ്. കാരണം ഇതിനു മുമ്പും കളമശ്ശേരിയിൽ ഇത്തരത്തിലെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ, ഇതിനായി വളരെ വിശദമായ ഒരു ലോബി ഈ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നടക്കമുള്ള വളരെ വിശദമായ പരിശോധനകൾ നടക്കേണ്ടി വരും. എന്തായാലും നിലവിൽ അടി മുതൽ മുടി വരെ ദുരൂഹതയാണ് ഈ സംഭവത്തിൽ ഉള്ളത്. ശരി അനീഷ്, എന്തായാലും ഒരു വാർത്ത കൂടി തരാനുണ്ടെങ്കിലും ജനിക്കാത്ത കുട്ടിക്ക് ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ വീരന്മാരാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ പോലീസ് അന്വേഷണം ആരംഭിച്ചപ്പോൾ ഇതിന്റെ കള്ളി വെളിച്ചത്ത് വരും. പൂർണ്ണമായും ഇത് എങ്ങനെയാണ്, എപ്പോഴാരംഭിച്ചാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. അനീഷ്, ഒരു കാര്യം കൂടി ഇന്ന് കൊച്ചിയിൽ നിന്ന് വരേണ്ടതുണ്ട്. BJP സംസ്ഥാന സമിതി യോഗം ഇന്ന് കൊച്ചിയിൽ ചേരുന്നുണ്ട്. പാർട്ടി പ്രവർത്തന ഫണ്ട്, മണ്ഡലം പദയാത്ര തുടങ്ങിയ കാര്യങ്ങൾ ഇന്ന് ചർച്ചയുണ്ടാകുമെന്നാണ് അറിയുന്നത്. അതിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഒപ്പം കേന്ദ്ര ബജറ്റും അവർ ചർച്ച ചെയ്യും. ഈ സംസ്ഥാനത്ത് അല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു, അതിന്റെ മുന്നൊരുക്കങ്ങളും ഒരുപക്ഷെ ആരംഭിച്ചേക്കാം. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അനീഷ്? തീർച്ചയായും അശ്വതി, പ്രദീപ്, അതുതന്നെയാണ് പ്രധാന അജണ്ടയായി ഇന്ന് ചർച്ചയിൽ വരിക. കാരണം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനടക്കം ഉദ്ദേശിച്ച ഒരു നേട്ടമുണ്ടാക്കാൻ BJPക്ക് കേരളത്തിൽ കഴിഞ്ഞില്ല. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാര്യങ്ങൾ മറ്റൊന്നാവണം എന്ന കൃത്യമായ നിർദ്ദേശമാണ് കേന്ദ്ര നേതൃത്വം സംസ്ഥാന ഘടകത്തിന് നൽകിയിരിക്കുന്നത്. അത്തരത്തിൽ ഒരു അവസരം കൂടി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന് പാർട്ടി നൽകുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് കൃത്യമായൊരു ഫലം വേണം എന്ന നിർദ്ദേശം തന്നെ നൽകിയിരിക്കുകയാണ്. ഒപ്പം ഈ പ്രവർത്തനത്തിലേക്ക് നീങ്ങുന്നതിൻ്റെ ഭാഗമായാണ് ഈ ഫണ്ട് പിരിവ്, പദയാത്ര തുടങ്ങിയ
തുടങ്ങിയ കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെച്ചത്. പക്ഷേ ഈ രണ്ട് കാര്യങ്ങളിലും ഉദ്ദേശിച്ച ഒരു വേഗത സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടായില്ല എന്നതാണ് സത്യം. മണ്ഡലം പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിലായിരുന്നു പദയാത്ര നടത്തേണ്ടത്. അത് പലയിടങ്ങളിലും നടന്നില്ല എന്നൊരു വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് ശക്തമായ ചർച്ചകൾ ഇക്കാര്യത്തിൽ മുന്നോട്ട് നീങ്ങും. നേതാക്കളിൽ ഒരു ഭാഗത്തിൻ്റെ നിസ്സഹകരണം ഇപ്പോഴും പാർട്ടി പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നു എന്ന വിമർശനമുണ്ട്. ഈ കാര്യവും വിശദമായി ചർച്ച ചെയ്യും. എന്തായാലും പ്രകാശ് ജാവ്ദേക്കറാണ് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നത്. അദ്ദേഹം കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കും. കേന്ദ്ര ബജറ്റ് ഏത് തരത്തിലാണ് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത്, എത്രമാത്രം ജനക്ഷേമത്തെ ഊന്നിയാണ് ഈ ബജറ്റ് അവതരിപ്പിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ പറയും. ഒപ്പം സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റ് അങ്ങേയറ്റം ജനങ്ങൾക്ക് തിരിച്ചടിയാണ്, നിരാശാജനകമാണ്. അതിനെതിരെ ശക്തമായ പ്രതിഷേധം, ഈ ഒരു വശത്ത് UDF പ്രതിഷേധം ആരംഭിക്കുമ്പോൾ ഒട്ടും കുറയാത്ത രീതിയിലുള്ള പ്രതിഷേധം മറുവശത്ത് BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം എന്ന വികാരമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് സംസ്ഥാന സർക്കാരിനെതിരായ പ്രതിഷേധങ്ങൾ കടുപ്പിക്കാൻ തന്നെയാവും പാർട്ടി തീരുമാനം. 10:30 സംസ്ഥാന സമിതി യോഗം ചേരുക. അതിന് 9 മണിക്ക് പാർട്ടി കോർ കമ്മിറ്റി യോഗം ചേർന്ന് ഇന്നത്തെ സംസ്ഥാന സമിതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത്, ഏത് നിലപാടാണ് നേതൃത്വത്തിൽ നിന്നും എടുക്കേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. പ്രദീപ്. ശരി അനീഷ്, എന്തായാലും ഒരു നല്ല വാർത്താ ദിനം ആശംസിക്കുകയാണ്. ഓഹരി തട്ടിപ്പ്, അതെ, ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെ തുടർന്ന് വാർത്തകളിൽ നിറഞ്ഞത് അദാനി ഗ്രൂപ്പാണ്. ഇന്ത്യയിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും അവരുടെ പല പദ്ധതികളും വളരെ വിശദമായ സ്ക്രൂട്ടിനിക്ക് വിധേയമായി. ഏറ്റവും ഒടുവിൽ കേന്ദ്ര ബജറ്റിന് ശേഷം ന്യൂസ് 18ന്റെ ഗ്രൂപ്പ് എഡിറ്റർ ഇൻ ചീഫ് രാഹുൽ ജോഷിക്ക് നൽകിയ അഭിമുഖത്തിൽ ഇക്കാര്യം ചോദിച്ചിരുന്നു ധനമന്ത്രി നിർമ്മല സീതാരാമനോട്. അതിന് വ്യക്തമായി മറുപടി നൽകി. വാർത്തകളും മാർക്കറ്റുമായി യാതൊരു ബന്ധവും ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ കേന്ദ്രം അദാനി ഗ്രൂപ്പിനെ സംബന്ധിച്ച ഇത്തരം കാര്യങ്ങളിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഓഹരി തട്ടിപ്പ് എന്നുള്ള ആരോപണമാണ് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം അന്വേഷിക്കുന്നത്. കമ്പനി നിയമത്തിലെ സെക്ഷൻ 206 പ്രകാരമാണ് അദാനി ഗ്രൂപ്പിൽ നിന്ന് വിവരങ്ങൾ തേടിയിരിക്കുന്നത്. സമീപകാലത്ത് നടത്തിയിട്ടുള്ള എല്ലാ ഇടപാടുകളുടെയും വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട്. മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ ഡയറക്ടർ ജനറലിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. സൂര്യൻ ഉദിച്ചു വരികയാണ്. സമയം 8:27. എല്ലാവരും അവരുടെ തിരക്കുകളിലേക്കൊക്കെ പോകുന്ന സമയമാണ്. നമ്മൾ ഇനി പോകുന്ന ഒരു ദുഃഖകരമായ വാർത്തയിലേക്കാണ്. 3 പതിറ്റാണ്ട് മുമ്പ് കാണാതായ മകനെ തേടുകയാണ് ഒരമ്മ. തൊടുപുഴയിലാണ്. തൊടുപുഴ മണക്കാട് സ്വദേശിനി ഗിരിജയാണ് 1994 ഡൽഹിയിലെ താമസ സ്ഥലത്ത് നിന്ന് നഷ്ടപ്പെട്ട മകൻ സജൻ കുമാറിനെ തേടുന്നത്. ഒരിക്കൽ കൂടി മകനെ ഒന്ന് കാണണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമാണ് ഈ അമ്മ പങ്കുവയ്ക്കുന്നത്. 1990കളിലാണ് ഡിഫൻസ് മിനിസ്ട്രിയിൽ ജോലിയുള്ള ഭർത്താവ് ചന്ദ്രശേഖരൻ നായരുമൊത്ത് താമസിക്കാൻ മകൻ സജനെയും മകൾ സ്നേഹയെയും കൂട്ടി ഗിരിജ ഡൽഹിയിലെ RK പുരത്തെത്തുന്നത്. ഇലക്ട്രോണിക്സ് മോഹമുള്ള മകനെ മാതാപിതാക്കൾ RK പുരത്ത് തന്നെയുള്ള കേരള പബ്ലിക് സ്കൂളിലാണ് പഠിക്കാൻ അയച്ചത്. എന്നാൽ 10ാം ക്ലാസ് പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ സജന് മാർക്ക് കുറഞ്ഞുപോയി. ഇതേ ചൊല്ലി പിതാവ് ശകാരിച്ചു. ഇതിൽ മനം നൊന്ന സജൻ രാത്രിയിൽ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവുകയായിരുന്നു. 1994 ഓഗസ്റ്റ് 17 ശനിയാഴ്ചയായിരുന്നു സംഭവമെന്ന് മാതാവ് ഗിരിജ ഓർക്കുന്നു. അവൻ പറഞ്ഞിരുന്ന ഇലക്ട്രോണിക്സിൽ ഭയങ്കര താല്പര്യമായിരുന്നു. എനിക്ക് ഇലക്ട്രോണിക്സിൽ എന്തെങ്കിലും പഠിപ്പിച്ചൊരു ചെറിയ കടയിട്ട് തന്നാലും മതി എന്നാണ് മോൻ പറഞ്ഞിരുന്നത്. പക്ഷെ പുള്ളി പറഞ്ഞ് അതല്ല, പഠിച്ചിട്ടൊരു ഗവൺമെൻറ് ജോലി നേടണം, നീ അങ്ങനെ മതിയെന്ന് പുള്ളി പറഞ്ഞു. അപ്പോൾ അവനതിന് എതിർപ്പായിരുന്നു. അങ്ങനെ ഒരു ദിവസം വഴക്കും പറഞ്ഞ അടിയൊക്കെ കൊടുത്തപ്പം പിറ്റേ ദിവസം ആളെ കാണാനില്ല. മകനെ കാണാതായ സംഭവത്തിൽ അന്ന് തന്നെ RK പുരം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും അന്വേഷണം എങ്ങുമെത്തിയില്ല. ഏതാനും മാസം കഴിഞ്ഞപ്പോൾ UPയിലെ മാരുതി കമ്പനിയിൽ താൽക്കാലിക ജോലി ലഭിച്ചതായി സൂചിപ്പിച്ച് സജൻ കുമാർ ഡൽഹിയിലുള്ള മാതാവിന് കത്തയച്ചിരുന്നു. 2 മാസം കൂടുമ്പോൾ മകന്റെ കൈയക്ഷരത്തിൽ തന്നെയുള്ള കത്ത് വരുമായിരുന്നുവെന്ന് ഗിരിജ പറയുന്നു. പോയി കഴിഞ്ഞിട്ട് ലെറ്റർ അയക്കുമായിരുന്നു. ഞാൻ ഉത്തർപ്രദേശിലാണ്, മാരുതി കമ്പനിയിൽ ജോലിക്ക് കയറി. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ അമ്മയെ കാണാൻ വരും. അപ്പോൾ അച്ഛൻ എന്നെ എതിർക്കരുത്, ഞാൻ പുറത്തു നിന്നാണെങ്കിലും കണ്ടിട്ട് പൊക്കോളാം എന്നും പറഞ്ഞു. പക്ഷെ വന്നില്ല. പിന്നെ കുറേ കാലം കഴിഞ്ഞ് പറഞ്ഞു ഞാൻ +2 പാസ്സായി, ഇപ്പോൾ കമ്പ്യൂട്ടർ പഠിക്കുവാണ്, ഞാൻ ബാംഗ്ലൂർക്ക് മാറിയെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഒന്നും അറിയില്ല, വന്നുമില്ല. വരാമെന്ന് പറഞ്ഞെങ്കിലും വന്നില്ല. 1996 ജോലിയിൽ നിന്നും വിരമിച്ചതോടെ ചന്ദ്രശേഖരൻ നായരും കുടുംബവും തിരികെ നാട്ടിലേക്ക് മടങ്ങി. 12 വർഷം മുമ്പ് ചന്ദ്രശേഖരൻ നായർ മരിച്ചു. മകളെ വിവാഹം കഴിച്ചയക്കുകയും ചെയ്തതോടെ ഗിരിജ ഒറ്റയ്ക്കായി.
ഇതിനിടെ മകനെ പലരും ബോംബെയിലും ചെന്നൈയിലും ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ വെച്ച് കണ്ടതായി അറിയിച്ചു. മകനെ കാണാൻ സാധിക്കണമെന്ന ആഗ്രഹം മാത്രമാണ് ഇപ്പോൾ ഈ അമ്മയ്ക്കുള്ളത്. ന്യൂസ് 18 ഇടുക്കി. പ്രഭാത കേരളം തുടരുകയാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം കവടിയാർ പാർക്കിലാണ്. ഈ പാർക്ക് ഏകദേശം ഒഴിഞ്ഞു. എല്ലാവരും ഇവിടുന്ന് പോയി. നടക്കാനുണ്ടായിരുന്നവര്, വ്യായാമം ചെയ്തുകൊണ്ടിരുന്നവരൊക്കെ പോയി അല്ലെ? അതെ. ഇനി നമുക്ക് എന്തായാലും ദേശീയ വാർത്തകൾ, രാജ്യാന്തര വാർത്തകൾ ഒക്കെ കാണേണ്ടതുണ്ട്. അതെ, ദേശീയ അന്തർദേശീയ വാർത്തകളുമായി നമുക്കൊപ്പം മനു ഭാരത്തും MG മിഥുനും ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും. ആദ്യം നമുക്ക് ഇന്റർനാഷണൽ വാർത്തകൾ. MG മിഥുൻ എന്തൊക്കെയാണ്? അദാനി മുതൽ US-ഉം ചൈനയും വരെയുള്ള ഒട്ടേറെ വാർത്തകളുണ്ട് അല്ലേ ഇന്ന്? ഗുഡ് മോർണിംഗ് പ്രദീപ്, അശ്വതി. നിരവധി രാജ്യാന്തര തലത്തിൽ വാർത്തകൾ ഇന്ന് സമഗ്രമായി തന്നെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ബ്ലൂംബർഗിന്റെ ആഗോള കോടീശ്വര പട്ടികയിൽ നിന്ന് അദാനി ഗ്രൂപ്പ് ചെയർമാൻ കൂടിയായിട്ടുള്ള ഗൗതം അദാനി മൂക്കുകുത്തി താഴേക്ക് പോകുന്ന കാഴ്ച. അങ്ങനെ നിരവധി വാർത്തകളുണ്ട്. അതൊക്കെ തന്നെ നമുക്ക് വിശദമായി തന്നെ നോക്കാം. ആദ്യമായി ഈ ഓഹരി മുഖലത്തിൽ വൻ ഇടിവ് തുടരുന്നതിന് പിന്നാലെ അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനി ആഗോള കോടീശ്വര പട്ടികയിൽ പിന്നോക്കം പോകുന്നു എന്നുള്ളത് തന്നെയാണ്. ബ്ലൂംബർഗിന്റെ ആഗോള കോടീശ്വര പട്ടികയിൽ നേരത്തെ 3ാമതായിരുന്ന അദാനി ഇപ്പോൾ 21ാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഓരോ ദിവസവും പിന്നീട് തോറും റാങ്ക് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അദാനിക്ക് ഹിൻഡൻബർഗിന്റെ ഓഹരി തട്ടിപ്പ് റിപ്പോർട്ടിന് പിന്നാലെയാണ് തിരിച്ചടി തുടങ്ങിയത്. ജനുവരി 31-ന് ബ്ലൂംബർഗിന്റെ ആഗോള ധനികരുടെ പട്ടികയിൽ ആദ്യ 10-ൽ നിന്നും അദാനി പുറത്താവുകയും ചെയ്തിരുന്നു. അതിനു മുമ്പ് പട്ടികയിൽ 3-ൽ നിന്ന് 4ാം സ്ഥാനത്തേക്ക് വീണ അദാനി കഴിഞ്ഞ ദിവസം 11-ലേക്കാണ് കൂപ്പുകുത്തിയത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് 10 റാങ്ക് കൂടി താഴ്ന്ന് 21-ലേക്ക് വീണിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, വിദ്വേഷ പ്രസംഗങ്ങളും തെറ്റായ വിവരങ്ങളും തടയണമെന്ന് ട്വിറ്റർ CEO ഇലോൺ മസ്കിന് യൂറോപ്യൻ യൂണിയന്റെ താക്കീത് നൽകിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ട്വിറ്റർ വിദ്വേഷ പ്രസംഗത്തിനും തെറ്റായ വിവരങ്ങൾക്കും എതിരായ നിയമങ്ങൾ പാലിക്കണമെന്ന് യൂറോപ്യൻ യൂണിയൻ കമ്മീഷണർ തിയറി ബ്രറ്റൺ മസ്കിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ട്വിറ്ററിലൂടെ വിദ്വേഷ പ്രചരണം ശക്തമായ സാഹചര്യത്തിലാണ് നിർദ്ദേശം നൽകിയത്. വിദ്വേഷ പ്രസംഗങ്ങളും ഒപ്പം തന്നെ മറ്റ് ദോഷകരമായ ഉള്ളടക്കങ്ങളും നിയന്ത്രിക്കുന്നതിൽ ട്വിറ്റർ പുരോഗതി കൈവരിക്കേണ്ടതുണ്ട് എന്നും അദ്ദേഹം മസ്കിനോട് പറയുകയും ചെയ്തു. യൂറോപ്യൻ യൂണിയന്റെ ഡിജിറ്റൽ സേവന നിയമങ്ങളെക്കുറിച്ച് വിശദീകരിക്കാനും ട്വിറ്ററിന്റെ നിലപാട് അറിയിക്കാനും യൂറോപ്യൻ തിയറി ബ്രൈറ്റൺ ഇലോൺ മസ്കുമായി നടത്തിയ വീഡിയോ കോളിലാണ് ഇത്തരത്തിലുള്ള കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മറ്റൊന്ന്, ഇസ്രായേലിനെതിരായ മുൻ വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ US വിദേശകാര്യ സമിതിയിൽ നിന്ന് ഡെമോക്രാറ്റിക് പ്രതിനിധിയും അഭയാർത്ഥി വനിതയുമായ ഇൽഹാൻ ഒമറിനെ പുറത്താക്കി എന്നുള്ളത് തന്നെയാണ്. റിപ്പബ്ലിക്കൻ പാർട്ടി ഭൂരിപക്ഷമുള്ള ജനപ്രതിനിധി സഭയാണ് ഇൽഹാനെ പുറത്താക്കിയത്. 211-നെതിരെ 2018 വോട്ടുകൾക്കാണ് ഇർഹാനെ പുറത്താക്കാൻ തീരുമാനിച്ചത്. വിദേശകാര്യ സമിതിയുടെ ആഫ്രിക്കൻ സബ് കമ്മിറ്റിയിലെ പ്രധാന അംഗമായിരുന്നു ഈ 40-കാരി. എന്നാൽ ഇർഹാനെ പുറത്താക്കിയ നടപടിയെ വൈറ്റ് ഹൗസ് അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇർഹാൻ ഒമർ കോൺഗ്രസിൽ ഏറെ ബഹുമാനിക്കപ്പെടുന്ന അംഗമാണെന്നും റിപ്പബ്ലിക്കൻ നീക്കം രാഷ്ട്രീയ പ്രതികാരമാണെന്നും എന്നാണ് മാധ്യമപ്രവർത്തകർ സംസാരിച്ച വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരീൻ ജിൻ പിയറി വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ മറ്റൊന്ന് വളരെ ആശങ്കാജനകമായി തന്നെ നോക്കിക്കാണുന്ന ഒരു വിഷയം തന്നെയാണ് US-നെ സംബന്ധിച്ച്. US-ഉം ചൈനയും തമ്മിലുള്ള ബന്ധത്തിൽ പുതിയ അസ്വാരസ്യങ്ങൾക്ക് വഴിമരുന്നിടുന്നതാണ് ചൈനയുടെ ചാരബലൂൺ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത്. US-ന്റെ വ്യോമാതിർത്തിയിൽ സംശയാസ്പദമായ വിധത്തിൽ കാണപ്പെട്ട ചൈനീസ് ചാരബലൂൺ സംബന്ധിച്ച വാർത്ത US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ ചൈനയിലേക്കുള്ള സന്ദർശനത്തിന് മുമ്പ് പുറത്തുവരുന്ന വാർത്തകളാണ്. അതാണ് ഏറ്റവും ഗൗരവമായി തന്നെ അവർ നോക്കിക്കാണുന്നത്. രഹസ്യങ്ങൾ ചോർത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് ചൈനയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായത് എന്ന് തന്നെയാണ് US ഇതുമായി ബന്ധപ്പെട്ട് ആരോപിക്കുന്നത്. ചാരബലൂൺ ചൈനയുടേതാണ് എന്ന കാര്യത്തിൽ സംശയമില്ലെന്നും ആണവ മിസൈൽ വിക്ഷേപണ രംഗത്തിൽ വ്യോമസേനാ ആസ്ഥാനങ്ങളും ഉൾപ്പെടുന്ന സുപ്രധാന മേഖലകൾക്ക് മുകളിലൂടെയാണ് ഈ ബലൂൺ സഞ്ചരിച്ചതെന്നുമാണ് US-ന്റെ ഉന്നത പ്രതിരോധ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നിരന്തരം നിരീക്ഷിക്കാനുള്ള നീക്കത്തിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നു. ഈ ബലൂൺ തകർത്തിടാനോ അല്ലെങ്കിൽ അത് പിടിച്ചെടുക്കാനോ അല്ലെങ്കിൽ ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏകദേശം 800 നോട്ടിക്കൽ മൈൽ അകലെ ആണ് ഈ ഒരു ബലൂൺ കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. പൂർണ്ണമായും നിരീക്ഷണ സജ്ജമായി അല്ലെങ്കിൽ ഈ ഒരു പ്രതിരോധ മേഖലയുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള നിരീക്ഷണം ഇതുമായി ബന്ധപ്പെട്ട് തുടരുന്നുണ്ട്. ബലൂൺ വഴിയുള്ള വിവരശേഖരണമായി ഇരിക്കണം ചൈനയുടെ ലക്ഷ്യമെന്നുമാണ് US പ്രതിനിധികൾ ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കുന്നത്. രാജ്യത്തെ 3 ആണവ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളിലൊന്നായ മാൽസ്ട്രോം വ്യോമസേന ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന മൊണ്ടാനയിലാണ് ബലൂൺ ആദ്യമായി ദൃശ്യമായതെന്നാണ് US-ന്റെ സംശയം ഇതുമായി ബന്ധപ്പെട്ട് ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുന്നത്. ഇത്തരത്തിൽ നിരവധി വാർത്തകളുണ്ട് രാജ്യാന്തര തലത്തിൽ. അതെല്ലാം തന്നെ വരും മണിക്കൂറുകളിൽ നമുക്ക് കൂടുതൽ വിശദമായി തന്നെ നോക്കാം.
ശരി മിഥുൻ, എന്തായാലും വളരെ ഗൗരവമേറിയ വാർത്തകളാണ് മിഥുൻ പങ്കുവച്ചത്. ചിരിക്കാതെയും വയ്യ, കാര്യം കിഴക്കേ അറ്റത്തിരുന്നും കൊണ്ട് പടിഞ്ഞാറേ അറ്റത്ത് അമേരിക്കയ്ക്കുണ്ടാക്കിയ തലവേദനകൾ ചൈനയെ കൊണ്ട് തോറ്റു എന്ന് പറയേണ്ട അവസ്ഥയാണ്. ഇനി നമുക്ക് ദേശീയ വാർത്തകൾ കൂടി നോക്കേണ്ടതുണ്ട്. മനു ഭരത്താണ് ചേരുന്നത് ദേശീയ വാർത്തകളുമായി. മനു, ഈ CV ആനന്ദബോസിനെ വലിയ പ്രതീക്ഷയോട് കൂടിയാണല്ലോ ബംഗാളിൽ ഗവർണറായി കൊണ്ടുപോയത്. ഇപ്പോൾ അവിടുത്തെ BJP നേതാക്കൾക്ക് തീരെ താല്പര്യമില്ലാത്ത ആളായി മാറിക്കൊണ്ടിരിക്കുകയാണോ CV ആനന്ദബോസ് എന്ന മലയാളി? എന്തൊക്കെയാണ് മറ്റ് ദേശീയ വാർത്തകൾ മനു? CV ആനന്ദബോസിനെ സംബന്ധിക്കുന്ന വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ മലയാളികൾക്ക് ഒരു പ്രധാന ദേശീയ വാർത്തയായി തന്നെ ഉയർത്തിക്കാണിക്കാനുള്ളത്. കാരണം CV ആനന്ദബോസ് മറ്റു പലയിടങ്ങളിലെ ഗവർണർമാരുടെയൊക്കെ പെരുമാറ്റം നമുക്കറിയാം. അവർ സർക്കാരിനെ പലപ്പോഴും മുൾമുനയിൽ നിർത്തുന്ന സാഹചര്യം ഉണ്ടായി. അതുപോലെ ഇപ്പോൾ പോണ്ടിച്ചേരിയിലാണെങ്കിൽ ലഫ്റ്റനന്റ് ഗവർണർ മുമ്പായിരുന്ന കിരൺ ബേദി ഒക്കെ എടുത്ത നടപടികൾ വലിയ വിമർശനങ്ങൾക്ക് സർക്കാർ വഴിവെക്കുന്നത്. പക്ഷേ ബംഗാളിൽ സാഹചര്യം ഏറെ വ്യത്യസ്തമാണ്. ബംഗാളിൽ ഈ BJP ആരോപിക്കുന്നത് CV ആനന്ദബോസ് മമതാ ബാനർജിയുടെ ഒരു സെറോക്സ് കോപ്പിയാണ് എന്നാണ്. അങ്ങനെ ഒരു ആരോപണം BJP നേതാവായ ഈ സബൻദാസ് ഗുപ്ത തന്നെ അവിടെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു പുതിയൊരു ഡെവലപ്മെൻറ്റ് വന്നിരിക്കുന്നത് ഈ CV ആനന്ദബോസിനെതിരെയുള്ള പരസ്യ പ്രതികരണങ്ങൾ ഒഴിവാക്കണമെന്ന് BJP നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ ഡൽഹിയിൽ വിളിപ്പിക്കുകയും ഇത് സംബന്ധിച്ചുള്ള അതൃപ്തി അറിയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു BJP നേതൃത്വം. അപ്പോൾ ഇനി കുറെ കൂടെ ഒരു ജാഗ്രത അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. ഏതായാലും മറ്റ് മുഖ്യമന്ത്രിമാരെ പോലെയല്ല ഈ മമതാ ബാനർജിയുടെ ഒരു സാഹചര്യം. അവരെ നമുക്കറിയാം, അവർ കുറെ കൂടെ കർക്കശമായ നിലപാടുകൾ ഉള്ളവരാണ്. കൂടുതൽ ധൈര്യസമേതം കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരു മുഖ്യമന്ത്രി കൂടിയാണ്. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് എന്ത് പ്രതികരണം ഉണ്ടാകും, ഇനി CV ആനന്ദബോസ് എന്ത് നിലപാട് സ്വീകരിക്കും എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള ആളുകൾ വളരെ സഗൗരവം അതൊക്കെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും CV ആനന്ദബോസിനെ അനുകൂലിച്ചുകൊണ്ട് TMC നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. സുഗത റോയ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായിരുന്ന ഈ ജഗ്ദീപ് ധൻഖറിൻ്റെ പാത പിന്തുടരുന്നില്ല, അദ്ദേഹം കുറെ കൂടെ മര്യാദക്കുള്ളൊരു പാത പിന്തുടരുന്നു എന്ന ഒരു പ്രസ്താവന TMCയിൽ നിന്ന് വരുന്നു. അങ്ങനെ ബംഗാളിലെ ഈ ഗവർണർ BJP പോര് ഇപ്പോഴും ദേശീയ വാർത്തകളിൽ പ്രധാന സ്ഥാനമായി തന്നെ ഇടം പിടിക്കുന്നു. മറ്റൊന്ന് നമ്മുടെ ഈ ഓഹരി വിപണിയെ സംബന്ധിച്ചുള്ള വാർത്തകളാണ്. അദാനിക്കെതിരെ ഉള്ള ആരോപണത്തിൽ അന്വേഷണം കേന്ദ്രം ആരംഭിക്കുന്നെന്ന വാർത്തകൾ നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ കമ്പനി കാര്യ മന്ത്രാലയം അത് സംബന്ധിച്ച് ഉള്ള പരിശോധനകൾ നടത്തും. അത് ഏത് തരത്തിൽ പരിണമിക്കും എന്നാണ് ഇപ്പോൾ നമ്മൾ സഗൗരവം ഉറ്റുനോക്കുന്നത്. മാത്രമല്ല വിപണിയിൽ ഇത് ഇനി എത്ര ലോങ് ടേമായി ഇത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നത് വളരെ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം തിങ്കളാഴ്ച വിപണി ആരംഭിക്കുമ്പോൾ എന്തായിരിക്കും, ഇടപാടുകൾ ആരംഭിക്കുമ്പോൾ എന്തായിരിക്കും സാഹചര്യം എന്നത് സ്റ്റോക്ക് മാർക്കറ്റൊക്കെ വളരെ സഗൗരവം വീക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ പാർലമെൻറ്റ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രക്ഷുബ്ധമായിരുന്നു. അപ്പോൾ തിങ്കളാഴ്ച പാർലമെൻറ്റിൽ എന്ത് സംഭവിക്കും എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളും ഒക്കെ പുരോഗമിക്കുന്നു. അത് എങ്ങനെയെങ്കിലും ഈ പ്രതിപക്ഷ കക്ഷികളെയൊക്കെ അവരുടെ ഈ ആവേശം തണുപ്പിക്കാൻ ഒരുപക്ഷെ ഈ അന്വേഷണ പ്രഖ്യാപനം വഴിവെച്ചേക്കും എന്നാണ് നമ്മൾ കരുതുന്നത്. ഏതായാലും ഈ സുസ്ഥിരതാ സൂചികയിൽ നിന്ന് അദാനി എൻ്റർപ്രൈസസിനെ 7 മുതൽ ഒഴിവാക്കുമെന്ന് ഡൗ ജോൺസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വിപണിയെ ഏത് തരത്തിൽ ബാധിക്കുമെന്നാണ് നോക്കേണ്ടത്. അദാനി ഓഹരികളുടെ വിലത്തകർച്ച അതുപോലെ മൂലധന സമാഹരണത്തിനുള്ള ഗ്രൂപ്പിൻ്റെ ശേഷിയെ ബാധിച്ചേക്കുമെന്ന് മൂഡീസ് ഇൻവെസ്റ്റേഴ്സും മുന്നറിയിപ്പ് നൽകുന്നു. അപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് കഴിഞ്ഞ ദിവസം നമ്മളോട് നിർമ്മല സീതാരാമൻ വ്യക്തമാക്കിയിരുന്നത് ഇത് വിപണി വളരെ ഒരു നിയന്ത്രണ വിധേയമായിട്ടുള്ളൊരു സംവിധാനമാണ്. അത് ഒരുപക്ഷെ ഇത്തരം വാർത്തകൾ ആഗോളതലത്തിൽ പല ചർച്ചകൾ നടക്കുന്നുണ്ടാകും, പക്ഷേ ഇത്തരം വാർത്തകളൊന്നും വിപണിയെ ബാധിക്കില്ല, അത് വെൽ റെഗുലേറ്റഡ് ആണ് എന്നാണ് നിർമ്മല സീതാരാമൻ പറഞ്ഞത്. നമുക്കും അതിൽ പ്രതീക്ഷ വെച്ചു പുലർത്താം. SBIയും അതുപോലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളൊക്കെ അവരുടെ പ്രതികരണങ്ങൾ നേരത്തെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇനി വിപണി കുറെ കൂടെ കാര്യക്ഷമമായി തിരിച്ചു വരുന്നതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. പ്രദീപ്, അശ്വതി. എന്തായാലും ഇതൊക്കെയാണ് ദേശീയ വാർത്തകൾ അല്ലെ. മനുവിനും നല്ല ദിവസം ആശംസിക്കുകയാണ്. നമുക്ക് ഈ പാലക്കാടുകാർക്കൊരു നല്ല അവസരമുണ്ട്, അത് നമുക്ക് അവരോട് പറഞ്ഞു കൊടുക്കാം അറിയാത്തവർക്കായി. പാലക്കാട് IIT കാണാൻ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും അവസരം ഒരുക്കിയിരിക്കുകയാണ് അധികൃതർ. സാധാരണഗതിയിൽ വളരെ നിയന്ത്രണങ്ങളാണുള്ളത്. IITയിൽ അങ്ങനെ എളുപ്പത്തിൽ പ്രവേശിക്കാനാവില്ല. എന്തായാലും ഇന്നും നാളെയുമായി നടക്കുന്ന ഓപ്പൺ ഹൗസും ടെക്നോ കൾച്ചറൽ ഫെസ്റ്റും കാണാനാണ് നാട്ടുകാർക്ക് അവസരമൊരുക്കുന്നത്. പാലക്കാട് IITയിലെ ടെക്നിക്കൽ ലാബുകൾ, ക്ലാസ് റൂമുകൾ, റിസർച്ച് പ്രൊജക്ടുകൾ എന്നിവ കാണാനും അറിയാനുമുള്ള അവസരമാണ് ഇന്നും നാളെയുമായി
വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും ലഭിക്കുക. എഞ്ചിനീയറിംഗിൽ ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനം നൽകുന്നതായിരിക്കും ഇന്ന് ആരംഭിക്കുന്ന ഓപ്പൺ ഹൗസും ടെക്നോ കൾച്ചറൽ ഫെസ്റ്റും. സ്കൂൾ സ്റ്റുഡൻസിന് അവർക്കൊരു ഇൻസ്പിറേഷന് വേണ്ടിയിട്ടും അവർക്ക് എന്താണ് ഫ്യൂച്ചറിൽ ഇവിടെ കിട്ടുക എന്നും ഒന്ന് ബോധിപ്പിക്കാനായിട്ടാണ് നമ്മൾ 2 ദിവസം ഓപ്പൺ ഹൗസ് നമ്മുടെ ഡയറക്ടർ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സാധാരണഗതിയിൽ IIT ക്യാമ്പസിലേക്കുള്ള പ്രവേശനത്തിന് കടുത്ത നിയന്ത്രണങ്ങളുണ്ട്. എന്നാൽ ഈ 2 ദിവസങ്ങളിലും പ്രവേശനം സൗജന്യമായിരിക്കും. വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയാണ് പ്രവേശനം. ന്യൂസ് 18 പാലക്കാട്. അപ്പോൾ IIT കാണണം എന്നുള്ളവരെല്ലാം പാലക്കാടേക്ക് പോവാം. പാലക്കാട് IIT കാണാൻ ഇന്നും നാളെയും അവസരമുണ്ട്. നമ്മളിനി പോകുന്നത് ഒരു ജലോത്സവത്തിന്റെ വാർത്തയിലേക്കാണ്. മലപ്പുറം കീഴുപറമ്പ് 21ാമത് ഉത്തരമേഖല ജലോത്സവം 12-ന് നടക്കും. സംഘാടകർ നിർമ്മിച്ച തോണികളിലാണ് ടീമുകൾ അണിനിരക്കുക. തോണികളുടെ അവസാനവട്ട മിനുക്കുപണികൾ പുരോഗമിക്കുകയാണ്. കീഴൂപ്പറമ്പ് CH ക്ലബിന്റെ നേതൃത്വത്തിലാണ് ചാലിയാർ പുഴയിലെ എടശ്ശേരിക്കടവിൽ എല്ലാ വർഷവും ഉത്തരമേഖലാ ജലോത്സവം സംഘടിപ്പിക്കുന്നത്. ഈ മാസം 12-നാണ് ജലോത്സവം. വാശിയേറിയ പോരാട്ടത്തിൽ അരീക്കോടും പരിസര പ്രദേശങ്ങളിലുമുള്ള 20ഓളം ടീമുകളാണ് പങ്കെടുക്കുക. വ്യത്യസ്ത തരത്തിലുള്ള തോണികളുമായാണ് ടീമുകൾ മുൻപ് മത്സരത്തിന് എത്തിയിരുന്നത്. ഇത് പലപ്പോഴും വിധി നിർണയത്തിന് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചു. ഈ സാഹചര്യത്തിലാണ് സംഘാടകർ തന്നെ പുതിയ തോണികൾ നിർമ്മിക്കുന്നത്. ജലോത്സവത്തിനുള്ള തോണികളുടെ അവസാനഘട്ട മിനുക്കുപണികൾ പുരോഗമിക്കുകയാണ്. ചാലിയാറിന്റെ തീരത്ത് നിന്ന് പ്രത്യേകം ശേഖരിച്ച മഹാഗണി തടികൾ ഉപയോഗിച്ചാണ് തോണികളുടെ നിർമ്മാണം. ഓരോ തീരത്തുള്ള ആളുകൾ അവരുടേതായിട്ടുള്ള വികാരം, അവരുടേതായിട്ടുള്ള ക്ലബ്ബ് അത് ഈ മാമാങ്കത്തിൽ മാറ്റിവെക്കുക. ഈ കപ്പ് വാങ്ങിക്കുക എന്ന് പറയുന്നത് ഇവിടുത്തെ വലിയൊരു ആവേശമാണ്. കഴിഞ്ഞ തവണ 3 തോണികൾ ഉണ്ടാക്കിയിരുന്നു. പിന്നെ അത് കഴിഞ്ഞു. അത് ഇപ്പോഴും നല്ല ഒരു തോണി ഉപയോഗിച്ച് ഒരു ഈട് നിൽക്കുന്ന രൂപത്തിലുള്ള ഒരു വെള്ളമാണ് ഇപ്രാവശ്യം ഉണ്ടാക്കുന്നത്. ഏകദേശം 1.5 ലക്ഷം രൂപയാണ് ഒരു തോണിക്ക് വില വരുന്നത്. 38 അടി നീളത്തിലും 25 ഇഞ്ച് വീതിയിലുമാണ് തോണികളുടെ നിർമ്മാണം. വൈകാതെ തന്നെ തോണികൾ ചാലിയാറിൽ ഇറക്കാനുള്ള ഒരുക്കത്തിലാണ് ക്ലബ്ബ് ഭാരവാഹികൾ. ന്യൂസ് 18 മലപ്പുറം. കാത്തിരിക്കുകയാണ്. അതെ അതെ, ഒരു വെസ്റ്റേൺ മ്യൂസിക് കേട്ട പോലെയുണ്ട്. അതെ, കാണാനും നല്ലായിരുന്നു ടീച്ചർ. അപ്പൊ എന്തായാലും സിനിമയും അതുപോലെ തന്നെ ആട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എന്തായാലും കമലഹാസന്റെ വിക്രത്തിന് ശേഷം ലോകേഷ് കനകരാജ് ഒരുക്കുന്ന ഈ ചിത്രത്തിന് വൻ വരവേൽപ്പായിരിക്കും. എന്തായാലും കേരളത്തിലും അടക്കം കിട്ടുക എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല. നമ്മൾ ഇനി പോകുന്നത് ഈ പെറ്റമ്മ പറഞ്ഞെടുത്തിട്ട് പെറ്റച്ഛനിലേക്ക് കണക്കാണോ? അതെ അതെ, തീർച്ചയായിട്ടും നമുക്കൊരു സന്തോഷം പകരുന്ന ഒരു വാർത്തയാണ്. ട്രാൻസ്ജെൻഡർ ദമ്പതികൾ ഗർഭം ധരിച്ച് പ്രസവിക്കാനൊരുങ്ങുകയാണ്. സഹദ് എന്നയാൾ. നമുക്കത് ഒരു ചരിത്ര നിമിഷം എന്ന് വേണമെങ്കിൽ പറയാം. അമ്മ കാത്തിരിക്കുകയാണ്, സിയ കാത്തിരിക്കുകയാണ്. കോഴിക്കോടാണ് ഇരുവരും താമസിക്കുന്നത്. നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക് പോകാം. ഒന്നിച്ചു ജീവിക്കാൻ തുടങ്ങി കുറച്ചു നാളുകൾക്ക് ശേഷമാണ് ഒരു കുഞ്ഞു വേണമെന്ന ട്രാൻസ് ദമ്പതികളായ സഹദും സിയയും തീരുമാനിച്ചത്. അങ്ങനെ പങ്കാളിയായ സഹദ് ഗർഭം ധരിക്കാൻ തീരുമാനിച്ചു. ആദ്യ ശ്രമം പരാജയപ്പെട്ടെങ്കിലും ഒടുവിൽ സഹദ് ഗർഭം ധരിച്ചു. സിയയ്ക്ക് ഗർഭം ധരിക്കാൻ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായതാണ് ദൗത്യം സഹദ് ഏറ്റെടുക്കാൻ കാരണം. സഹദിന്റെ മാറിടം നീക്കം ചെയ്തെങ്കിലും ഗർഭപാത്രമുണ്ടായിരുന്നു. അതുകൊണ്ടുതന്നെ ഗർഭധാരണമാകാമെന്ന് ഡോക്ടർമാർ അറിയിച്ചതോടെയാണ് സന്തോഷത്തോടെ ഇരുവരും ഇങ്ങനെയൊരു തീരുമാനത്തിലെത്തിയത്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഒത്തിരിയധികം സന്തോഷമുണ്ട്. ശരിക്കും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. അച്ഛനാകാൻ പോകുന്നുള്ള ഒരു വല്ലാത്തൊരു സന്തോഷം. അതുപോലെ സിക്ക് അമ്മയാവാൻ പോകുന്നുള്ള സന്തോഷം. സൊസൈറ്റിയിലെ ഒരു ഫസ്റ്റ് ഒരു കുട്ടിയാണ്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരു ഫസ്റ്റത്തെ ബേബി, നമ്മുടെ അതും ട്രാൻസിൻ്റെ ഇടയിൽ എന്ന് പറയുമ്പം ഫസ്റ്റത്തെ ബേബി എന്ന് പറയുമ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. എല്ലാവരും ഭയങ്കര എന്താ പറയുക, വിളിച്ചിട്ട് ഓരോരുത്തർ അവരുടെ സന്തോഷം പ്രകടിപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാവും. ഒരു അവരുടെ കൊച്ചിനെ പോലെയാണ് അവർ ആഹ്ലാദിക്കുന്നത്. ഇപ്പം നമ്മുടെ ഒരു ഇന്ത്യ ഫസ്റ്റ് പൈലറ്റ് ഉണ്ട്, ട്രാൻസ്മൻ ആദം ഹരി. ആളായിരുന്നു ഞങ്ങളെ ഫസ്റ്റ് വിളിച്ചിട്ട് വിഷ് ചെയ്യുന്നതും. ആളുടെ ഒരു ഹാപ്പിനെസ് നമുക്ക് കണ്ടപ്പോഴേ നമുക്ക് ഭയങ്കര പോസിറ്റീവായിരുന്നു. കാരണം ആൾ വിളിച്ചിട്ട് എന്തായാലും വരും. ഭയങ്കര ഒരു ആഹ്ലാദമായിരുന്നു ആൾക്ക് ഉണ്ടായിരുന്നത്. അതൊക്കെ കേട്ടാൽ വളരെയധികം സന്തോഷം. ഒത്തിരി ട്രാൻസ്മെൻസും ട്രാൻസ്വുമൻസും വിളിച്ചു. സിയ കോഴിക്കോട്ടുകാരിയും സഹദ് തിരുവനന്തപുരം സ്വദേശിയുമാണ്. സഹദ് കോഴിക്കോട് സ്വകാര്യ സ്ഥാപനത്തിൽ അക്കൗണ്ടന്റ് ആണ്. സിയ നർത്തകിയും. 3 വർഷം നീണ്ട പ്രണയത്തിനൊടുവിലായിരുന്നു ഒരുമിച്ച് ജീവിക്കാൻ ഇരുവരും തീരുമാനിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് സഹദിന്റെ പ്രസവം നടക്കുക. ന്യൂസ് 18 കോഴിക്കോട്.
അപ്പൊ സിയയ്ക്കും സഹദിനും എല്ലാവിധ ആശംസകളും ഞങ്ങളും കാത്തിരിക്കുകയാണ് അല്ലേ ആ കുഞ്ഞിനെ കാണാനായിട്ട്. ഇനി ഒരു വയനാട്ടിലേക്ക് ഒന്നുകൂടി പോവാം. അതെ, നമുക്ക് ചുരം വാർത്തയിലേക്ക് പോവാം. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അടുത്ത് താമരശ്ശേരി ചുരം ഇപ്പൊ ശരിയാക്കി തരാം എന്ന് പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ പോയിരുന്നു. മുത്തങ്ങയിലേക്ക് പോയ വഴി ഞാൻ നമ്മളെ കൊണ്ടുപോയി ഡ്രൈവറോട് ചോദിച്ചു, ഈ താമരശ്ശേരി ചുരം ഒന്ന് കാണിച്ചു തരാം. പുള്ളി ഞാൻ ചോദിച്ചു താമരശ്ശേരി ചുരം ഒന്ന് കാണിച്ചു. പുള്ളി പറഞ്ഞു അങ്ങനെ ഒരു ചുരമല്ല, താമരശ്ശേരി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിവാരം കഴിഞ്ഞാൽ കുറെ ഹെയർ പിൻ വളവുകളുണ്ട്. മൊത്തത്തിൽ വയനാടൻ ചുരം എന്ന് പറയും. താമരശ്ശേരി ചുരം സിനിമയിലിട്ടു. ആ ഏരിയയിൽ പോയിട്ടില്ലാത്ത വിവരമില്ലാത്ത അശ്വതി ഉദ്ദേശമല്ല, പലരും ഇങ്ങനെ പറഞ്ഞു നടന്നു താമരശ്ശേരി ചുരം കയറാൻ പോവാണെന്ന്. എന്തായാലും ഇത് മലയാളിക്ക് ഗൃഹാതുരത്വമുള്ള ഒരു ഓർമ്മയാണ് പേരെന്തായാലും. ആ ചുരം കയറി മുകളിൽ ചെല്ലുമ്പോഴുള്ള ഒരു കുളിർമയും സിനിമയുടെ സ്വാധീനമാണ് അത് അത്രത്തോളം. ആ താമരശ്ശേരി ചുരം ആ നീളത്തിലുള്ള പറച്ചില്, എന്തായാലും ഈ തണുപ്പും കുളിർമയും ഒക്കെ നല്ല ഓർമ്മയാണ്. എന്തായാലും ഈ അനുഭവം മനസ്സിൽ നിറച്ച് വീട്ടുമുറ്റത്ത് തന്നെ ഒരു മാതൃക, ചുരത്തിന്റെ മാതൃക ഉണ്ടാക്കിയിരിക്കുകയാണ് പൂതാടി സ്വദേശി കൂട്ടക്കടപത്ത് രമേശൻ. അപ്പൊ നമുക്ക് ആ കാഴ്ചയൊന്ന് കാണാം. വയനാട്ടിലെത്തുന്ന സഞ്ചാരികൾക്കും വയനാട്ടുകാർക്കും ഒരുപോലെ കൗതുകമുള്ളതാണ് ചുരം. ഈ വഴിയുള്ള യാത്രയിലെ കാഴ്ചകളും മഞ്ഞും തണുപ്പും വെയിലും കാറ്റുമെല്ലാം ഓരോ യാത്രക്കാരന്റെയും മനസ്സിൽ മറക്കാനാവാത്ത അനുഭവമാകും. ഈ അനുഭവം വീട്ടുമുറ്റത്ത് പുനർനിർമ്മിക്കുകയാണ് പൂതാടിയിലെ രമേശൻ. ചുരത്തോടും ചുരം റോഡിനോടും അടങ്ങാത്ത ആവേശം ഉൾക്കൊണ്ടാണ് സ്വന്തം വീട്ടുമുറ്റത്ത് തന്നെ വയനാടൻ ചുരത്തിന്റെ മാതൃക ഉണ്ടാക്കാനും ശ്രമിച്ചതെന്ന് രമേശൻ പറയുന്നു. ആ ചുരത്തിൻ്റെ ഒരു ആകർഷണീയത മനസ്സിലേക്ക് ഉൾക്കൊണ്ടു. അപ്പോൾ അത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ലോക്ക്ഡൗൺ സമയത്ത് കോവിഡും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ബുദ്ധിമുട്ടിലൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ടൈം പാസിന് വേണ്ടിയിട്ട് എനിക്ക് ചുരത്തിൻ്റെ ആ ഒരു മാതൃകയാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. അത് ഞാൻ ഇവിടെ ഉൾക്കൊണ്ടിച്ചു നോക്കാം. ഏകദേശം 2 മാസത്തോളം ചെലവഴിച്ചാണ് ചുരത്തിന്റെ മാതൃക തീർത്തത്. 15,000 രൂപയോളം ചെലവായി. നേരം പോക്കിന് തുടങ്ങിയ നിർമ്മാണം കൗതുക കാഴ്ചയാണ്. നിരവധി പേരാണ് ചുരം കാണാനും ചിത്രം പകർത്താനും എത്തുന്നത്. ന്യൂസ് 18 വയനാട്. അപ്പൊ വാർത്താ പ്രഭാതം അതിന്റെ അവസാന നിമിഷത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് പൂർണ്ണമാകുമ്പോ എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിനം ആശംസിക്കുകയാണ്. ഇന്ന് ഒരുപാട് വാർത്തകൾ ഇനി വരാനുണ്ട്. ബജറ്റ് പ്രതിഷേധം, ബജറ്റ് പ്രതികരണം, ആന, പുലി, കടുവ തുടങ്ങി ഒട്ടേറെ വാർത്തകളുണ്ട്. തുടർന്നുള്ള വാർത്തകളിൽ ന്യൂസ് റൂം ലൈവിലും മറ്റ് ബുള്ളറ്റിനുകളുമായി. നമസ്കാരം.